സജു പാസ്റ്ററെ നമുക്ക് തുടങ്ങിയാലോ? താങ്കളുടെ മൈക്ക് മ്യൂട്ടാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഫേസ്ബുക്ക് ലൈവാണ്. ലൈവ് കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ലൈവ് സൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നീട് നമ്മളിത് ഏതായാലും സ്ട്രീം ചെയ്യേണ്ടി വരും. ഐ ഹോപ്പ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കാം എന്ന് ആരെങ്കിലും കമന്റ് ചെയ്താൽ നല്ലതായിരിക്കും. താങ്ക്സ്. നമുക്ക് മുമ്പോട്ട് പോകാം. സാജു പാസ്റ്റർ കേൾക്കാലോ അല്ലേ? ലൈവാ. ഓക്കെ, ബ്യൂട്ടിഫുൾ. ലൈവ് ഉണ്ട്. മുമ്പോട്ട് പോകാം. ലൈവാ. പെർഫെക്റ്റ്. ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സാജു വി തോമസ്. ഞാൻ ഇത്തവണ പേര് കറക്റ്റായിട്ട് പറഞ്ഞെന്ന് വിചാരിക്കുകയാണ്. ഞാൻ വളരെ നാളുകള് ഞാൻ പേഴ്സണലി നോർത്ത് ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയും കൂടെ ഒരു ഡോക്യുമെന്ററി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ബീഹാർ പൊളിറ്റിക്സ് ഞാൻ എൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട രാഷ്ട്രീയക്കാരൻ ലാലു പ്രസാദ് യാദവാണ്. ഞാൻ യു പി രാഷ്ട്രീയത്തിൽ എനിക്ക് അത്ര താല്പര്യമില്ല, എന്നാലും നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് എസ്പെഷ്യലി ഹിന്ദി ഹൃദയഭൂമിയിൽ വളരെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ ഏതായാലും പ്രിയ സാജു ബ്രദറിനെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പൊ ഒരു നോർത്ത് ഇന്ത്യക്കാരനോട് വളരെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞങ്ങളെ ഈ അടുത്ത ദിവസങ്ങളിലാണ് കണ്ടത്. അതിന്റെ സാഹചര്യമൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ സാജു വി തോമസ്, ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നതിന്റെ ആ ഒരു സാഹചര്യവും താങ്കളുടെ ഒരു ചെറിയൊരു അനുഭവ സാക്ഷി വന്നൊരു 2 മിനിറ്റ് എടുത്ത് സംസാരിച്ചാൽ നല്ലതായി. സോഷ്യൽ മീഡിയയിലേക്ക് വരാനുള്ള പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാലേ, എനിക്ക് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ക്രിസ്മസ് ഓണ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഈ ഓണം ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണെന്നും, അപ്പോൾ അത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നുകൊണ്ടല്ല, അതുകൊണ്ട് ഈ പൊതുവെ ഈ കൃഷിക്കാർക്കൊക്കെ, ഞങ്ങളൊക്കെ ഹൈറേഞ്ചിൽ ഇടുക്കി ജില്ലയിൽ താമസിക്കുന്നവരാണ്, ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഞങ്ങളുടെ കാർഷിക വിളകളൊക്കെ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഓണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മളൊരു വാഴ നട്ടുവെച്ചാൽ അത് ഓണത്തിന് വെട്ടാം എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് പലരും വാഴക്കൃഷിയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു അരമണിക്കൂർ കൂടുതലുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തു. ആ വീഡിയോ ഈ പ്രിൻസ് നിലമ്പൂർ എന്ന് പറയുന്ന ഒരു സുവിശേഷകനുണ്ട്, ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹം എൻ്റെ ആ വീഡിയോ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ ചില കമൻറ്റുകളൊക്കെ എഴുതി അദ്ദേഹം വിട്ടു. വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകളായിരുന്നു. അപ്പം ഇദ്ദേഹം എവിടുന്ന് വന്നതാണ്, പുതിയ അവതാരമാണോ, അവരെന്നെ ഓന്തോളജി എന്നാണ് വിളിച്ച് കളിയാക്കിയത്. ഇദ്ദേഹം ഒരു ഓന്തോളജിക്കാരനാണ്, വാഴവെപ്പുകാരനാണ്, വാഴക്കൃഷിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് കളിയാക്കി. അപ്പം ഞാൻ ഈ ഫേസ്ബുക്കിലും ഒന്ന് സജീവമായിട്ട് നിൽക്കുന്ന ആളല്ല. അതായത് ഈ നടക്കുന്നത് കഴിഞ്ഞ നവംബർ, അതായത് 2022 നവംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. കാരണം ഇത് ഞാൻ ഇങ്ങനെ താഴെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലെ ചില സഹോദരിമാരെ, പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഈ യൂട്യൂബിലൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ പ്രസംഗിക്കുന്ന കുറേ സഹോദരിമാരുണ്ട്. ഈ സഹോദരിമാരൊക്കെ ഇതിൻ്റെ താഴെ ഇവൻ ഒരു മരവാഴയാണെന്നൊക്കെ എഴുതി വിട്ടു. അപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അതുപോലെ ഒരു വിമർശനകരമായ വീഡിയോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടായപ്പോൾ ഞാൻ ഇതിന് മറുപടിയായിട്ട് 1-2 വീഡിയോകൾ ചെയ്തു. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഫേസ്ബുക്കിൽ തന്നെ ആക്റ്റീവായിട്ടുള്ള ഒരു ആളാണ് പെൻഡക്കോസ്റ്റൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. അത് ഒരു വ്യക്തിയായിരിക്കും, അദ്ദേഹത്തെ എനിക്കറിയില്ല. അതുപോലെ ഒരു റോഷൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. അപ്പം ഇങ്ങനെ കുറേ ആളുകൾ എൻ്റെ മെസ്സേജ് എനിക്ക് അയച്ചു, താങ്കൾ ഒരു പണിയെ ഈ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്ന സമയത്തോടു കൂടി താങ്കൾ യൂട്യൂബിലും വീഡിയോ ചെയ്യും. അപ്പോൾ എനിക്ക് അതിനുമുമ്പ് യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനിവിടെ
ഒരു ബൈബിൾ ക്ലാസ് ഒക്കെ നടത്തി. അതിനൊരു 10-40 പേര് അതിൻ്റെ അകത്ത് പങ്കെടുക്കുകയും അവർക്കൊരു ഗ്രാജുവേഷൻ കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ അല്ല, ആ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട്. അവരുടെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അല്ലാതെ ഞാൻ വേറെ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെന്നോട് പറഞ്ഞു, താങ്കൾ യൂട്യൂബിൽ ഈ വീഡിയോ ഒക്കെ ഇടാൻ പറഞ്ഞു. അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടതിന് ശേഷമാണ് കുറച്ച് ആളുകൾ അതിനൊക്കെ ഒരു ലൈക്ക് ചെയ്തു, കുറേ പേര് എന്നെ പ്രോത്സാഹിപ്പിച്ചു. എനിക്ക് പരിചയമില്ലാത്ത ആളുകൾ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഒരല്പം കൂടെ നിങ്ങളുടെ സൗണ്ട് കുറയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നപോലെ എഡിറ്റ് ചെയ്തിടണം, പുറകിൽ വെച്ചിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ താങ്കളുടെ വളർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാനിങ്ങനെ താങ്കൾക്ക് എനിക്കറിയാവുന്ന നിർദ്ദേശം തരും, പക്ഷെ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു വളരെ കൗതുകമായി തോന്നി. അപ്പം ഞാൻ ഏത് വീഡിയോ ചെയ്താലും, ഇപ്പം ഞാൻ ഗംഗാ നദിയുടെ അവിടെ പോയി നിന്ന് ഒരു ലൈവ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയും, ആ വീഡിയോ കാണുമ്പോൾ അദ്ദേഹം വീണ്ടും എൻ്റെ വാട്സപ്പിലേക്ക് ഒരു കമൻറ്റ് വിടും, നിങ്ങൾ അങ്ങനെ ആ വീഡിയോ ചെയ്ത് ശരിയായില്ല, ഇച്ചിരി ക്ലോസ് ആയിട്ട് നിൽക്കണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മുഖം കാണിക്കണം, പറഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ ഗംഗാ നദി കാണിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതോ ഒരു വ്യക്തി, അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് പേര് ചോദിച്ചിട്ട് അദ്ദേഹം പേരും പറയല. അങ്ങനെ നിരന്തരമായി എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അതാരാണെന്ന് എനിക്ക് ഇന്നും അറിയില്ല. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ വീഡിയോയിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അതിൻ്റെ അതില്ല. ഓക്കെ, നിങ്ങള് നല്ലതായിട്ട് ഞാനത് തടസ്സപ്പെടുത്താതിരുന്നത് താങ്കൾ മൊത്തം കാര്യങ്ങൾ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഈ യൂട്യൂബിലോട്ട് വന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോട്ട് വന്ന കാര്യം ഞാൻ കേട്ടു. അപ്പൊ എങ്ങനെയാണ് ഈ സുവിശേഷ രംഗത്തേക്ക് വന്നത്, അല്ലെങ്കിൽ ഈ യുപിയിൽ ചെന്നെത്തപ്പെട്ട ഒരു വഴി ഒന്ന് പറയാമോ? പറയാം. അതായത് അപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ കാര്യവും പറയാലോ. പറയാം. അതായത് ഞാൻ ശരിക്കും ഒരു TPM ദ പെന്തക്കോസ്റ്റ് മിഷൻ ബാക്ക്ഗ്രൗണ്ട് ആണ് എൻ്റെ ഫാദറും മദറും ഒക്കെ ഈ TPM വിശ്വാസത്തിലേക്ക് വന്നു. അതിനുശേഷം ഞാൻ താമസിക്കുന്ന ഞങ്ങളുടെ ചർച്ച്, അതായത് TPM ചർച്ചും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായിട്ട് ഏതാണ്ട് ഒരു 30 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ഞങ്ങളൊരു ഒരു 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 വനത്തിന് നടുക്ക്, സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറഞ്ഞോർത്ത് കുഴപ്പമില്ല, അവിടെയാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരാളാണ് ഈ എല്ലാവരും പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഇങ്ങനെ ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ ചാച്ചൻ പോകും, ചിലപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പോകും. അപ്പോൾ എല്ലാവർക്കും കൂടെ പോകാൻ പറ്റിയൊരു സാഹചര്യമില്ല. ജീപ്പ് സൗകര്യങ്ങളേ ഉള്ളൂ, വണ്ടിയൊന്നുമില്ല. പലപ്പോഴും നടന്നു പോകണം. 14 കിലോമീറ്റർ നടന്നതിന് ശേഷമാണ് NH വരുള്ളൂ. NH വന്നതിന് ശേഷം അവിടെ നിന്ന് ബസ് കയറി വേണം പോകാൻ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട്, അതായത് 99% ഹിന്ദു ഈഴവ വിഭാഗത്തിലുള്ള ആളുകളാണ് താമസിക്കുന്നത്. ബാക്കി 1% ഉള്ളവിടെ ക്രിസ്ത്യാനികൾ, അത് ഒരു കത്തോലിക്ക പള്ളിയുണ്ട്. അപ്പോൾ അങ്ങനെ 1% എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഇവാഞ്ചലിക്കൽ ചർച്ച്, സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു ചർച്ചിൻ്റെ ഒരു മിഷൻ ഫീൽഡ് അവിടെ ഒരു ഓണവാര സുവിശേഷ വേല. ഓണത്തിന് 10 ദിവസത്തെ അവധിക്ക് ആളുകളെല്ലാം കൂടി ഒരു സുവിശേഷ പ്രവർത്തനമുണ്ട്. ആ സുവിശേഷ പ്രവർത്തനത്തിന് അവിടെ ഒരു ടീം വന്ന് അവിടെ ഒരു ഇവാഞ്ചലിക്കൽ ചർച്ച് സ്ഥാപിച്ചു. അപ്പോൾ ആ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ പോയ ആളുകൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു പറഞ്ഞു, നിങ്ങൾ എന്തായാലും വിശ്വാസികളല്ലേ, നിങ്ങൾ ചർച്ചിൽ പോകാത്തത് എന്താണ്? ഞായറാഴ്ച ഒരാളല്ലേ പോകുന്നുള്ളൂ. അവർ പോകുന്ന ആളുകൾ പൊക്കോട്ടെ, ബാക്കിയുള്ളവർ ഞങ്ങളുടെ ചർച്ചിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ പോവുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ, ഞാൻ ചർച്ചിലായിരുന്നപ്പോൾ അവിടുത്തെ ഉപദേശിയോട് പറഞ്ഞു, എൻ്റെ മോനെ സുവിശേഷ വേലയ്ക്ക് വിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം പാസ്റ്റർക്ക് താല്പര്യമാവുകയും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ ബൈബിൾ സ്കൂളിലേക്ക് പോകാനായിട്ടുള്ള ഒരു കാരണം. അങ്ങനെ ഞാൻ ഇവാഞ്ചലിക്കൽ സഭയുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചതിന് ശേഷം 2 വർഷത്തെ കോഴ്സായിരുന്നു. 2 വർഷത്തെ ബൈബിൾ സ്കൂളിൽ പഠിച്ചതിന് ശേഷം ഞാൻ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ആ സമയത്താണ് ഞങ്ങളുടെ അവിടെ ഈ ബിലിവേഴ്സ് ചർച്ചിൻ്റെ ഒരു പ്രവർത്തനം, ശക്തമായ ഒരു പ്രവർത്തനം, അവിടെ സുവിശേഷകന്മാരെ ആവശ്യമുണ്ടെന്നുള്ള ഒരു ആലോചന വരും. അപ്പോൾ അങ്ങനെ ഞാൻ അന്നത്തെ ഓവർസീർ ആയിരുന്ന ജേക്കബ് ടി ആന്റണി സാറുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം എനിക്ക് ഒരു മിഷൻ ഫീൽഡ് തരികയും ചെയ്തു. അങ്ങനെ ഞാൻ ബിലിവേഴ്സ് ചർച്ചിൽ വന്നു. ബിലിവേഴ്സ് ചർച്ചിൽ വന്നതിന് ശേഷം ഏതാണ്ട് 2008 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ ബിലിവേഴ്സ് ചർച്ചിൽ
ഞാനൊരു സുവിശേഷകനായിട്ട് ഒരു പാസ്റ്ററായിട്ട് പ്രവർത്തിക്കും. ആ സമയങ്ങളിലാണ് വിവാഹമൊക്കെ നടന്ന് കല്യാണമൊക്കെ കഴിഞ്ഞു, 2 കുട്ടികളായി. അതിനുശേഷം ഈ ഈ ബിലീവേഴ്സ് ബിലീവേഴ്സ് ചർച്ച് എന്ന് ചർച്ചിൽ പറയുമ്പോൾ ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ KP യോഹന്നാന്റെ ആൾക്കാർക്ക് KP യോഹന്നാൻ സാർ. അല്ലെങ്കിൽ അപ്പൊ KP യോഹന്നാന്റെ ചർച്ചില് താങ്കൾ അവിടെ ബൈബിൾ കോളേജിൽ ഇവാഞ്ചലിക്കൽ ബൈബിൾ കോളേജിൽ പോയി, അതിനുശേഷം മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ KP യോഹന്നാന്റെ ബിലീവേഴ്സ് ചർച്ചിൽ പോയി. ഈ ബിലീവേഴ്സ് ചർച്ചിൽ 2008 കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ KP യോഹന്നാൻ അന്ന് ഈ പുരോഹിത വസ്ത്രം ഇട്ട സമയമാണോ അതിന് ശേഷമാണോ അതിന് മുമ്പാണോ? അല്ല, അതിന് മുമ്പാണ് ഈ പുരോഹിത വസ്ത്രം ഇടുന്നത്. 2000 എനിക്ക് തോന്നുന്നു 1999 അദ്ദേഹം ഈ പുരോഹിത വസ്ത്രം ധരിക്കുന്നത്, അതായത് ബിഷപ്പ് ആകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1999 അല്ലെങ്കിൽ 2000 ആവാം. അപ്പോൾ ഈ 2000-ത്തിന് ശേഷം പിന്നീട് 2008 വരെയുള്ള കാലഘട്ടങ്ങളിൽ കുറച്ച് സമയങ്ങൾ മാത്രമേ ഞാൻ ഇവാഞ്ചലിസ്റ്റ് സഭയിൽ വർക്ക് ചെയ്തുള്ളൂ. അതിനുശേഷം ഞാൻ ഈ ബിലീവേഴ്സ് ചർച്ചിലേക്ക് വരികയും ബിലീവേഴ്സ് ചർച്ചിൽ ഏതാണ്ട് 2008 2009 വരെ നിന്നു. അപ്പോഴാണ് അവിടുത്തെ നിയമം ശക്തമായി. നിയമം ശക്തമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകളെ വൈദികരാക്കി, അതായത് അച്ഛന്മാരായിട്ട് ലോഹയൊക്കെ കൊടുത്തു. അപ്പം ഞങ്ങൾക്കും ഒരു ചെറിയ ലോഹ ഒരു കുപ്പായം തന്നിട്ടുണ്ട്, മുട്ടിന് താഴെ വരെയുള്ള ഒരു ജൂബ. അപ്പോൾ അതാണ്. അപ്പം ഞങ്ങൾക്ക് അന്നൊരു പേര് ലഭിച്ചു, അച്ഛനും അല്ല പാസ്റ്ററും അല്ല, അച്ഛൻ പാസ്റ്റർ എന്നാണ് പല ആളുകളും ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇത് എവിടെയായിരുന്നു ഈ മിനിസ്ട്രി, ഈ സ്ഥലം എവിടെയായിരുന്നു? അതായത് ഈ മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമാലി, ഇടുക്കി ജില്ലയിലെ അടിമാലിക്കടുത്ത് മച്ചിപ്ലാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്താണ് ഈ അല്ല ചർച്ചൊന്നും അവിടെ ഇല്ല. അവിടെ ആകപ്പാട് ഒരു ചർച്ച ഉള്ളതെന്ന് പറഞ്ഞാൽ കുരിശുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ചർച്ചുണ്ട്, പിന്നീടുള്ളത് മാങ്കുളത്തൊരു ചർച്ചുണ്ട്, പിന്നെ മാമലക്കണ്ടത്ത് ചർച്ചുണ്ട്. അപ്പം ഇങ്ങനെ 2-3 സ്ഥലങ്ങളിൽ മാത്രമേ ഈ ചർച്ചുള്ളൂ, വേറെ സ്ഥലങ്ങളിലൊന്നും ചർച്ചില്ല. അപ്പോൾ ഇതൊരു മിഷൻ ഫീൽഡായിട്ട് NH സൈഡിലാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുമ്പോഴാണ് ഈ ചർച്ചിൽ വൈദികരായിട്ടുള്ള ആളുകളെ, അതായത് കുറെ പേരെ ഈ വൈദികരാക്കുന്നു, അതായത് കുപ്പായ കൊടുത്ത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ഒരു പുന്നൂസ് പാസ്റ്ററാണ്. അപ്പോൾ പുന്നൂസ് പാസ്റ്ററും അദ്ദേഹത്തിനും ഈ കുപ്പായ ഇടാനുള്ള ഒരു സെലക്ഷൻ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തായാലും അത് ആഗ്രഹിക്കുന്നില്ല, കാരണം ഞാൻ ഒരു കുപ്പായമൊക്കെ ഉള്ള ഒരു സഭയൊക്കെ വിട്ടു പോകുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു കനനായ കത്തോലിക്ക സഭയിൽ നിന്ന് വന്നയാളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിലേക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് സ്വർഗീയ വിരുന്നിലേക്ക് ഹെവൻലി ബീച്ചിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പല ആളുകളും ഈ നിയമം ടൈറ്റായി എന്ന് മാത്രമല്ല, പിന്നീട് ഈ കൊന്തചൊല്ലൽ, അതുപോലെ ഈ കുരിശ് വണക്കം, അതുപോലെ ഈ കൈമുത്ത്, ഇതെല്ലാം ഈ ബിലീവേഴ്സ് ചർച്ചിലേക്ക് കയറി വന്നതോടുകൂടി എന്ത് ചെയ്തു, ഞങ്ങൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് പതുക്കെ നമുക്ക് മാറിയേക്കാം എന്നൊരു ചിന്താഗതി വരികയും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോരുകയും ചെയ്തത്. ഇപ്പൊ നമ്മൾ ഈ ഇതിന്റെ TPM-ന്റെ കാര്യം പറഞ്ഞു. TPM-ലെ ഒരു മെമ്പർ ഒന്നും ആയിരുന്നില്ല താങ്കൾ, പക്ഷെ വീട്ടുകാരെല്ലാം TPM-ലായിരുന്നു. പക്ഷെ താങ്കൾ മുമ്പോട്ട് വന്നതും പഠിച്ചതും എല്ലാം പിന്നെ ഇതാണ് ഇവാഞ്ചലിക്കൽ ചർച്ചിലാണ്, ശരിയല്ല? അങ്ങനെയല്ലേ പറഞ്ഞു? TPM മെമ്പർ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 16 വയസ്സ് വരെ ഞാനൊരു TPM വിശ്വാസിയായിരുന്നു, 16-17 വയസ്സ് വരെ. ആ സമയത്താണ് ഈ TPM വിശ്വാസി എന്ന് പറഞ്ഞാൽ ചാച്ചനും അമ്മയും വിശ്വാസികളാണ്, മക്കളും വിശ്വാസികളാണ്. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോവുകയും സഹകരിക്കുകയും ആണ്ടർത്തിക്കൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു TPM വിശ്വാസിയായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ ഇവാഞ്ചലിക്കൽ സഭയുടെ ഒരു മിഷൻ ഫീൽഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നീട് ഞാൻ സ്നാനപ്പെട്ടതൊക്കെ എവിടെയായിരുന്നു? പറയാം. അതായത് ഞാൻ ഇവാഞ്ചലിക്കൽ സഭയിലാണ് ഞാൻ ആദ്യം സ്നാനപ്പെടുന്നത്. അതായത് ആ സ്നാനം എന്ന് പറഞ്ഞാൽ ഒരു തളിക്കൽ സ്നാനമായിരുന്നു. അപ്പോൾ തളിക്കൽ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വന്നു, ഇങ്ങനെ വെള്ളം ഇങ്ങനെ കോരി തലയിലേക്ക് ഒഴിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. പക്ഷേ എനിക്ക് അപ്പോൾ അങ്ങനെ സ്നാനപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഇവാഞ്ചലിക്കൽ സഭയുടെ ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കുന്നതും പിന്നീട് ഞാൻ അവരുടെ ഉപദേശി എന്ന് പറയുന്നത് ഉപദേശിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഈ തളിക്കൽ സ്നാനത്തോട് ഒരു താല്പര്യം കുറവായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് മുഴുകൽ സ്നാനം ഏൽക്കണമെന്നും ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ഈ ബിലീവേഴ്സ് ചർച്ചിൽ ഒരു സുവിശേഷകനാകുന്നതിന് മുമ്പ് ഞാൻ ഈ ബിനു പുന്നൂസ് പാസ്റ്ററുടെ കൈകീഴിൽ ഞാൻ ഒരു തോട്ടിൽ, അതായത് ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയ പുഴയുണ്ട്, ആ പുഴയിൽ ഇറങ്ങി മുഴുകൽ സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുഴുവൻ സ്നാനം സ്വീകരിച്ചു. അതാണ് ഞാൻ സ്നാനപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ TPM-ലായിരുന്നു, പക്ഷെ സ്നാനപ്പെട്ടതും എല്ലാം ഇവിടെയാണ്. ഈ താങ്കൾ ഒരു പെന്തക്കോസ്തുകാരനായിട്ടാണ് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പെന്തക്കോസ്തുകാരുമായിട്ടുള്ള ബന്ധം എവിടെ നിന്നാണ് തുടങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ?
പെന്തിക്കോസ്തുകാരുമായിട്ടുള്ള ബന്ധം എനിക്ക് ശരിക്കും ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ TPM വിശ്വാസിയായിരുന്നല്ലോ. അതിനുശേഷം ഞാൻ നമ്മള് ഇവാഞ്ചലിക്കൽ TPM-ല് സ്ഥാനപ്പെട്ടതെല്ലാം മർത്തോമയിലാണ്, മറ്റേ ഇവാഞ്ചലിക്കലാണല്ലോ. TPM വിശ്വാസി എന്ന് പറയുന്നതില് അല്ല, ഞാൻ അതല്ലേ ചോദിച്ചത്, പെന്തക്കോസ്റ്റുകാരായിട്ടുള്ള ബന്ധം ഞാൻ ചോദിച്ചത്. പെന്തിക്കോസ്തുകാരുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2008 ശേഷം പിന്നീട് ഞാൻ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒരു ശകലം ഗ്യാപ്പ് വന്നു. അതിനുശേഷമാണ് ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്നത്. അന്നേരം ഞാൻ അവിടെയുള്ള അടിമാലിയിലുള്ള ഞങ്ങളുടെ അവിടെയുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒക്കെ പോവുകയും അവരുമായിട്ട് സഹകരിച്ച് ഞാൻ ഈ ചർച്ചിൽ നിന്ന് മാറി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ അന്വേഷിച്ച് വന്നത് അടിമാലിലെ ഒരു സെൻട്രൽ പാസ്റ്ററാണ്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വരികയും ഞാൻ ചർച്ചിൽ നിന്ന് മാറി എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ബിലീവേഴ്സ് ചർച്ചിൽ ബിലീവേഴ്സ് ചർച്ചിൽ അങ്ങനെ ഞാനൊരു ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക മെമ്പർ അല്ല, ഞാൻ അവിടെ പോവുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോരുന്നത്. അപ്പോഴും ഞാൻ അതിൻ്റെ കൃത്യമായിട്ട് പറയാം, എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഏതെങ്കിലും ഒരു പെന്റക്കോസ്റ്റൽ ചർച്ചിൽ ഒരു മെമ്പർഷിപ്പ് ഇല്ല. പെന്റക്കോസ്റ്റൽ ചർച്ചിൽ നിന്ന് മാത്രമല്ല ഒരു ചർച്ചിലും മെമ്പർഷിപ്പ് ഇല്ല. ഇതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അപ്പോൾ അതിന് എനിക്കിവിടെ സ്വന്തമായിട്ടൊരു ചർച്ചുണ്ട്, ഞാനൊരു ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെ ചർച്ചുകളുണ്ട്. പിന്നെ അതുകൂടാതെ 2-3 കൂട്ടായ്മകൾ എനിക്ക് വേറെയുണ്ട്. ഞാൻ ഒരു 5 പാസ്റ്റേഴ്സിനെ നമ്മുടെ ഈ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു സഹായം കൊടുക്കാറുണ്ട് മാസത്തിൽ. അങ്ങനെ ഒരു 4-5 കൂട്ടായ്മകൾ ഞാൻ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാനൊരു പ്രാർത്ഥന ആരാധന നടത്തുന്നുണ്ട്. അത് കാൽവറി ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന പേരിൽ ഒരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ച് ആ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ എൻ്റെ വിശ്വാസം ഒരു പെന്റക്കോസ്റ്റൽ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ സ്നാനം, മുഴുകൽ സ്നാനം, ഇതൊക്കെയാണ് അതാണ് എൻ്റെ ഒരു പെന്റക്കോസ്റ്റൽ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ പരിശുദ്ധാത്മ സ്നാനം താങ്കൾക്ക് എവിടെ വെച്ചാണ് കിട്ടിയത്? ഇത് ഇവാഞ്ചലിക്കൽ വെച്ചാണ് കിട്ടിയത്? പരിശുദ്ധാത്മ സ്നാനം കിട്ടിയത് എവിടെ വെച്ചാണ്? അല്ല, പരിശുദ്ധാത്മ സ്നാനം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പല ഹോസ്റ്റലിലാണ് ഞങ്ങൾ പഠിച്ചത്. പ്രത്യേകിച്ച് ഈ പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ സ്കൂളിൻ്റെ ഒക്കെ ഓർഫനേജ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ തന്നെ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം അന്ന് മുതൽ തന്നെ ഉണ്ട്. ആണ്ടവസാന മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് ഒരു ഹോളി ബാപ്റ്റിസം ലഭിച്ചിട്ടുണ്ട്. അതായത് TPM വെച്ച് തന്നെ പരിശുദ്ധാത്മ സ്നാനം കിട്ടിയതാണ് താങ്കൾ? സ്നാനം ലഭിച്ചതാണ്. അതിനുശേഷമാണ് നമ്മുടെ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ പോയത്. അവിടുന്ന് KP യോഹന്നാന്റെ ചർച്ചിൽ കൂടെ പിന്നീട് എത്തിയത് ഷാരോൺ ഫെലോഷിപ്പില്. ഇപ്പോ സ്വന്തമായിട്ട് ഷാരോൺ ഫെലോഷിപ്പിൽ എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ മെമ്പർഷിപ്പ് ഇല്ല. ഞാൻ അവിടെ മീറ്റിങ്ങിന് പോകുമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പൊ നിലവിൽ എനിക്ക് നാട്ടിലുള്ള ഒരു സഭയിലും ഔദ്യോഗികമായിട്ട് ഒരു മെമ്പർഷിപ്പ് ഇല്ല. കാരണം ഞാൻ ആദ്യം ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം പിന്നെ 4 വർഷം കഴിഞ്ഞാൽ തിരിച്ചു പോയത്. എത്ര വയസ്സിലാണ് നാട്ടിൽ നിന്ന് പോന്ന് ഇവിടെ എത്തിയത് നിങ്ങൾ? ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോൾ എനിക്ക് 30 വയസ്സുണ്ട്. 30 വയസ്സിൽ. ഓക്കെ. അപ്പൊ 30 വയസ്സിലെത്തി. അപ്പൊ അന്നേരം വിദ്യാഭ്യാസം ഒക്കെ എവിടം വരെ ചെയ്തായിരുന്നു? അന്ന് ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്റർ പാസ്സായി. അതിനുശേഷം ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഞാൻ ഡിഗ്രി എടുത്തു. അതിനുശേഷം ഏത് വർഷത്തിലാണ് എടുത്തത്? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഏത് വർഷത്തിലാണ് ഡിഗ്രി എടുത്തത്? അത് 2011, അതായത് ഇവിടെ വന്നതിന് ശേഷമാണ്. അത് ഏതിനകത്താണ് ഡിഗ്രി എടുത്തത്? അത് ഞാൻ എടുത്തത് BA ഇംഗ്ലീഷ്. അതിനുശേഷം അവിടെ സ്കൂളിൽ ജോലി കയറി അല്ലേ? അതിനുശേഷം ഞാനിവിടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ജോലിയായിട്ട് മുമ്പോട്ട് പോയായിരുന്നു. അതിനുശേഷം പിന്നെ ഈ നമ്മുടെ സ്വാമി വിവേകാനന്ദ സുഭാരത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്വാമി വിവേകാനന്ദ PG എടുത്ത ഏത് വർഷമായിരുന്നു? PG എടുത്തത് അടുത്ത് റീസെന്റിലാണ് എടുത്തത്. റീസെന്റ് പറയുമ്പോൾ അതിനുശേഷം റീസെന്റ് എന്ന് പറഞ്ഞാൽ 2018 കാലഘട്ടങ്ങളിൽ. 2018 PG എടുത്തു. അപ്പൊ അപ്പോഴും അധ്യാപനം ചെയ്യുന്നുണ്ട് അല്ലെ? അധ്യാപക ജോലി ചെയ്യുന്നു. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഞങ്ങള് അധ്യാപകനാണ്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് ഈ ഏത് സമയത്താണ് നമ്മൾ താങ്കളൊരു ഡോക്ടറേറ്റ് എടുത്തു എന്ന് പറയണം. അപ്പൊ അത് ഏത് സമയത്ത്, ഏത് കാലയളവിൽ എടുത്തത്? അത് ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ഞാൻ അതിന്റെ ഒരു തീസിസ് ഇവിടെ ഉണ്ട്, ജസ്റ്റ് വേണമെന്ന് കാണിക്കാം.
ഇത് ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ കാണാൻ സാധിക്കില്ലായിരിക്കും. അല്ലല്ലേ, താങ്കൾ പറഞ്ഞാൽ മതി, എനിക്ക് വിശ്വാസമാണ്. അങ്ങനെയൊന്നും പറയേണ്ട ആ ആവശ്യമില്ല, താങ്കൾ പറഞ്ഞാൽ മതി. ഉം, ഉം. അത് ഈ 2022. 2022 താങ്കൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയത്. അതെ. അത് ഏത് വർഷം തുടങ്ങിയിട്ട് അപ്പൊ അത് ഈ ഡോക്ടറേറ്റ് എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ആണോ അതോ പാർട്ട് ടൈം ആയിട്ട് ചെയ്താണോ? പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 2.5 വർഷത്തോളം ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു 2.5 വർഷം അതിൻ്റെ അകത്ത് ഡൊണേഷൻസ് ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ ഇന്ത്യ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ഡൊണേഷൻസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഡൊണേഷൻസ് ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിൽ ചെയ്ത സംഭാവനകളെ കുറിച്ചുള്ളതാണ്. ഓ, സംഭാവനകൾ, ഡൊണേഷൻ. നല്ല thesis ആണത്. അത് 2018 തുടങ്ങിയിട്ട് 2022 അത് കംപ്ലീറ്റ് ആകുന്നത്. ഏത് വർഷം അപ്പൊ തുടങ്ങി? എനിക്ക് അതിന്റെ ഗ്രാജുവേഷൻ ലഭിക്കുന്നത് വിശാഖപട്ടണത്ത് വെച്ചാണ് അത് ലഭിക്കുന്നത്. പിന്നെ എനിക്കൊരു ഓണറി ഡോക്ടറേറ്റ് ഉണ്ട്. ഒത്തിരി പേര് ഇങ്ങനെ താങ്കളിത് ശരിയായ രീതിയിലെല്ലാം അത് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞുള്ള ഇത് കണ്ടു. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ആൾക്കാർ കേട്ടല്ലോ 2018 PG കഴിഞ്ഞു. അതിന്റെ ബ്രദറെ അതിന്റെ എല്ലാ പ്രൂഫുകളും എന്റെ കയ്യിലുണ്ട്. അല്ലല്ല, എനിക്ക് സഹോദര, എനിക്ക് വിശ്വാസം അത് കുഴപ്പമില്ല. ഇപ്പൊ ആര് ചോദിച്ചാലും നമുക്ക് അതിന് എല്ലാ പ്രൂഫുകളും ഉണ്ട്. ഇതുണ്ടോ യൂണിവേഴ്സിറ്റി തന്നതും ഞാൻ എഴുതിയ തിസീസും അതിനുശേഷം അവര് സീല് വെച്ച് ഒപ്പുവെച്ച് തന്ന എല്ലാ ഡീറ്റെയിൽസും ഇതിന്റെ അകത്തുണ്ട്. ഇത് കണ്ടില്ലേ? എനിക്ക് വിശ്വാസക്കുറവില്ല സാറേ. നമുക്ക് ഏതാണ്ട് 300-ലധികം പേജുകൾ ഞാനിത് ചെയ്തിട്ടുണ്ട്. ഞാനേ എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനൊന്നും ഒരു മറുപടി പറയാൻ പോയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ വിഷയമാണെങ്കിൽ അതിപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം. അപ്പൊ ഇവര് പറയുന്ന ആശയങ്ങളെ എനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിന്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാൻ പോകും. അതിനകത്ത് കാര്യമില്ല. ഇപ്പൊ നമുക്ക് തന്നെ തോന്നുന്നുണ്ട്, ഞാൻ ഡോക്ടറേറ്റ് അല്ല, എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഒരു ഡോക്ടറേറ്റ് എഴുതിയ കുറച്ചുകൂടെ നന്നായിരിക്കുന്നു. പക്ഷെ ഇത്രയും താങ്കളുടെ അധ്വാനിക്കാനുള്ള ഒരു മനസ്സില്ലാത്തതുകൊണ്ടും അത് നമുക്ക് ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കായാലും ചെയ്യാമായിരുന്നു. ഇതിന്റെ അകത്ത് എന്റെ ഈ മൊബൈലിന്റെ അകത്ത് മൈ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു ഫയലുണ്ട്. അതിൻ്റെ അകത്ത് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ എപ്പോഴും കൈവച്ചോണ്ട് നടക്കുന്നത്. അപ്പൊ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് എൻ്റെ ജേർണലിസത്തിന്റെ, ബ്രദറിന് കാണാൻ പറ്റത്തില്ല, ജേർണലിസത്തിന്റെ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും കാണിക്കേണ്ട കാര്യങ്ങളില്ല. അല്ലല്ല, അത് കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു നോക്കാം. കാരണം ഈ ഇങ്ങനെ ആക്ഷേപങ്ങൾ വരുമ്പോഴേ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് താങ്കൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. അല്ലാതെ ഇപ്പൊ എനിക്ക് സംശയം ഉണ്ടായിട്ടല്ല, താങ്കൾക്ക് അത് മനസ്സിലായി. അപ്പൊ അതിനു വേണ്ടി ചെയ്തെന്ന് മാത്രം. അപ്പൊ 2018 PG കഴിഞ്ഞു. PG എന്തിലായിരുന്നു പറഞ്ഞായിരുന്നോ? ഞാൻ ഓർക്കുന്നില്ല. PG ഇംഗ്ലീഷിലായിരുന്നു. PG ഇംഗ്ലീഷിൽ. മറ്റേ എന്തെല്ലായിരുന്നു BA ചെയ്തത്? ഇംഗ്ലീഷായിരുന്നു. BA ഇംഗ്ലീഷ്, PG ഇംഗ്ലീഷ്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് തിയോളജിയിലാണ് ഇപ്പൊ ഡോക്ടറേറ്റ് എടുത്തേക്കുന്നത്. തിയോളജിയില് ഞാൻ തീസിസ് എഴുതി ഞാൻ സബ്മിറ്റ് ചെയ്തപ്പോൾ ബ്രദറിനെ കാണിച്ചല്ലോ. എനിക്ക് അതിന്റെ എല്ലാ പേപ്പർ കട്ടിങ് വരെ ഉണ്ട്. അതായത് നമുക്ക് ഈ ഡോക്ടറേറ്റ് തരുന്നത് ഓപ്പൺ സ്റ്റേജിൽ വെച്ചാണ്, അല്ലാതെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചാൽ. എൻ്റെ കൂടെ ഏതാണ്ട് 130 പേരോളം ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അതിൻ്റെ അകത്ത് ഞാൻ 1-2 ഞാനും വേറൊരു വ്യക്തി ഒഴികെ ബാക്കി എല്ലാവർക്കും ഓണറി ഡോക്ടറേറ്റ് ആയിരുന്നു. ബാക്കി എല്ലാവർക്കും. ഓണററി എന്ന് പറയുമ്പോ ഇവര് പറയുന്നത് ഈ താങ്കൾക്കെതിരെയുള്ള ആരോപണം കണ്ടത് ഏതൊരു ആള് ഭയങ്കര മോശമായിട്ട് ഇത്രയും കണ്ട 5000 രൂപ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മേടിച്ചാന്നൊക്കെ പറഞ്ഞുള്ള അതുപോലെ ഈ ഓണററി എന്ന് പറഞ്ഞാൽ അതാണോ ഉദ്ദേശിക്കുന്നത്? അതെയോ അല്ല അതായത് ബ്രദറെ, ഓണറി ഡോക്ടറേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാമൂഹ്യ സേവനം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു 20 വർഷം ക്രിസ്തീയ ഫീൽഡിൽ വർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ബഹുമാന പുരസ്സരം കൊടുക്കുന്നതാണ് ഈ ഓണറി ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞത്. കാശ് മുടക്കൊന്നുമില്ല. ആ യൂണിവേഴ്സിറ്റിക്ക് ഇപ്പൊ നമുക്ക് PAPJ അബ്ദുൽ കലാമിന് ഒരു ഡോക്ടറേറ്റ് കൊടുക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ അവർ കൊടുക്കും. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് ഒരാളുടെ പ്രവർത്തനം തുടർന്ന് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മുടെ ഡോക്ടർ KP യോഹന്നാൻ, എന്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹത്തിനുള്ള ഒരു ഓണറി ഡോക്ടറേറ്റ് ആണ്. അല്ലാതെ ഞാൻ അതുകൊണ്ടാണ് ഈ കളിയാക്കുന്ന ആൾക്കാർക്ക് പലർക്കും അറിയില്ല, നമ്മുടെ ഇവിടെയുള്ള ഈ ഡോക്ടർ എന്ന് വിളിക്കുന്ന പല ആൾക്കാർക്കുള്ള ഡോക്ടറേറ്റ് ഇതുപോലെ ഓണററി ഡോക്ടറേറ്റ് ആണ്. ഈ 2000 രൂപയ്ക്ക് കിട്ടിയെന്ന് പറയുന്ന താങ്കളെ കളിയാക്കുമ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന പല ആൾക്കാർക്ക് 1 രൂപ പോലും കൊടുക്കാണ്ട് കിട്ടിയ ഡോക്ടറേറ്റ് ആണ്. ഞാനത്
നമുക്കിപ്പോ എല്ലാവരോടും ഒന്നും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ഓണററി ഡോക്ടറേറ്റിന്റെ ഒരു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ APJ അബ്ദുൽ കലാമിന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ ധാരാളം പേർക്ക് ഇപ്പോ 32 ഡോക്ടറേറ്റ് ഉള്ള ആൾക്കാരെ നമുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൊടുത്ത് അവരെല്ലാം പോയി ഓരോ തീസിസ് എഴുതിയൊന്നുമല്ല, അവർക്ക് ആ യൂണിവേഴ്സിറ്റി അവർക്ക് കൊടുത്തു, ബഹുമാന പുരസ്സരം കൊടുത്തു. അത് തന്നെയാണ്. അപ്പൊ താങ്കൾ അതല്ല ചെയ്ത്, താങ്കൾ കഷ്ടപ്പെട്ട് പഠിച്ചാണ് അത് മേടിച്ചെടുത്തത്. അല്ല, അതിൻ്റെ അകത്ത് ഞാൻ രണ്ട് വ്യത്യാസം പറയാം. അപ്പൊ എനിക്കൊരു ഓണറി ഡോക്ടറേറ്റും ഉണ്ട്, ഞാൻ തിസീസ് എഴുതിയ ഡോക്ടറേറ്റും ഉണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത വേണം, ഞാൻ രണ്ടിന്റെ അതിന്റെ ഡിഫറൻസ് കാണിച്ചു തരാം. അതായത് ഈ ഓണറി ഡോക്ടറേറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെ എഴുതിയിട്ടുണ്ടാവും, ഓണറിന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോ ഈ മറ്റേതിന്റെ താഴെ അത് എഴുതിയിട്ടുണ്ടാവില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കാണിക്കാം. ഇത് കണ്ടോ? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ കാണാൻ സാധിക്കില്ല എങ്കിലും ഒരു ഓണറി ഡോക്ടറേറ്റ് ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് സാജു വി തോമസ്, ദ ഡിഗ്രി ഓഫ് ഡോക്ടർ ഓഫ് ഫിലോസഫി എന്ന് എഴുതിയിട്ട് പിന്നെ അതിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതായത് ജനുവരി 20 ജനുവരി 2022. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ മാത്രമല്ല, ഏതാണ്ട് ഒരു 100-130 ആളുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അത് അവർ ഈ ഡിസ്റ്റൻസ് ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ള BTH, BD അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ ഇനി ഞാൻ അതിന്റെ എനിക്ക് ഒരു ഡീറ്റെയിലും വേണ്ട. താങ്കൾക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പല കാരണം നമ്മളൊരു ചർച്ച നടത്തുമ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി വേണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അച്ഛനെ, താങ്കൾ കണ്ടിട്ടുണ്ടാവും, ഒരു അച്ഛനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു. പുള്ളി ഒരു ഡോക്ടറാണ്, ഡോക്ടർ മനോജ് എന്ന് പറയും. അപ്പൊ ധാരാളം ഡോക്ടർമാര് നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറഞ്ഞത് ഇവരെല്ലാം ഈ കളിയാക്കാൻ എളുപ്പമാണ്, ഇവരൊക്കെ ചെയ്യുന്ന ഒരു ഒരു കാര്യമാത്ര പ്രസക്തമാണെങ്കിലും ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പറയുന്നത് 4 പേര് കേൾക്കണമെങ്കിൽ നമുക്കൊരു ഇതിന്റെ അകത്ത് ഈ ഓണറി ഡോക്ടറേറ്റും ഈ ഡോക്ടറേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല്, ഓണറി ഡോക്ടറേറ്റ് എടുത്ത് ആൾക്ക് ഡിഗ്രി എഴുതാൻ പറ്റത്തില്ല, PhD എഴുതാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ D.Main എഴുതാൻ പറ്റത്തില്ല. അത് എഴുതണം എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് HC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണറസ് കാസ്കാന്ന് ഉള്ള ഇത് ഷോർട്ട് ഫോം എഴുതണം. അതേസമയം ഇതിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് PhD എഴുതാം. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതിന് നിങ്ങൾ എപ്പോഴും നോക്കിയാൽ മതി, എവിടെ ആരും ഡോക്ടറിന് എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ ഡിഗ്രി എഴുതുന്നില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും, അത് ഓണറി ഡോക്ടറേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓണറി ഡോക്ടറേറ്റ് കൊടുക്കുന്ന ആൾക്കും ഡോക്ടറിന് എഴുതാം. ഇപ്പൊ റവറൻ ഡോക്ടർ, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ എത്രയോ പെന്റിക്കോസ്റ്റൽ പാസ്റ്റർമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഓണറി ഡോക്ടറേറ്റ് ഉണ്ട്. ഇനി അതിൻ്റെ അകത്ത് ഈ യൂണിവേഴ്സിറ്റി തന്നെ കേരളത്തിൽ ഒരുപാട് പേർക്ക് ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ പല ആളുകളുണ്ട്, പ്രമുഖന്മാരായ പല ആളുകളുണ്ട്. ഞാൻ ഇതിൻ്റെ ഈ ഗ്രാജുവേഷൻ സമയത്ത് ഇവിടെ തെലുങ്കാനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മുൻ MP അദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ. അപ്പോൾ ഓണറി ഡോക്ടറേറ്റ് കൊണ്ട് ഞങ്ങൾ 2 പേര് മാത്രം ഉണ്ടായിരുന്നുള്ളൂ തിസീസ് എഴുതിയ ഡോക്ടറേറ്റ് എടുത്തവരെ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഡിഗ്രി എഴുതി വെക്കാം, മറ്റുള്ളവർക്ക് അത് എഴുതി വെക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഒരു വിഷയമുള്ളൂ. അപ്പൊ എല്ലാവർക്കും സംശയം തീർന്നു എന്ന് വിചാരിക്കാം. നമുക്ക് മുമ്പോട്ട് പോകാം. സത്യത്തിൽ ഈ ചർച്ച ഇവിടെ നടത്തിയത് നമ്മൾ ഇവിടെ കോന്നിയിലെ വിവാദത്തോട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ താങ്കളെ പറ്റി കേൾക്കുന്നത്. സത്യത്തിൽ താങ്കൾ ഒരു തിയോളജിയിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ്. അപ്പൊ ഞാനിപ്പോ ചർച്ച ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല. ഇപ്പൊ ഞാൻ ആൽബർട്ടിന്റെ സ്ഥാനത്ത് നിന്ന്, അല്ലെങ്കിൽ ഗ്ലോറിയസ് ഗോസ്പലിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സോക്കോൾഡ് അപ്പോസ്തോലിക സഭകളുടെ ഇൻവേർട്ടഡ് കോമ അതിനകത്ത് നിന്നുകൊണ്ട് ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. താങ്കൾ അതിന് കൃത്യമായ മറുപടി പറയാം. എനിക്ക് അറിയാവുന്ന മറുപടി ആണെങ്കിൽ ഞാൻ പറയാം, അറിയത്തില്ലെങ്കിൽ എനിക്ക് ആ വിഷയത്തെ കുറിച്ച് അറിയത്തില്ലെന്ന് പറയാം. അല്ല, അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ അറിയാവുന്ന മറുപടിയാണല്ലോ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ഇപ്പൊ വേറെ ഒന്നുമല്ല, ഞാനിപ്പോ വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഇപ്പൊ കാരണം ആ ഒരു ചർച്ചയിൽ അങ്ങനെ ഒരു ചർച്ച നടക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ആൽബർട്ട് വന്നില്ല എന്ന് മറ്റേ പക്ഷം പറയുന്നു, ആൽബർട്ട് പോയി മറ്റേ ശരിയായില്ല എന്ന് ആൽബർട്ടിന്റെ ആൾക്കാർ പറയും.
ഏതായാലും നമുക്ക് എല്ലാവരും ഒത്തിരി പേര് അവർ താങ്കളും തന്നെ പറഞ്ഞു ഇതിനൊരു മറുപടി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, വെയിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ആ ഒരു ചർച്ചയിലോട്ട് കിടക്കാം. കാരണം ഇതിന്റെ വരുംവരായകളോ ബാക്കിയുള്ള ഇതിന്റെ പിറകിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. നമുക്ക് ഈ വിഷയം സാധാരണ ക്രൈസ്തവർക്ക് ഒരു ആവറേജ് ഒരു വിശ്വാസിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു, താങ്കൾ മറുപടി പറയും. നമുക്ക് ആ രീതിയിലുള്ള ആരെയും കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ ഒന്നുമല്ല. ചോദ്യം ചോദിക്കുന്നു, താങ്കൾ ഉത്തരം പറയുന്നു. ആൽബർട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു. താങ്കൾ ഒരു PhD കാരനാണ്, ഡോക്ടർ ഓഫ് തിയോളജി അല്ലെങ്കിൽ എന്താണ് ദൈവശാസ്ത്രത്തില് ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ്. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ കുറവാണ് ഈ ഒരു ഏരിയയിൽ. അപ്പൊ നമുക്ക് ആ ഒരു ചർച്ച മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ആൽബർട്ട് ചോദിച്ചത്, ആരാണ് നിങ്ങളുടെ ക്രിസ്തു? ഇതാണ് ചോദ്യം. ആരാണ് താങ്കളുടെ ക്രിസ്തു? ഒരു പെന്തക്കോസുകാരനോ, താങ്കളുടെ സ്വന്തം സഭയാണ്, എന്തായാലും പെന്തക്കോസ് എന്നുള്ള ലേബലാണല്ലോ ഉപയോഗിച്ചത്. അപ്പൊ അങ്ങനെ ആരാണ് ക്രിസ്തു? ഒറ്റ വാക്കിൽ ഉത്തരവാണെങ്കിൽ ഞാൻ പറയുന്നത് യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്നാണ് എനിക്ക് അതിനുള്ള മറുപടി. യേശു ക്രിസ്തു ദൈവപുത്രനാണ്. അപ്പൊ നമുക്ക് ഈ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള ഒരൊറ്റ ആൻസറിൽ തീരുന്ന ഒരു കാര്യമല്ല. കാരണം യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കുരുവിള കുളഞ്ഞിക്കൊമ്പലിനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾക്ക്? എനിക്കറിയില്ല, കേട്ടിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ തലക്കനം വന്നൊരു പണ്ഡിതനാണ്. സത്യത്തില് ഇവിടെയുള്ള പല ആൾക്കാരെക്കാളും വചന പരിജ്ഞാനമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ അല്ലാതെ ഞാൻ പറയാൻ ഒരു ആശയം കൂടെ, ഞാൻ എന്റെ പോയിന്റ് ഒന്ന് ഫോർവേഡ് ചെയ്തിട്ട് താങ്കൾ മുമ്പോട്ട് പറഞ്ഞു, കുഴപ്പമില്ല. ഞാൻ താങ്കൾക്ക് ഫുൾ അവസരം തന്നാണ്. അപ്പൊ താങ്കൾ ഒറ്റ വാക്കിൽ പറയുന്നത് നിർത്തിയോണ്ടാണ് ഞാനൊന്ന് വിശദീകരിച്ചത്. ദൈവപുത്രൻ എന്ന് താങ്കൾ പറഞ്ഞു. അപ്പൊ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ കുരുവിള കുളഞ്ഞിക്കൊമ്പന്റെ അടിസ്ഥാനത്തില് യേശു ക്രിസ്തു ദൈവപുത്രനാണ്. അപ്പൊ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ ദൈവമല്ല, ദൈവപുത്രൻ ദൈവമല്ല. യേശുക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തെക്കാൾ, യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവമാണ് യഥാർത്ഥ ദൈവം, യഹോവയായ ദൈവമാണ് യഥാർത്ഥ ദൈവം. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുന്നത് കൊണ്ട് യേശുക്രിസ്തു ദൈവമാവുന്നുണ്ടോ? മറുപടി പറഞ്ഞോട്ടെ? പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോദ്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതിൻ്റെ അകത്ത് ഞാൻ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബ്രദർ ചോദിച്ചത്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ബ്രദർ അങ്ങനെ ചോദിച്ചാൽ. ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് അപ്പോസ്തലന്മാര് പ്രതിദിനം തെളിയിച്ചു പോന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ പഠിച്ച, എന്നോടാണ് ഇപ്പൊ ഈ ആൽബർട്ട് യോഹന്നാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ദൈവം എന്നാണ് എനിക്ക് അതിന് ആൻസർ പറയാനുള്ളത്. അപ്പോൾ ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ദൈവത്തിന് വേണ്ട യോഗ്യതകൾ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് എഴുതി നോക്കണം. അപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ അല്പം മാറിപ്പോണ്ട്. നമ്മുടെ ചോദ്യം ഇതാണ്, യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ദൈവമാണോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ദൈവമാണ്. ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിനെ താങ്കൾ എങ്ങനെ കൗണ്ടർ ചെയ്യും? കാരണം യേശുക്രിസ്തു പിതാവിനെ ദൈവം എന്നാണ് വിളിച്ചിരിക്കുന്നത്. താങ്കളുടെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന അല്ലേ ആ ഒരു എന്താണ് പറയുന്നത്, ഒരു ഫോർമുല കൊണ്ടുവരുമ്പോൾ അത് എവിടെ നിന്നാണ് ആ ഫോർമുല വന്നത്? എവിടെ നിന്നാണ് താങ്കൾ? അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ ബ്രദർ ഒരു മിനിറ്റ് നിർത്തിക്കുക. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറഞ്ഞത്. അതായത് യേശു ക്രിസ്തു ദൈവമാണോ എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ ദൈവമാണ് എന്ന് പറയേണ്ടി വരും. അതിന് സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ ഇവിടെ ഉള്ളവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്, മാലിക് കാ ബേട്ട മാലിക് ഹോത്താ ഹെ എന്നൊരു ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞാൽ മുതലാളിയുടെ മകൻ മുതലാളി തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ ചില ആളുകളോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ട് ഒരു സാഹചര്യമുണ്ട്. മാലിക് കാ ബേട്ട മാലിക് ഹോത്താ എന്ന് പറഞ്ഞാൽ മുതലാളിയുടെ മകൻ മുതലാളി തന്നെയാണെന്നാണ് അതിൻ്റെ ഒരു ആശയം ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ദൈവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതിനെ അത് ത്രിയേകം എന്നോ അല്ലെങ്കിൽ അത് വ്യത്യസ്തമായിട്ടോ അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒന്നിനോട് വേർപെട്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രതിഭാസമാണ് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ 3 പേഴ്സൺ, അത് ഒരു വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന 3 പേഴ്സൺ ആയിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ വേർപെടുത്താൻ സാധിക്കുന്ന, അതായത് ഒരു വ്യക്തി 3 പേഴ്സണാലിറ്റി അല്ലെ? ഒരു വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന 3 പേഴ്സണാലിറ്റി എന്നുള്ളതാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, നമ്മൾ അതിനെ പറയുന്നു ത്രിയേക ദൈവം എന്ന് പറയുന്നു. അപ്പൊ ത്രിയേക ദൈവം എന്നൊരു വാക്ക് ബൈബിളിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിയാണ്. ഇദ്ദേഹത്തിന്റെ ട്രിനിറ്റി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി 3 പേഴ്സണാലിറ്റി, ശരിയല്ലേ? ഒരു വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന 3 പേഴ്സണാലിറ്റി, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് അത് ഏകമാണ്, അത് രണ്ടല്ല, അത് ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? 3 പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനിപ്പോ എന്റെ ഒരു സ്വഭാവം, പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ വ്യക്തിത്വം എന്നാണല്ലോ അർത്ഥം, ഒരു സ്വഭാവം. അതായത് ഞാൻ അല്ല, നമുക്കതിനെ ഞാൻ അത് ചിലപ്പോൾ പറഞ്ഞത് ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടായിരിക്കും. 3 പേഴ്സൺ എന്ന് പറയാം, 3 വ്യക്തിത്വം എന്ന് പറയാം. ഒന്നിൽ അടങ്ങിയിരിക്കുന്ന 3 വ്യക്തിത്വം, അതാണ് അതിന്റെ ഒരു അടങ്ങിയിരിക്കുന്ന 3 വ്യക്തിത്വം എന്നുള്ള ഒരു ഇതാണ് എനിക്ക് എൻ്റെ അകത്ത് മനസ്സിലായിട്ടുള്ളത്. അതായത് ഒരു വ്യക്തി 3 വ്യക്തിത്വം. അതായത് അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന ഒരു വാക്ക്, എന്നോട് കേട്ട വചനങ്ങളൊക്കെയും എൻ്റെ വചനങ്ങളല്ല, അത് എൻ്റെ പിതാവിന്റെ വചനങ്ങളത്രേ എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്, ഒരൊറ്റ സങ്കല്പമാണ്. അതിലടങ്ങിയിരിക്കുന്ന 3 വ്യക്തിത്വങ്ങളാണ് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ ഒരു പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതില് പിതാവ് ആകർഷിക്കുന്നു, പുത്രൻ വില കൊടുക്കുന്നു, പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ 3 വ്യക്തിത്വങ്ങളാണ്, വ്യക്തികൾ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു വ്യക്തി 3 വ്യക്തിത്വങ്ങൾ, അതല്ലേ? അതായത് ഒരു വ്യക്തിത്വ ഒന്നിൽ അടങ്ങിയിരിക്കുന്ന 3 ഡിഫറെന്റ് പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു വ്യക്തി 3 പേഴ്സണാലിറ്റി. വെരി ഗുഡ്. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകാം. ഇതാണ് യേശുക്രിസ്തുവിനെ പറ്റി താങ്കളുടെ അഭിപ്രായം. ഇതിപ്പോ യേശുക്രിസ്തു പിതാവ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണാലിറ്റിയാണ്, പുത്രൻ എന്ന് പറയുന്നത് വേറൊരു പേഴ്സണാലിറ്റിയാണ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വേറൊരു പേഴ്സണാലിറ്റിയാണ്. ഇത് 3 കൂടെ കൂടിയാലാണോ ദൈവമാവുന്നോ, അതോ ഓരോന്നും ദൈവമാണോ? ഇത് 3 കൂടുന്നതാണ് ദൈവം എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കല്പം, അഭിപ്രായം. അതായത് ഇപ്പൊ എന്നാൽ പിതാവ് മാത്രം ഉള്ളുവെങ്കിൽ അത് ദൈവം ആവില്ല. അല്ല, പിതാവ് മാത്രമാണെങ്കിൽ ദൈവം ആവില്ല അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ആകെപ്പാടെ കൺഫ്യൂഷൻ ആയി പോകും. അല്ലല്ല, ഞാൻ ചോദിച്ചത് 3 കൂടെ കൂടിയാലാണ് ദൈവം ആവുള്ളൂ. അല്ല, 3 പേരും കൂടെ കൂടിയാൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല 3 പേരും കൂടെ കൂടിയാൽ ദൈവം ആകുമെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെയാണ് ഒരു വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന 3 വ്യക്തിത്വങ്ങളാണ് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയെന്നാണ് ഞാൻ പറഞ്ഞത്. അത് 3 കൂടെ കൂടി ചേരുന്ന, മനസ്സിലായി. അപ്പൊ 3 ഇല്ലെങ്കിലും ദൈവമാവും, ഒരെണ്ണം മാത്രം ഉള്ളെങ്കിലും ദൈവമാവും, അത് 2 ഉണ്ടെങ്കിൽ ദൈവമാവും. അതിന് കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്ന ഇത്രേ ഉള്ളൂ. പിതാവ് ചെയ്യുന്ന പ്രവൃത്തി പുത്രൻ ചെയ്യുന്നുണ്ടോ, പുത്രൻ ചെയ്യുന്ന പ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ദൈവത്തിന്റെ ഗുണങ്ങളെ വെച്ച് വിലയിരുത്താനേ എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. അത് മനസ്സിലായി. ഞാൻ ചോദിക്കുന്ന ചോദ്യം, അപ്പൊ പുത്രൻ മാത്രമേ ഉള്ളൂ, പുത്രൻ മാത്രമേ ഉള്ളൂവെങ്കിൽ ദൈവം ആവോ? അല്ല, പുത്രൻ മാത്രം ഉള്ളെങ്കിൽ ദൈവം ആകുമോ എന്നുള്ളൊരു ചോദ്യം ഇല്ല അതിൻ്റെ അകത്ത്. പുത്രൻ മാത്രമല്ലോ, പിതാവും പരിശുദ്ധാത്മാവും ഉണ്ടല്ലോ. അപ്പൊ ചോദ്യം തെറ്റാണ്. അങ്ങനെ ഒരു ചോദ്യം ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദ്യം ചോദിക്കരുത്. ഓക്കെ, അപ്പൊ പിതാവ് മാത്രമാണെങ്കിൽ ദൈവം കറക്റ്റ് ആവും? പിതാവ് മാത്രമാണെങ്കിൽ അതല്ല ഞാൻ പറഞ്ഞ ആ ചോദ്യം അപ്രസക്തമാണ്. കാരണം ഈ 3 വ്യക്തിത്വങ്ങളും കൂടി അടങ്ങുന്നതാണ് ദൈവം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് 3 പേർക്കും ചെയ്യുന്ന 3 പ്രവൃത്തികൾ ഉണ്ടാവാം. പക്ഷേ അത് 3ഉം ഒരു പ്രതിഭാസം, നമുക്ക് വേണേൽ അങ്ങനെ പറയാം, ഒരു ദൈവം, ഒരു പ്രതിഭാസം. ദൈവം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. അതിൻ്റെ അകത്ത് 3 പേഴ്സണാലിറ്റി, 3 വ്യക്തിത്വങ്ങളാണ് ഈ പറഞ്ഞ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതായത് എന്നുള്ളതാണ് എന്റെ ഒരു പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ഒരു പ്രതിഭാസം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാൻ പറ്റും. പ്രതിഭാസം എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണ്, ലൈറ്റ്. ഇപ്പൊ ഞാൻ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് പ്രകാശം വരുന്നു, അതൊരു പ്രതിഭാസമാണ്. അല്ല,
അല്ല അങ്ങനെ ചോദിച്ചാൽ അതിന് എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ആശയം ഇത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കാനും ആഗ്രഹിക്കുന്നില്ല. അല്ല, ഇത് എന്തുകൊണ്ട് അതായത് ചോദിക്കണമെന്ന് ചോദിച്ചാൽ സാജു പാസ്റ്റർ, ഇപ്പൊ നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്കൾ ഒരു സഭയുടെ പാസ്റ്ററാണ്. രണ്ടാമത് ഇതാണ് നമ്മുടെ ആൽബർട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാണ് യേശു ക്രിസ്തു. തന്നെയല്ല, താങ്കൾ ഈ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ്. അപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർ ചോദിക്കുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സംശയം, ഇതിപ്പോ നാളെ ഒരു സുവിശേഷം വന്ന് പബ്ലിക് സ്റ്റേജിൽ വന്നിട്ട് ദൈവം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. കാരണം ഇത് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അജി എന്ന് പറഞ്ഞ ഒരാള് നമ്മളെയൊന്നും ആരും തന്നെ അറിയില്ല. പക്ഷെ താങ്കൾക്ക് അതിനുള്ള ക്രെഡൻഷ്യൽ ഉണ്ട്, താങ്കൾക്ക് അതിനുള്ള ക്രെഡിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ താങ്കൾ പറഞ്ഞ 3 വ്യക്തിത്വങ്ങളുള്ള ഒരു വ്യക്തി. ഇത് ഏതെങ്കിലും സഭ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാമല്ലോ, അതൊക്കെ നമുക്ക് വേറെ വിഷയം. ഞാൻ താങ്കളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, താങ്കൾ ഉത്തരം പറയുകയാണ്, ആരാണ് ദൈവം, ഈ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്കളുടെ കാഴ്ചപ്പാട് ദൈവം എന്ന് പറഞ്ഞൊരു പ്രതിഭാസമാണ്. ഞാനിത് സത്യത്തില് ഇത് ഞാൻ അനുകൂലിച്ചുകൊണ്ടെന്നല്ലോട് പറഞ്ഞു. ഞാനിത് ആൽബർട്ടിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ താങ്കളോട് ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ ഇതുവരെ എത്തി, ദൈവം എന്ന് പറയുന്നത് താങ്കളുടെ കാഴ്ചപ്പാടിൽ ഒരു പ്രതിഭാസമാണ്. ദൈവം എന്ന് അതായത് പറയുന്നത് പിതാവും ശരിയാണ്, ബ്രദർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം എന്നുള്ളതാണ് ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ പഠനത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ പിതാവിന്റെ കർത്തവ്യം, പുത്രന്റെ കർത്തവ്യം, പരിശുദ്ധാത്മാവിന്റെ കർത്തവ്യം എന്ന് പറയുന്നത് 3 രീതിയിലുള്ള കർത്തവ്യങ്ങളാണ്. എന്നാൽ അതിനെ വിഭജിക്കാൻ പറ്റാത്ത രീതിയിൽ അത് 3 ഒന്നാണ്. 3 പേർക്കും 3 രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. പിതാവ് ആകർഷിക്കുന്നു, പുത്രൻ അതിന് വില കൊടുക്കുന്നു, പരിശുദ്ധാത്മാവിനെ വഴി നടത്തുന്നു. ഇതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. വെരി ഗുഡ്. അതൊരു ബേസിക് ലെവൽ. ഇപ്പൊ നമ്മളൊരു കുട്ടിയോട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ താങ്കളെ പോലുള്ള ഒരാളെ കൊണ്ടുവരും. ഇപ്പൊ ഞാൻ റോഡിൽ കാണുന്ന ഒരാളോട് ചോദിക്കുകയാണ്, ഇപ്പൊ റോമൻ കത്തോലിക്കിനെ വിളിച്ചു മാറ്റിയിരുത്തി, അല്ലെങ്കിൽ ഒരു സുറിയാനിക്കാരനെ വിളിച്ചു മാറ്റിയിരുത്തിയിട്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നോട് ഒരു 6 വയസ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ദൈവം എന്താണ്. 6ാമത്തെ വയസ്സിൽ എനിക്ക് പറയാൻ പറ്റും. വേറെ ഒന്നുമല്ല, എനിക്ക് എന്റെ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ മതി. അതിപ്പോ താങ്കളെ പോലുള്ള ആളെ വിളിച്ചിരുത്തി എന്റെ സമയങ്ങളിൽ ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് കാര്യങ്ങളെ കുറച്ചും കൂടെ വിശദീകരിച്ച് പറയാൻ കഴിയുന്ന ഒരാൾ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ PhD കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഞാൻ ചോദിച്ചത്, ഇപ്പൊ ഈ ദൈവത്തില് 3 വ്യക്തിത്വങ്ങളാണുള്ളത്. വ്യക്തികളല്ല, വ്യക്തിത്വങ്ങളാണുള്ളത്. ഒരു വ്യക്തി, 3 വ്യക്തിത്വങ്ങൾ. അപ്പൊ ഈ 3 വ്യക്തിത്വങ്ങളില് ഏതെങ്കിലും ഒരു വ്യക്തിത്വം അല്പം മുകളിലോ താഴെയാണോ? അത് ഇത് രണ്ടും എല്ലാം ഒന്നാണോ? കാരണം യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് സകലരിലും വലിയവൻ. അപ്പൊ ഈ പിതാവല്ലേ വലിയവൻ? അതേ പുത്രനാണോ വലിയവൻ? അതോ പരിശുദ്ധാത്മാവാണോ വലിയവൻ? അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അതിന് കൃത്യമായ ഒരു ആൻസർ എന്ന് പറയുന്നത് ഒറ്റ വാക്യം അതിൻ്റെ അകത്ത് എനിക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെടും. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി എന്നൊരു വാക്യമുണ്ട്. അപ്പോൾ പിതാവിനോട് സമത്വമുള്ളവനായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിതാവിനോട് സമത്വമുള്ളവനായിരുന്നു. അപ്പൊ അവയെ തന്നിരിക്കുന്ന പിതാവ് സകലിലും വലിയവൻ എന്ന് പറഞ്ഞാലും പിതാവിനോട് സമത്വമുള്ളവനായിരുന്നു. പിതാവിനോട് സമത്വമുള്ള എന്നുള്ളതാണ്. പക്ഷെ താങ്കൾ പറഞ്ഞത് ഈ പിതാവ് എന്ന് പറഞ്ഞൊരു വ്യക്തിത്വമാണെന്നല്ലേ പറഞ്ഞത്? വ്യക്തിയല്ലല്ലോ. വ്യക്തി ഒരു വ്യക്തിയല്ലേ ഉള്ളൂ. ബ്രദറെ, നമ്മൾ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ആകെപ്പാടെ ആശയക്കുഴപ്പത്തിലായി പോകും. ഇത്രയും നമുക്ക് ഇതിൻ്റെ അകത്ത് അത്രേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ പറയാൻ ഞാൻ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ വിഷയത്തെക്കുറിച്ച് ഈ പറയുന്ന ആളുകളുടെ ഒക്കെ വീഡിയോകൾ കേട്ടതാണ്. 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഈ അനിൽ ബ്രദറിന്റെ ഒക്കെ വീഡിയോ ഞാൻ കേട്ടതാണ്, അനിൽക്കുടത്തോട്ടം ബ്രദറിന്റെ. പക്ഷെ എല്ലാ ആശയത്തിലും 3 മണിക്കൂർ 4 മണിക്കൂർ പറഞ്ഞു കഴിയുമ്പോഴും ഇത്രയും ആശയങ്ങൾ ഇവരും ആണെങ്കിലും ഇതിനകത്ത് പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ അനിൽക്കുടത്തോട്ടമോ അല്ലെങ്കിൽ വേറെ ആരുടെയും കാര്യമല്ല പറയണം. ഞാൻ താങ്കളോട് ബ്രദർ കേട്ടെ, താങ്കൾക്ക് ഈ വിഷയം, കാരണം ഇത് ചോദിക്കാൻ കാരണം താങ്കൾ പറഞ്ഞു ഇത് ഒരു സുവിശേഷന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല, അവരെന്തിനാണ് പോയത്. മനസ്സിലായി? താങ്കളാണ് ചോദിച്ചത് ഇതുപോലും അറിയാൻ പാടില്ലാത്തതിന് എന്തിനാണ് സുവിശേഷം പറയാൻ പോയത്. ഞാൻ ചോദിക്കുകയാണ്, ആരാണ് യേശു ക്രിസ്തു? ഒറ്റ ചോദ്യമുള്ളൂ. ഈ ചോദ്യങ്ങൾ കിടക്കുവാണ്, ഇങ്ങനെ ഒരു 4-5 ചോദ്യമുണ്ട്. അപ്പൊ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ, ആരാണ് യേശു ക്രിസ്തു? യേശു ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞു, ദൈവോത്തരം എന്ന് ഞാൻ പറഞ്ഞു. ഒറ്റ വാക്കിലല്ലല്ലോ നമ്മള് കാര്യങ്ങൾ ആൽബർട്ട് ചോദിക്കാനായിട്ടല്ലോ 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ താങ്കളുടെ കാഴ്ചപ്പാടിൽ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടന്നാലോ? ഇത് നല്ല രസകരമായിട്ട് മുമ്പോട്ട് പോയി. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടന്നാലോ? എന്താണ് നിങ്ങളുടെ സുവിശേഷം? എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഞാൻ പറഞ്ഞ ഇത്രയും പറയാനാണെങ്കിൽ നമുക്കൊരു ഡോക്ടറുടെ ആവശ്യമില്ല.
ഇതിപ്പോ അല്ല മനസ്സിലായി. അല്ല നമ്മൾ ഞാനും അല്ല ചോദിക്കുന്നത് ഞാൻ ബ്രദർ എന്നോട് ഈ ചോദ്യം ചോദിക്കും എന്ന് ചിന്തിച്ചല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അല്ല, ഇത് ബ്രദർ ഇത്രയും എനിക്ക് ആ ഒരു പഠനവും ലിസ്റ്റ് വിദ്യാഭ്യാസവും ഉള്ള ഒരാൾക്ക് ഇപ്പൊ ഇതുപോലെ നിസ്സാരമായ ഒരു ചോദ്യം എന്താണ് അല്ല സുവിശേഷം അത് എന്ന് ചോദിച്ചാൽ നിസ്സാരമായി പറയാൻ ഒറ്റ അല്ല വാക്കിലാണോ? അത് നിസ്സാരമായ ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാനതിന് കൃത്യമായ മറുപടി പറഞ്ഞു. ഉം, സുവിശേഷം എന്നാൽ എന്താണ്? ഉം, സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഉം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെന്നിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തു കൊള്ളുക. ഉം. അതാണ് എന്റെ സുവിശേഷം. ഓക്കെ. അതിൽ അപ്പൊ കൂടുതൽ എന്താണ് നമ്മൾ അപ്പൊ അതിനകത്ത് മറുപടി അപ്പൊ പറയുന്നത്? സുവിശേഷം എന്ന് പറഞ്ഞ ഒരു ഓർമ്മയാണ്, ശരിയാണോ? സുവിശേഷം എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു താങ്കളല്ലേ ഇപ്പൊ ക്രിസ്തുവാണ്. പറഞ്ഞ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതൊരു ഓർമ്മയാണ്, അതാണ് സുവിശേഷം. അപ്പൊ പറയേണ്ട ആവശ്യമില്ല. അല്ല ഞാൻ ഓർമ്മയാന്നല്ല പറഞ്ഞത്, യേശു ക്രിസ്തുവാണ് സുവിശേഷം താങ്കൾ എന്നാണ് ഞാൻ പറഞ്ഞത്. കോട്ട് ചെയ്ത വാക്യം എന്ന് പറയുന്നത് ഒരു ഓർമ്മയാണ്, ഉം. അല്ലെ? ദാവീദിന്റെ സന്തതിയായിട്ട് അല്ല ജനിച്ച് ഞാൻ ബ്രദറിനോട് മരിച്ച് പറഞ്ഞല്ലോ യേശു അവരെ ക്രിസ്തുവാണ് സുവിശേഷം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അല്ല, അത് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ ആൽബർട്ടിന്റെ സ്ഥാനത്ത് നിന്നാ ചോദിക്കുന്നത്. ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, താങ്കളെ സംബന്ധിച്ച് സുവിശേഷം എന്ന് പറയുന്നത് ഒരു ഓർമ്മയാണ്, ശരിയല്ലേ? അല്ല ഓർമ്മയാന്ന് ഞാൻ പറഞ്ഞില്ല, വാക്യം താങ്കൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ കോട്ട് ചെയ്ത വാക്യം ഇതാണ്: ദാവീദിന്റെ ആ സന്തതിയായിട്ട് ജനിച്ച് ഉം. മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അല്ല അങ്ങനെ ഒരു വാക്ക് വെച്ചാണ് നമ്മൾ പറയാനാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേറെ പറയാനായിട്ട് സാധിക്കും. ഉം. ഞാനിപ്പോ അപ്പൊ ബ്രദർ എന്നോട് ചോദിച്ചു, കുറച്ചുകൂടെ വിശദീകരിച്ച് പറയും എന്താണ് ഇനി സുവിശേഷം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ താങ്കൾ എന്നോട് ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായി, എന്താണ്? താങ്കളുടെ കാഴ്ചപ്പാട് മനസ്സിലായി. എന്താണ് സുവിശേഷം പറയും, ഉം. ചൂടെ വിശദീകരിച്ച് അല്ല പറയും. ഞാനത് പറഞ്ഞു, ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തുവാണ് സുവിശേഷം. അല്ല, അത് ഒറ്റ വാക്കിലല്ലേ? യേശു ക്രിസ്തുവാണ് അല്ല എനിക്കത് സുവിശേഷം. അല്ല ഞാൻ താങ്കൾ ചോദിക്കട്ടെ, സോളാ സ്ക്രിപ്ചറെ വിശ്വസിക്കുന്ന ആളാണോ? അല്ല ഞാൻ ചോദിക്കുന്നത് യേശു എനിക്ക് അങ്ങനെ ക്രിസ്തുവാണ് സുവിശേഷം എന്ന് പറഞ്ഞൊരു വാക്യം ബൈബിളിലുണ്ടോ? അല്ല ഞാൻ ചോദിക്കട്ടെ, എനിക്ക് പറയാനുള്ള ആൻസർ അതാണ്. അതിൽ കൂടുതൽ എനിക്കൊരു ആൻസർ പറയാനില്ല. സഹോദര, അതിപ്പോ താങ്കൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല, അതിനിപ്പോ താങ്കളെ പോലെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാളെ വേണ്ട, നമുക്ക് റോഡിലുള്ള ഒരു കുട്ടീനോട് ചോദിക്കും. ഞാൻ ചോദിച്ചു ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, പണ്ഡിതോചിതമായ ഒരു മറുപടി. ആൽബർട്ട് എന്ന് പറഞ്ഞ ഒരാള് വട്ടം കയറി നിന്നിട്ട് ചോദ്യം ചോദിക്കാം, താങ്കൾ അതിന് മറുപടി പറയാൻ താങ്കൾക്ക് റെഡിയാണെന്ന് താങ്കൾ പറഞ്ഞു. ഇതുപോലെ ഉപദേശിമാരാണോ സുവിശേഷം പറയാൻ പോണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ താങ്കളോട് ആൽബർട്ടിന്റെ സ്ഥാനത്ത് ഇപ്പൊ ചോദിക്കുകയാണ്, കാരണം താങ്കൾക്ക് അവിടെ അന്ന് എത്താൻ പറ്റിയില്ല. ഞാൻ ചോദിക്കുകയാണ്, എന്താണ് താങ്കളുടെ സുവിശേഷം? ഞാനതിന് മറുപടി പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു എന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. ഇതിൽ കൂടുതൽ ഒരടി മുമ്പോട്ട് പോകില്ല. യേശു ക്രിസ്തു ആണെന്ന് എന്താണ് യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നതാണോ? യേശു ക്രിസ്തു നല്ലൊരു മനുഷ്യനാണെന്നാണോ? എന്താണ് യേശു ക്രിസ്തു? യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണ്? യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ദൈവപുത്രനാണ്. യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചാണ് സുവിശേഷം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ദൈവപുത്രൻ എന്നുള്ള താങ്കള് പറഞ്ഞ ഒരു പരുവാക്കിയുണ്ട്, അത് നമ്മുടെ. അതെ, ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒറ്റ വാക്കിൽ തീർന്നു. യേശു ക്രിസ്തുവാണ് സുവിശേഷം. യേശു ക്രിസ്തുവാണ് സുവിശേഷം. യേശു ക്രിസ്തു നമുക്ക് ഭക്ഷണം, യേശു ക്രിസ്തു നല്ലൊരു മനുഷ്യനാണെന്നാണോ? യേശു ക്രിസ്തു നല്ലൊരു ഭരണാധികാരിയാണെന്നാണോ? നല്ലൊരു ഫിലോസഫർ ആണെന്നാണോ? ഒരു സോഷ്യൽ വർക്കർ? എന്താണ് യേശു ക്രിസ്തു? യേശു ക്രിസ്തു ഫിലോസഫറോ ഭരണാധികാരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ഒരു രക്ഷയുടെ സന്ദേശത്തെയാണ് സുവിശേഷം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് എവിടെ നിന്നാണ്, എന്താണ് റഫറൻസ്? താങ്കൾ ഒരു PhD കഴിഞ്ഞ ഒരാളാണ്, അപ്പൊ നമുക്കൊരു അതിന് പ്രത്യേകിച്ച് എന്താണ് റെഫറൻസ് പറയേണ്ടത്? പറയൂ. എനിക്ക് നമ്മൾക്കറിയാലോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഒരു തീസിസ് സമർപ്പിക്കുന്നത്. ഒരു തീസിസ് സമർപ്പിക്കുമ്പോൾ ആദ്യം ഒരു പോയിന്റ് എഴുതിയാൽ പോലും നമുക്ക് അതിന് കൊട്ടേഷൻ. നിങ്ങൾ ഏത് റെഫറൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തീസിസ് സമർപ്പിക്കുന്നത്? ആയിക്കോട്ടെ, എന്തു ആയിക്കൊള്ളട്ടെ. ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ ഏത് റെഫറൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തീസിസ് സമർപ്പിച്ചു? ആയിക്കോട്ടെ, ഏത് റെഫറൻസ് സിസ്റ്റം ആയിക്കൊള്ളട്ടെ. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത്. ആയിക്കോട്ടെ, ഏത് റെഫറൻസിങ് സിസ്റ്റം ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അല്ല എനിക്കത് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ മറുപടി പറയുന്നത്. സഹോദര, നിങ്ങൾ തീസിസ് സമർപ്പിച്ചല്ലോ, അതിനകത്ത് ഇപ്പൊ ബ്രദർ ചോദിക്കുന്ന ചോദ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ ക്ലിയർ. ആദ്യം ബ്രദറോട് ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മതി. ഞാൻ താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ താങ്കൾ ഒരു റെഫറൻസിങ് സിസ്റ്റം ഉപയോഗിച്ചല്ലേ ഇത് കേട്ടെ, ഈ കാര്യം നിങ്ങൾ പറഞ്ഞിട്ട് മുമ്പോട്ട് പോയാൽ മതി എന്നുള്ളൊരു സമീപനം ശരിയല്ല. ഞാൻ എന്റെ ആശയം പറഞ്ഞു. ഇല്ല, ഞാൻ താങ്കളൊരു ചോദ്യം ചോദിക്കുക, നിങ്ങൾ അത് മനസ്സിലാക്കില്ല. ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. യേശു ക്രിസ്തുവാണ് സുവിശേഷം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രക്ഷയെ കുറിച്ചാണ് സുവിശേഷം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായി. താങ്കൾക്ക് അത് മുമ്പോട്ട് പോയി. ഞാൻ ചോദിച്ചത് താങ്കൾ ഒരു കാര്യം, താങ്കൾ ഏത് റെഫറൻസിങ് സിസ്റ്റം ആണ് ഉപയോഗിച്ചത് താങ്കളുടെ തീസിസ് സമർപ്പിച്ചത്? ആയിക്കോട്ടെ, അത് ഏത് റെഫറൻസ് സിസ്റ്റം ആയിക്കൊള്ളട്ടെ. താങ്കളോട് ഇതിനുള്ള മറുപടി പറഞ്ഞതിന് സംതൃപ്തി ആയോ ഇല്ലയോ അത് പറ.
ഞാനത് താങ്കൾ പറഞ്ഞത് സംതൃപ്തി ആവാത്തതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഞാൻ ഇത് താങ്കളുടെ മറുപടി ഇട്ടിട്ടാണ് എനിക്ക് വേറൊരു കാര്യം പറയാൻ. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിന് ആൻസർ ആയോ, അല്ലെങ്കിൽ സംതൃപ്തി ആയോ എന്ന് ആദ്യം പറയുക. ആയില്ല. ആയില്ല. ആയില്ലെങ്കിൽ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. നമുക്ക് അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. താങ്കൾ ഇപ്പൊ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഞാൻ താങ്കളത് മറുപടി പറഞ്ഞില്ല. താങ്കൾ ഇപ്പൊ ഒരു തിസിസ് സമർപ്പിച്ചല്ലോ. തിസിസ് സമർപ്പിച്ചപ്പോ താങ്കൾ ഒരു റെഫറൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടോ? അത് ഏത് സിസ്റ്റം ആണെന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം അതിനകത്തൊരു ചോദ്യം, അടുത്ത ചോദ്യത്തിന് വേണ്ടിയാണ്. അതിപ്പോ ഞാൻ താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ അടുത്ത ചോദ്യം ചോദിച്ചോ. അതായത് റെഫറൻസ് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം താങ്കൾക്ക് ഇതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. താല്പര്യമില്ല. ഓക്കെ. അതിനകത്ത് ആ തിസിസിൽ അത് നോക്കിയിട്ട് പറയാൻ പറ്റൂ? അല്ല, അതല്ല, താങ്കൾ അടുത്ത ചോദ്യം ചോദിച്ചു. എനിക്കിപ്പോ ആ വിഷയത്തെ കുറിച്ച് പറയാനായിട്ട് താല്പര്യമില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു, ആരാണ് യേശു ക്രിസ്തു? അപ്പൊ നമ്മളത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചർച്ച പോയി. രണ്ടാമത്തെ ചോദ്യം, എന്താണ് സുവിശേഷം? താങ്കൾക്ക് ഒറ്റ വാക്കുള്ളൂ, യേശു ക്രിസ്തുവാണ് സുവിശേഷം. അപ്പൊ ഇത്രയും അവിടെയുള്ള സുവിശേഷന്മാര് പറഞ്ഞായിരുന്നു. ഇത്രയും ചോദ്യങ്ങള് അവിടെയുള്ള ആ പാവം പിടിച്ച എന്ന് താങ്കൾ പറഞ്ഞ ആ സുവിശേഷന്മാര് അല്ലെങ്കിൽ ആ പാസ്റ്റർമാര് പറഞ്ഞിരുന്നു. യേശു ക്രിസ്തുവാണ് സുവിശേഷം. ഞങ്ങൾ യേശു ക്രിസ്തുവിനെ പറ്റി പറയും. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും അല്ല അയാൾ ചോദിച്ചത്, ആരാണ് നിങ്ങളുടെ യേശു ക്രിസ്തു? ഈ യേശു ക്രിസ്തുവിന് നിങ്ങളുമായിട്ട് എന്താണ് ബന്ധം? ഇനി അതൊന്ന് പറയും, യേശു ക്രിസ്തുവായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം എന്താണ്? യേശു ക്രിസ്തുവായിട്ട് എനിക്കുള്ള ബന്ധം എന്ന് പറയുന്നത്, ഞാൻ ബൈബിൾ പഠിക്കുന്നു, വായിക്കുന്നു, മനസ്സിലാക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് അന്നേരം ഒരു ചോദ്യം നിങ്ങൾ തിരിച്ചു എന്നോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ 1-ാം നൂറ്റാണ്ടിലെ സഭകളും നിങ്ങളുമായിട്ട് എന്താണ് ബന്ധം? അന്നുള്ള യേശു ക്രിസ്തു നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നായിരിക്കും എന്നൊരു നോർമൽ ചോദ്യം വരാം. യേശു ക്രിസ്തുവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അതാണ് എൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, താങ്കൾ മേടിച്ച അയലക്കത്തെ കടയിൽ നിന്ന് മേടിച്ച 100 രൂപ കൊടുത്ത് മേടിച്ച ബൈബിളിൽ താങ്കൾ വായിച്ച് എറിഞ്ഞ ഒരാളുമായിട്ടുള്ള ബന്ധമാണ്. ഇതാണ് അവരുടെ ഒരു വാദം. അത്രേ ഉള്ളൂ. ഞാൻ 100 രൂപ കൊടുത്ത് മേടിച്ച ബൈബിളിലല്ല. ഞാൻ ജനിച്ചു വളർന്നപ്പോൾ മുതൽ ഞാൻ പോയ ചർച്ച് എന്നെ പഠിപ്പിച്ചു. എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചു. എനിക്ക് അന്നേരം അവർ കാണിച്ചു തന്ന ഒരു യേശു ക്രിസ്തുവിനെ കാണിച്ചു തന്നു. ഞാനതിൽ വിശ്വസിച്ചു, ഞാൻ അംഗീകരിച്ചു, ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അങ്ങനെയാണ് എനിക്ക് യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധവും. അതായത് താങ്കളുടെ അപ്പനും അമ്മയും പറഞ്ഞിരുന്നുകൊണ്ട് താങ്കൾക്ക് അതെന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അത് മനസ്സിലാക്കി. അങ്ങനെ യേശുവുമായിട്ടുള്ള ഒരു ബന്ധം എനിക്കുണ്ടായി. താങ്കളുടെ അപ്പനും അമ്മയും പറഞ്ഞു തന്നുകൊണ്ട് താങ്കൾക്ക് യേശു ക്രിസ്തുവിനെ മനസ്സിലായി. അങ്ങനെ യേശു ക്രിസ്തുവായിട്ടൊരു ബന്ധം ഉണ്ടായി. ഇതാണ് താങ്കൾ യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധം. അല്ല, ഞാൻ വളർന്ന സഭയില് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആണോ അതോ മറ്റേ ഇവാഞ്ചലിക്കൽ ആണോ അതെയോ? ഞാൻ TPM ചർച്ചിലാണ് ജനിച്ചു വളർന്നെന്ന് ബ്രദറിനോട് പറഞ്ഞല്ലോ. അപ്പൊ ആ TPM സഭയില് പരിചയമുള്ള അവിടെ നിന്നാണ് യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധം വന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് യേശുവിനെ കുറിച്ച് ഞാൻ ആദ്യം അറിയുന്നത്. അപ്പൊ ആദ്യം ചോദിച്ചപ്പോ ബൈബിൾ എന്നൊരു കാര്യം പറഞ്ഞു. ബൈബിളുമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. TPM സഭയിൽ നിന്നാണ് അത് കണക്ട് ചെയ്തത്. അല്ല, ബൈബിളുമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ ബൈബിൾ എനിക്ക് ലഭിച്ചു. ഞാൻ ആ ബൈബിൾ വായിച്ചു, പഠിച്ചു, മനസ്സിലാക്കി. അതല്ലാതെ പിന്നെ എന്താണ് ബന്ധം ഇരിക്കുന്നത്? അല്ലാതെ വേറെ ബന്ധമൊന്നുമില്ല. അതായത് ഈ ബൈബിൾ താങ്കൾക്ക് എവിടെ ബൈബിൾ കിട്ടിയത്? അല്ല, ഞാൻ ചോദിക്കുന്നത്, എനിക്കും താങ്കൾക്കും ബൈബിൾ ലഭിച്ചു. അല്ലല്ല, എനിക്കും ബൈബിൾ ലഭിച്ചു. സഹോദര, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇത് സംഭവം എന്ന് പറഞ്ഞ ബ്രദർ എന്നോട് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് തിരിച്ചു ചോദിക്കാൻ അവസരമില്ല. അതാണ് അതിന്റെ അകത്ത് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതാണ് കുഴപ്പം. ആൽബർട്ട് ചെയ്തതല്ലേ സഹോദര, പുള്ളി തിരിച്ചു ബ്രദറെ, ഞാൻ എന്റെ ആശയം മനസ്സിലാക്കുക. ഞാനിപ്പോ ബ്രദറിനോട് ചോദിക്കാനല്ല ഇരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും എനിക്കറിയാവുന്ന മറുപടിയാണ് ഞാൻ താങ്കളോട് പറയുന്നത്. ഇതൊന്നും എന്റെ അല്ല. ഇതൊന്നും ഒരു ചോദ്യം പോലും എന്റെ അല്ല. ബ്രദറിന് മനസ്സിലായോ? ഈ ചോദ്യങ്ങളൊന്നും എന്റെ അല്ല. ഞാനിപ്പോ സ്വന്തമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് സാധനങ്ങൾ കിടക്കണ്ട് താങ്കൾ പറഞ്ഞു എടുക്കാൻ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ആൽബർട്ട് പറഞ്ഞ ചോദ്യങ്ങൾ മാത്രം താങ്കളെ മുമ്പിലോട്ട് ഇടുവാണ്. എന്താണ് വിശേഷം? ആരാണ് യേശു ക്രിസ്തു? യേശു ക്രിസ്തുവായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്? വളരെ രസകരമായ ചർച്ചയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർ കാണും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടന്നാലോ? ആരാണ് യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ താങ്കൾക്ക് യേശു ക്രിസ്തുവിനെ കിട്ടിയത് പിന്നെ TPM സഭയിൽ നിന്നാണ് കിട്ടിയത്. ബൈബിളുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബൈബിളുമായിട്ടുള്ള ബന്ധം, ഞാൻ ബൈബിളിൽ താങ്കൾ വായിച്ചു, കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി, അതാണ് ബൈബിളുമായിട്ടുള്ള ബന്ധം.
ഈ ഈ ബൈബിൾ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി എന്തായിരിക്കും പറയുന്നത്? ഈ ബൈബിള് ബൈബിൾ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലഭിച്ച ബൈബിൾ അനുസരിച്ച് ബൈബിൾ ലഭിച്ചത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ്? അപ്പോസ്തലന്മാരും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരും അല്ല, അത് ഇപ്പൊ കേൾവിക്കാർക്ക് എല്ലാവർക്കും അറിയില്ല. ഒരുപക്ഷെ താങ്കൾക്ക് അറിയായിരിക്കും, താങ്കൾ PhD കഴിഞ്ഞാണ്. അപ്പൊ സാധാരണക്കാർക്ക് എങ്ങനെയാണ് താങ്കളുടെ കയ്യിൽ ബൈബിൾ കിട്ടിയത്? പറയും. എനിക്ക് ലഭിച്ച ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ച ബൈബിള്, അതാണ് എനിക്ക് ലഭിച്ചത്. അതിന്റെ പിന്നിലുള്ള ക്രോഡീകരണം, അതായത് നമ്മുടെ സത്യം പബ്ലിക്കേഷനിൽ നിന്ന് മേടിച്ച ബൈബിൾ, സത്യം പബ്ലിക്കേഷന്റെ അല്ല, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബൈബിളാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ബൈബിൾ സൊസൈറ്റി ആ ബൈബിൾ സൊസൈറ്റി ഉണ്ടാക്കിയത് അല്ല ബ്രദർ, ഇങ്ങനെ ചോദിച്ചാൽ ഇത് എന്റെ ബൈബിൾ സൊസൈറ്റി ആണോ ബൈബിൾ ഉണ്ടാക്കിയത്? അത് തന്നെയാണ്, ഇങ്ങനെയാണ്. അല്ല, ഞാൻ താങ്കളോട് കേട്ടോ, ബൈബിൾ സൊസൈറ്റി ആണോ ബൈബിൾ ഉണ്ടാക്കിയത്? അത് തന്നെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ താങ്കളോട് മറുപടി പറയൂ. താങ്കൾക്ക് ഈ വിഷയത്തെ കുറിച്ച് എവിടെ നിന്നാണ് ബൈബിൾ? അല്ല, ബൈബിൾ സൊസൈറ്റി ആണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ബൈബിൾ സൊസൈറ്റി ആണോ ബൈബിൾ ഉണ്ടാക്കിയത്? ഞാൻ അതല്ലേ താങ്കളോട് ചോദിക്കും. താങ്കളുടെ ബൈബിളിലെ ക്രോഡീകരണം നടന്നത് എങ്ങനെയാണെന്നും അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെങ്കിൽ എന്നും ആരാണ് ഈ ബൈബിൾ എഴുതിയെന്നൊക്കെ കൃത്യമായിട്ട് ബ്രദറിന് അറിയാമേലേ? സഹോദര, എനിക്ക് അറിയാവുന്നുള്ളൂ. നമ്മളിവിടെ എന്നിട്ട് അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് ബ്രദർ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് ലഭിച്ച ബൈബിളാണോ നിങ്ങൾ അവിടെ എന്തർത്ഥമാണ് ചോദിക്കുന്നത്? സഹോദര, ആൽബർട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ആൽബർട്ട് ചോദിക്കട്ടെ, ആൽബർട്ട് ചോദിച്ചാൽ അതിന് മറുപടി പറയാലോ. എന്നാ പറയൂ. അതുകൊണ്ട് ഞാൻ തുടങ്ങിയപ്പോഴും പറഞ്ഞു ഞാൻ ആൽബർട്ടാണ്. താങ്കൾ എങ്ങനെ ആൽബർട്ട് ആകുന്നത്? അത് പറ. താങ്കൾ എങ്ങനെ ആൽബർട്ട് ആകുന്നത്? നമ്മുടെ ചർച്ചയുടെ വ്യവസ്ഥ എന്തായിരുന്നു? നമ്മുടെ വ്യവസ്ഥ എന്താ? താങ്കൾ എന്നോട് ഈ വിഷയമൊന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞത് അവിടെ പരാജയപ്പെട്ടു പോയ ആ സംവാദത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? താങ്കള് എല്ലാം കൊണ്ടും ഈ വിഷയത്തിൽ ഉത്തരം പറയാൻ കഴിവുള്ള ഒരു ഡോക്ടർ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഇതിനെല്ലാം ഉത്തരം പറയാൻ കഴിവുള്ള. നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന അതേ രീതിയിൽ ഒരുപക്ഷെ അതിനേക്കാൾ ഒരു കട്ട കൂട്ടിപ്പിടിച്ച് ഞാൻ ചോദിക്കുകയാണ്. ആയിക്കോട്ടെ, ആൽബർട്ട് ചോദിക്കേണ്ട ചോദ്യം ഇപ്പൊ ബ്രദർ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടല്ലോ. ചോദിക്കാനാണോ? ആൽബർട്ട് ആ ചർച്ചയിൽ വന്ന് ആൽബർട്ട് ഒളിച്ചോടി. അല്ല, ഞാൻ ചോദിക്കുന്നത് അതേ സമയത്ത് താങ്കള് ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരുടെയും മുഖമടച്ച് ആൽബർട്ട് എന്ന് പറഞ്ഞ് ഞാൻ വേണേ എന്റെ പേരും കൂടെ മാറ്റിയോടെ എന്താ. എന്നിട്ട് താങ്കൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് പിന്നെ നമ്മുടെ എന്റെ പേരും പറഞ്ഞല്ലോ, അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം താങ്കൾക്ക് ചെയ്തു എന്ന് വരുമല്ലേ? താങ്കൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. പറയൂ, എന്താണ്? അങ്ങനെ എനിക്ക് അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ എന്നോട് ചോദിക്കാൻ എന്നോട് ആദ്യം സംസാരിച്ച എന്താണ്? അവിടെ ചർച്ച പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാര്യം എന്താണ്? ആൽബർട്ട് ചോദിച്ച ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പൊ നിങ്ങൾ അതിന്റെ അകത്തൊരു കൗശലക്കാരന്റെ ബുദ്ധി പ്രയോഗിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സ്ട്രേറ്റ് മോശമല്ല അങ്ങനെ പറയുന്നത്. ഞാൻ തുടങ്ങിയപ്പോഴേ അതെങ്ങനെ അങ്ങനെ പറയുന്നത്? എന്നോട് ബ്രദർ എന്നോട് ബ്രദർ പറഞ്ഞ കാര്യം എന്താണ്? മോശമാണ്. ഞാൻ ബ്രദറെ എന്നോട് ബ്രദർ പറഞ്ഞ കാര്യം എന്താണ്? അവിടെ ആ ചർച്ച പരാജയപ്പെട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ലേ താങ്കൾ പറഞ്ഞു. അതായത് ഈ ചർച്ച തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, ആൽബർട്ടിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു, താങ്കൾ മറുപടി പറയുന്നു. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു? എന്നോട് അങ്ങനെയല്ല ബ്രദർ പറഞ്ഞത്. പറയാം. എന്നോട് ഇതിനു മുമ്പ് എന്നെ ഒരു 3 ദിവസം മുമ്പ് വിളിച്ച് എന്നോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ബ്രദർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അവിടെ ആ ചർച്ച പരാജയപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളാണ് ചോദിക്കുന്നില്ല പറഞ്ഞ. അല്ലാതെ ഇവിടെ ആൽബർട്ട് യോഹന്നാൻ പറഞ്ഞ യേശു ആരാന്നോ ബൈബിൾ എങ്ങനെ കിട്ടി നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത്? താങ്കൾ തന്നെ പറഞ്ഞല്ലോ ഇതാണ് ചോദ്യങ്ങൾ. താങ്കൾ തന്നെ അവിടെ പോയിന്റ് ചെയ്യണ്ട. 5 6 ചോദ്യങ്ങൾ പോയിന്റ് ചെയ്യണ്ട. ആ ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ, ആരാണ് യേശു ക്രിസ്തു? അല്ല, താങ്കൾക്ക് അവിടെ ആ ചർച്ച പരാജയപ്പെട്ടതിൽ ഞാൻ പറഞ്ഞ അലിഗേഷനും അത് നിങ്ങളും മറ്റേ സംഘടനയുണ്ടല്ലോ പ്രശ്നം. അല്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ സംഘടനയുടെ പാർട്ടല്ല. ആദ്യമേ താങ്കൾക്ക് അറിയാം, അജുൻ അറിയാതെ എനിക്കറിയാം. താങ്കൾ ഈ സംഘടനയുടെ പാർട്ടല്ലെങ്കിലും അവരുടെ വീഡിയോയ്ക്കെല്ലാം താങ്കൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കമന്റ് എഴുതുന്ന വ്യക്തിയാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ താങ്കളെ കുറിച്ച് നോക്കി. താങ്കളുടെ താഴെയുള്ള ആ വീഡിയോകളും കാര്യങ്ങളെല്ലാം സംഘടനയെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല സഹോദര. നിങ്ങളാണ് അങ്ങോട്ട്. ഞാൻ താങ്കളോട് ചോദിക്കുന്ന ചോദ്യം വളരെ എനിക്കത് വിഷയമല്ല. ഇപ്പൊ താങ്കൾ എന്നോട് ഞാൻ ചോദിക്കട്ടെ, താങ്കൾ എന്നോട് ചോദിക്കുകയാണ് ബൈബിൾ സൊസൈറ്റി തന്ന ബൈബിൾ ആണോ നിങ്ങളുടെ ബൈബിള് എന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് ഞാൻ താങ്കളോട് പറയേണ്ടത്? ഇതാണ് സഹോദര അവർ ചോദിക്കുന്ന, ആൽബർട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. മറുപടി പറയും. ഇതിനെന്ത് മറുപടിയാണ് പറയുന്നത്?
ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഉം. എന്നോടാണ്, എനിക്ക് നിങ്ങളുടെ ആരുടെയും പണ്ഡിതോചിതമായി ആവശ്യമില്ല മറുപടി യേശു പറയൂ, ക്രിസ്തുവിനെ കാണാൻ. അങ്ങനെ അല്ല എന്ന് തെളിയിക്കൂ സഹോദര. അല്ല, അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും ആവശ്യമുണ്ടോ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാനും അല്ലെങ്കിൽ ബൈബിൾ വിശ്വസിക്കാനും നിങ്ങളുടെ ആരുടെയെങ്കിലും അവകാശം എനിക്ക് ആവശ്യമുണ്ടോ, അധികാരം ആവശ്യമുണ്ടോ? പറ. ഇപ്പൊ എന്നോട് തിരിച്ചു ചോദിക്കണം. അല്ല, ഞാനതല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ താങ്കൾ എന്നോട് സഹോദര, ചോദിച്ചു നിങ്ങൾ നിങ്ങൾ എന്തിനാ കേക്ക്, യേശുവിനെ വിശ്വസിക്കുന്നത് നിങ്ങൾ ചോദിച്ചാൽ ഒരു ഞാൻ ഡോക്ടറാണ്. യേശുവിനെ ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്ത് വിശ്വസിക്കുന്നത് വളരെ എന്നുള്ളത് സിമ്പിളായ താങ്കളോട് ചോദ്യം, ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ സിമ്പിളായ ചോദ്യം ചോദിക്കുകയാണ്. ഞാനും താങ്കളോട് വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങളൊന്ന് തിരിച്ചു മറുപടി ചോദിച്ചത്. നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങൾ എന്നെ സംസാരിക്കാൻ ഇപ്പൊ ആ, അനുവദിക്കുന്നില്ല. ഞാനാണ് ഇവിടെ ചോദ്യം ചോദിക്കേണ്ടത്, നിങ്ങൾ സംസാരിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല. വളരെ കുറച്ചധികം നേരമായിട്ട്. വളരെ സിമ്പിളായ ചോദ്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ബൈബിൾ കിട്ടിയത്? പറയൂ. അല്ല, അതിന് വിമർശനകരമായ രീതിയിൽ പറഞ്ഞല്ലോ. നിങ്ങൾ ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾ 10 രൂപ കൊടുത്ത് മേടിച്ച ബൈബിൾ അല്ലേ നിങ്ങൾ ചോദിച്ചു. അതുപോലെ പണ്ഡിതോചിതമായ മറുപടി പറയൂ. അല്ല, പണ്ഡിതോചിതമായി എന്താ മറുപടി പറയുന്നത്? കാലാകാലങ്ങളിൽ കൈമാറി വന്ന ഉം. രീതിയിൽ എനിക്ക് ബൈബിൾ കിട്ടി, അതുപോലെ താങ്കൾക്കും ബൈബിൾ കിട്ടി. ഇതാണ് ഉത്തരം. അതായത് ഒരു AD 1-ാം സഹോദര, നൂറ്റാണ്ടിൽ ഇതൊരു ബേസ് ലെവൽ പോലും അപ്പോസ്തലന്മാരും ആയിട്ടില്ല. ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസോ. അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരും താങ്കൾ ഒരു ഡോക്ടറാണ്. അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുമായി ബന്ധപ്പെട്ട ആളുകൾ ബൈബിൾ ഓരോ ലേഖനങ്ങളായിട്ട് എഴുതി, ഉം. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതി. ഉം. ആ ജീവചരിത്രം പിന്നീട് ക്രോഡീകരിക്കപ്പെട്ടു. ഉം. ആരാണ് ക്രോഡീകരിക്കപ്പെട്ടതിന് ശേഷം ക്രോഡീകരിച്ചത്? ആരെങ്കിലും ആയിക്കൊള്ളട്ടെ. സഹോദര, താങ്കൾ ഒരു ഡോക്ടറാണ്. അല്ല, ഞാൻ ഞാൻ താങ്കൾ ചോദിക്കട്ടെ, ചോദ്യം ചോദിക്കേണ്ട അതിന്റെ ആധികാരികതയിലാണ്. ക്രോഡീകരിച്ചോട്ടെ. താങ്കൾ എന്നോട് ചോദിച്ചു എന്താണ്? നിങ്ങൾക്ക് നിങ്ങൾ 10 രൂപ കൊടുത്ത് മേടിച്ച ബൈബിളിലുള്ള യേശുവിനെയാണോ നിങ്ങൾ സഹോദര, അംഗീകരിക്കുന്നത്? ഇത് എന്റെ ചോദ്യമല്ല. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവാത്തത്? ഇതൊന്നും എന്റെ ചോദ്യമല്ല. എനിക്ക് ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ലെന്നേ. അത് അപ്പൊ ഈ ചോദ്യങ്ങളാണ് അല്ല, ആൾക്കാർ ഇവിടെ ഞാൻ ചോദിച്ചത്. ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കണം നിങ്ങൾ നിങ്ങളുടെ എന്തിനാണ് അടുത്ത് യേശുവിനെ അറിഞ്ഞെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ എന്റെ പറഞ്ഞു വ്യക്തിപരമായ ഞാൻ അവിടെ കാര്യത്തിൽപ്പെട്ട പോയെങ്കിൽ കാര്യമാണ്. ഞാൻ മറുപടി കൊടുത്തേനെ, ഇവർക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ ഈ അല്ല, ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, അവരെ അത് ഞാൻ എന്റെ പറയാൻ വ്യക്തിപരമായ അനുവദിക്കൂ. എന്നെ ഒന്ന് പറയാം, എന്റെ ഷോയിൽ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ പ്ലീസ്. പറ. അതായത് താങ്കൾക്ക് ഇപ്പോഴും ഞാൻ പറയാൻ പറഞ്ഞ അനുവദിക്കുന്നില്ല സുഹൃത്തെ. അല്ല, താങ്കൾ ഞാൻ എന്നെ ചോദിക്കുന്നത്, പറയാൻ താങ്കൾക്ക് അനുവദിക്കുകയില്ല. അവിടെ ചർച്ച പരാജയപ്പെട്ടതുമായി ലെറ്റിംഗ് മീ ബന്ധപ്പെട്ട് സ്പീക്ക്. അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? താങ്കൾ എന്നെ പറയാൻ അനുവദിക്കുന്നില്ല. ഞാൻ ഒരു അല്ലെങ്കിൽ അക്ഷരം താങ്കൾ പറയാൻ അനുവദിക്കുന്നില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഈ ചോദ്യം ചോദിക്കാനാണെങ്കിൽ അത് ഇപ്പൊ എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതല്ല നമ്മുടെ വിഷയം. ഇതാണ് വിഷയം. നിങ്ങൾ എന്നോട് ഞാനൊന്ന് എന്നോട് പറയാൻ പറഞ്ഞ പറ്റും. എന്താണ്? എനിക്കൊന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇത് ഞാൻ പറഞ്ഞിട്ട് അല്ല, പറഞ്ഞു. എനിക്കൊന്ന് എന്നോട് സംസാരിക്കാൻ പറ്റുമോ? എന്റെ ഷോയിൽ എന്നോട് പറഞ്ഞ കാര്യം എന്താണ്? എനിക്കൊന്ന് അവിടെ സംസാരിക്കാൻ ചർച്ച പറ്റുമോ? അല്ല, സഹോദരൻ, ഞാൻ എനിക്കൊന്ന് സംസാരിച്ചു. സംസാരിക്കാൻ പറ്റുമോ? ആ ആ എന്താണ് ചർച്ച പരാജയപ്പെടാനുള്ള കാരണം? എന്തായിരുന്നു അവിടുത്തെ ചോദ്യങ്ങൾ എന്താണ്? ആരാണ് നിങ്ങളുടെ ക്രിസ്തു? എന്താണ് നിങ്ങളുടെ സുവിശേഷം? നിങ്ങൾക്ക് ബൈബിൾ എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് 2-3 ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. ഇനി ഒരു 2-3 ചോദ്യങ്ങളുണ്ട്. അതായത് അല്ല ബ്രദർ, എന്നോട് ഇതല്ല ചോദിക്കാൻ. എന്നോട് നമ്മൾ തമ്മിൽ ഡോക്ടറാണ്, ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ കയറല്ലേ? എന്നോട് ഇതല്ല മോശമാണ്. പറഞ്ഞത്. നിങ്ങളൊരു ഡോക്ടറാണ്, ഞാൻ പറയട്ടെ, ഇടയ്ക്ക് കയറല്ലേ? എന്നോട് ഈ വിഷയമല്ല സഹോദരൻ, പറഞ്ഞത്. ഇടയ്ക്ക് കയറല്ലേ സഹോദരൻ? മോശമല്ലേ? അല്ല, ഞാനിത് ഇടയ്ക്ക് കയറാതെ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കാനാണോ നിങ്ങൾ വന്നത്? നിങ്ങൾ എന്നോട് ഫോൺ വിളിച്ച് പറയുമ്പോൾ ഇതല്ല നമ്മൾ പറഞ്ഞത്. തമ്മിലുള്ള പ്രശ്നം എവിടെയാണ്? നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇത്രയോ? നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ 3 ദിവസം മുമ്പ് താങ്കൾ എന്നെ വിളിച്ചപ്പോ എന്താണ് പറഞ്ഞത്? സഹോദരൻ, അവിടെ ആ 3 ചർച്ച പ്രാവശ്യം ഓൾറെഡി പറഞ്ഞു. പരാജയപ്പെട്ടതുമായിട്ട് ഈ ബന്ധപ്പെട്ട് കാര്യം 3 പ്രാവശ്യം ഓൾറെഡി പറഞ്ഞു. കുറച്ച് ഈ കാര്യങ്ങളുണ്ട്. കാര്യം ഓൾറെഡി അല്ലാതെ 3 പ്രാവശ്യം പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും ഒന്ന് ആൽബർട്ട് പറഞ്ഞ് യോഹന്നാൻ ചോദിച്ച പൂർത്തീകരിക്കാൻ പറ്റുമോ? ചോദ്യങ്ങൾ താങ്കളോട് ചോദിക്കാൻ പോവുകയാണ്. സഹോദരാ, അതിന് എനിക്കൊന്ന് താങ്കൾ മറുപടി പൂർത്തീകരിക്കാൻ പറയണമെന്ന് പറ്റുമോ? പറഞ്ഞുകൊണ്ടാണോ ഇതിന്റെ അകത്ത് വന്നത്? എനിക്കൊന്ന് പൂർത്തീകരിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു കാര്യം? അല്ല, ഞാനിങ്ങനെ ഈ ചർച്ച തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ബ്രദർ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാനാണ് വന്നത്. ഞാൻ അവരെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ പറഞ്ഞ സംഘടനയുമായിട്ട് യാതൊരു കാര്യത്തിലും എനിക്ക് ഇടപെടാൻ താല്പര്യമില്ല. ഞാന് കോന്നിയില് ആൽബർട്ട് യോഹന്നാനുമായുള്ള ചർച്ച പരാജയപ്പെട്ടപ്പോൾ അതിനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതാണ് ആ ചോദ്യം നിങ്ങൾ ആൽബർട്ട് യോഹന്നാനോട് ഞാനൊന്ന് പറയട്ടെ. അദ്ദേഹത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ, ഞാനൊന്ന് കാര്യം പറയട്ടെ. അല്ല, എനിക്ക് എന്റെ വിശ്വാസത്തെ കുറിച്ചും എന്റെ ബൈബിളിനെ കുറിച്ചും എന്റെ ചിന്താഗതികളിൽ സംശയം ഇല്ലാത്തടത്തോളം കാലം ഞാൻ എന്തിനാണ് ആ വിഷയത്തെ ചർച്ച ചെയ്യുന്നത്? താങ്കളല്ലേ വീഡിയോ ഇറക്കിയത്? ഇവിടെ അവർ ചെയ്ത് ശരിയായില്ല, ഞാനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുമായിരുന്നു, ഈ സുവിശേഷം പോലും എന്താന്ന് അറിയാൻ പാടില്ലാത്തവനാണ്. ഞാൻ കാല് പിടിക്കും, ഞാനൊന്ന് പറയട്ടെ. അല്ല, കാലൊന്നും പിടിക്കണ്ട. ഞാൻ ചോദിക്കുന്ന താങ്കളൊന്ന് മ്യൂട്ട് ചെയ്ത് സംസാരിക്കുമല്ലേ? ഞാൻ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറേണ്ട ആവശ്യമുണ്ടോ? താങ്കൾ പറഞ്ഞു അവിടെ ആ നടന്ന ചർച്ച എന്തുകൊണ്ട് അവർക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റിയില്ല. ഞാനിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി
കൃത്യമായിട്ടുള്ള മറുപടി ആൽബർട്ട് യോഹന്നാനെ ഈ പ്ലാറ്റ്ഫോമിൽ വിളിച്ചിരുത്തി ഇതിന് കൃത്യമായ മറുപടി പറയുമെന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുടെ 10 ഘട്ട പോലും ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിനോട് അപ്പൊ താങ്കൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ച കിടന്ന് മെഴുകി ചോദ്യം കഴിഞ്ഞാൽ പിന്നെ താങ്കൾ എന്ത് എന്നോട് ചെയ്യാൻ പറ്റും? ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അല്ല, ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാനാണ് നമ്മൾ തമ്മിൽ ഇതാണ് സംസാരിക്കേണ്ട സഹോദരൻ ആവശ്യമില്ല. ആൽബർട്ടിന്റെ ചോദ്യം. ഇതിന് മറുപടി ആൽബർട്ടിന്റെ ഉണ്ടോ? ചോദ്യം എന്തിനാണ് ബ്രദർ എന്നോട് ചോദിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. സഹോദരൻ, ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കി ഇനി അടുത്ത സുവിശേഷന്മാര് പോകുമ്പോ അല്ല, താങ്കളെ പോലെ ഒരു ഞാൻ ഡോക്ടർ ചോദിക്കുന്ന പറഞ്ഞു ആൽബർട്ടിന് ചോദിക്കാനുള്ള ചോദ്യം ആൽബർട്ടിന് താങ്കൾ ചോദിക്കൂ, എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നോട് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. താങ്കളുടെ വിശ്വാസം എന്താണ്? ഞാൻ പറഞ്ഞു. താങ്കൾ എങ്ങനെയാണ് യേശുവിനെ കണ്ടത്? എന്ന് പറഞ്ഞു. താങ്കൾക്ക് എങ്ങനെയാണ് ബൈബിൾ ലഭിച്ചത്? എനിക്ക് ബൈബിൾ ലഭിച്ച കാര്യം ഞാൻ പറഞ്ഞു. അല്ലാതെ എനിക്ക് ആരും വേറെ കൊണ്ടുതന്നൊന്നുമല്ല. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് സൺഡേ സ്കൂൾ പഠിച്ചു. അന്നേരം എനിക്ക് എൻ്റെ മാതാപിതാക്കൾ മേടിച്ചു തന്ന ബൈബിള്, ആ ബൈബിൾ ഞാൻ പഠിച്ചു. ഇനി അതിന്റെ ചരിത്രവും ഹിസ്റ്ററിയും ഒക്കെ അറിഞ്ഞ് ഞാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? പറ. പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞ് ഞാൻ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറാതിരിക്കുക, അതൊരു മര്യാദയാണ്. കാരണം താങ്കളെ പോലുള്ള ഒരാള് ഇടയ്ക്ക് കയറുമ്പോൾ എനിക്ക് അതിന് പറ്റണില്ല. അതുകൊണ്ടാണ് എനിക്കൊന്നും സംസാരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. താങ്കൾ സംസാരിച്ച് കഴിഞ്ഞോ? താങ്കൾ കംപ്ലീറ്റ് ചെയ്തോ? അതായത് താങ്കൾക്ക് ബൈബിൾ കിട്ടിയത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ താങ്കളുടെ അപ്പനും അമ്മയും മേടിച്ചു തന്നാണ് അല്ല, ഇതാണ് താങ്കളുടെ മറുപടി. താങ്കൾ എങ്ങനെയാ? ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ എന്റെ പൊന്നി, നമ്മൾ എങ്ങനെയാണ് നിങ്ങളൊരു ഈ ചർച്ചകളൊന്നും കണ്ടിട്ടില്ലേ? ഒരാൾ സംസാരിക്കുമ്പോ മറ്റൊരാൾ മിണ്ടാതിരിക്കുക. അയാൾ സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദ്യങ്ങൾ ആദ്യം ചോദിച്ചു. ഞാൻ ഒരു അക്ഷരം മിണ്ടു ഇടയ്ക്ക് കയറുകയോ ചെയ്തോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചോദിച്ചു ബ്രദർ, ചോദിച്ചു. നിങ്ങൾ എപ്പോഴും ഇടയ്ക്ക് കയറാണ്. ഞാൻ ഒരു വാക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾ 10 പ്രാവശ്യം സംസാരിക്കും. അതായത് സംസാരിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ബൈബിൾ കിട്ടിയത്? നിങ്ങളുടെ മറുപടി അപ്പനും അമ്മയും മേടിച്ചു തന്നു, അല്ലെങ്കിൽ അപ്പനും അമ്മയും തന്നു. എവിടെ നിന്നാണ് വിശ്വാസം കിട്ടിയത്? എനിക്ക് മറ്റേ TPM നിന്നാണ് കിട്ടിയത്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതല്ല പണ്ഡിതോചിതമായ ഒരു മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താങ്കളെ വിളിച്ചിരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ ഇതേ വിഷയത്തെ പറ്റി പഠിച്ചതാണ്. ഈ വിഷയത്തിൽ അവർ ചെയ്ത കാര്യം, അതായത് നമ്മളൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് അവരത് ചെയ്ത കാര്യം ശരിയായില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. സോ യു മസ്റ്റ് ഹാവ് സംതിങ് വിത്ത് യു. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചിരുത്തിയത്. കാരണം ഈ ചോദ്യങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ഒരു ഉത്തരം താങ്കളുടെ കയ്യിലുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി. എനിക്ക് തോന്നി. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വേറെ ഒരാളും കൂടെ ഉണ്ട്, ഒരു പ്രദീപ് ബ്രദർ എന്ന് പറഞ്ഞ ഒരാൾ. പുള്ളിനെ നിങ്ങൾ അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, താങ്കൾ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരാളും കൂടെ ഉണ്ട്, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് തോന്നി താങ്കളുടെ കയ്യിൽ ഇവരുടെ കയ്യിലുള്ളേക്കാളും കൂടുതൽ നല്ലൊരു ഉത്തരം താങ്കളുടെ കയ്യിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് താങ്കളെ വിളിക്കുന്നത്. ഈ അടുത്ത ചോദ്യം നമുക്ക് പോവാം. അതായത് ഇതിനൊരു മറുപടി ഞാൻ പറഞ്ഞോട്ടെ. ഇല്ല, ഞാൻ മറുപടി ചോദിച്ചില്ല. താങ്കൾ ഇതൊന്നും ചിന്തിച്ചല്ല എന്നെ വിളിച്ചത്. ഞാനത് കൃത്യമായിട്ട് പറയാം. അപ്പൊ ഈ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വ്യത്യസ്തമായ ഒരു മറുപടി ഉണ്ടായിരിക്കും. അല്ല, താങ്കൾ ഇതിൽ ഒന്നും ഉദ്ദേശിച്ചല്ല എന്നെ വിളിച്ചത്. എനിക്കത് കൃത്യമായിട്ട് താങ്കളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയായില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട്. ഇതാണ് ചോദ്യം, ആൽബർട്ടിന്റെ ചോദ്യം ഇതാണ്. ആൽബർട്ട് ചോദിക്കുന്ന ചോദ്യം, എവിടെ നിന്ന് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പറയൂ, സുവിശേഷം പറയാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? പറയൂ, കേൾക്കട്ടെ. സുവിശേഷം പറയാൻ എനിക്ക് അധികാരം തന്നത് യേശുക്രിസ്തുവാണ് അധികാരം തന്നത്. യേശുക്രിസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടേക്കുന്നത്? ഞാൻ എന്റെ വെളിപ്പാടിലൂടെ കണ്ടിട്ടുണ്ട്. വെളിപ്പാടിലൂടെ നിങ്ങളോട് യേശുക്രിസ്തു പറഞ്ഞു പോയി സുവിശേഷം പറയണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പൊ അത് സ്വപ്നത്തിൽ എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലല്ല, മനസ്സിലായി. എനിക്കൊരു കുഴപ്പമില്ല. അതായത് യേശുക്രിസ്തുവിനെ നിങ്ങൾ വെളിപ്പാടിൽ ദർശനം ഉണ്ടായി. യേശുക്രിസ്തു മനുഷ്യരൂപത്തിലായിരുന്നോ അതെയോ ദൈവരൂപത്തിലായിരുന്നോ, എങ്ങനെയായിരുന്നു? അല്ല, അത് ബ്രദർ അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറഞ്ഞു? യേശുക്രിസ്തു മനുഷ്യരൂപത്തിലാണോ ദൈവരൂപത്തിലാണോ എന്ന് ചോദിച്ചാൽ എന്താണ് പറയുന്നത്? താങ്കൾ ബുദ്ധിമുട്ട് താങ്കൾ കണ്ടു. ഞാൻ യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് അറിയാൻ വളരെ ആഗ്രഹം ചോദിക്കുകയാണ്, എങ്ങനെയാണ് യേശുക്രിസ്തു ഇരിക്കുന്നത്? കണ്ടോ? അത് ബ്രദർ അതിന്റെ അകത്തൊരു വലിയ ഒരു സൂത്ര പ്രയോഗിക്കുന്നതാണ്. സഹോദരി, എന്ത് സൂത്രമാണ്? ഞാൻ എന്ത് സൂത്രമാണ്? നിങ്ങൾ യേശുക്രിസ്തുവിനെ കണ്ടു, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് കളിയാക്കി കഴിഞ്ഞാൽ ഓക്കെ, ഇതല്ല ഞാൻ ചോദിച്ചു. നിങ്ങൾ കണ്ടു, ഒരു കണ്ട കാര്യം പറയണതിന് എന്താണ് ബുദ്ധിമുട്ട്? അതോ പറയാൻ താങ്കൾക്ക് വാക്കുകളില്ലാന്നോ, അല്ലെങ്കിൽ ഇത് ഭയങ്കര വെളിച്ചമാർന്നോ?
സൂര്യനെ പോലെ പ്രകാശിച്ചു. താങ്കൾക്ക് എന്തെങ്കിലും പറയാം, താങ്കൾ കണ്ട കാര്യമല്ലേ? ഇല്ലേ? യേശു ക്രിസ്തുവിനെ താങ്കൾ കണ്ടു. ഞാൻ അതിന് ക്വസ്റ്റ്യനേ ചെയ്യുന്നില്ല. താങ്കളോട് നേരിട്ട് യേശു ക്രിസ്തു പറഞ്ഞു പോയി സുവിശേഷം പറയാൻ പറഞ്ഞു. അധികാരം ഇതാണ്. മനസ്സിലായി? ഈ യേശു ക്രിസ്തു എങ്ങനെയാണ് ഇരിക്കുന്നത്, എന്താണ് സംസാരിച്ചത്? സുവിശേഷം പറയാൻ മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ എന്തെങ്കിലും പറഞ്ഞു? അല്ല, അതൊരു വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ബ്രദർ ചോദിച്ചത്. അപ്പൊ ബ്രദർ ചോദിച്ച ഒറ്റ വാക്കിലാണ് ഞാൻ മറുപടി പറഞ്ഞത്. എന്നോട് താങ്കൾ എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നല്ലേ ബ്രദറിന്റെ ചോദ്യം. അല്ല, ഞാൻ സുവിശേഷം അങ്ങനെയല്ല ചോദ്യം. താങ്കൾ തെറ്റിദ്ധരിക്കും. ഞാൻ ആ. ചോദിച്ച ചോദ്യം, ആരാണ് താങ്കൾക്ക് സുവിശേഷം പറയാൻ അധികാരം തന്നത്? താങ്കൾ പറഞ്ഞു യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞു. സുവിശേഷം പറയാൻ അധികാരം തന്നത് യേശു കർത്താവാണ് എന്നാണ് ഞാൻ എന്നെ മറുപടി പറഞ്ഞു. മനസ്സിലായി. എനിക്ക് അപ്പൊ എന്നോട് താങ്കൾ ഒരു താങ്കൾ വെളിപ്പാടിലൂടെ പറഞ്ഞു ദർശനത്തിലൂടെയാണ് ഞാൻ ചോദിച്ചു താങ്കൾക്ക് താങ്കൾ യേശു ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? പറയട്ടെ, താങ്കൾ പറഞ്ഞു അതിന് മറുപടി പറയാം. പറഞ്ഞു, അതായത് കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് കണ്ടത്? അപ്പൊ പറഞ്ഞു ദർശനത്തിലാണ്, വെളിപ്പാടിലാണ് കണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എങ്ങനെയാണ് ആ ദർശനം, എന്താണ് യേശു ക്രിസ്തു പറഞ്ഞത്? സുവിശേഷം പറയാൻ പറഞ്ഞിട്ട് അപ്പോൾ ഏത് വർഷമാണ് കണ്ടത്? സുവിശേഷം പറയാൻ അല്ല, അതും പറയാം, ശ്രദ്ധിച്ചേക്ക്. ഇനി ഒരു മിനിറ്റ് ഒന്ന് ശാന്തമായിട്ടിരിക്കണം. അതായത് 5 മിനിറ്റ് തരാം, ഞാൻ പറയുമ്പോൾ അല്ല ശല്യപ്പെടും. പോട്ടെ, അത് കുഴപ്പമില്ല. താങ്കൾ എന്നോട് പറഞ്ഞു ആരാണ് നിങ്ങളോട് സുവിശേഷം പറയാൻ അനുവാദം തന്നതല്ലേ ചോദ്യം. ഞാൻ അതായത് സുവിശേഷം എന്റെ കാര്യമാണ് പറഞ്ഞത്, മറ്റുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ചെറുപ്പം മുതൽ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സുവിശേഷ വേല ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായി. ആ ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായി. ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സുവിശേഷകനായി തീരണം എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി. അങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് ലഭിച്ച ഒരു ഉൾപ്രേരണ കൊണ്ടും പിന്നെ ബൈബിൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അത് അപ്പോസ്തലന്മാർക്ക് കൊടുത്തൊരു കൽപ്പനയാണ്, നിങ്ങൾ ലോകത്തിൽ പോയി സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ അതിന് തിരിച്ചു ചോദിക്കും, അപ്പോസ്തലന്മാർക്ക് കൊടുത്തത് നിങ്ങൾ എന്തിനാ അനുസരിക്കുന്നത് ചോദിക്കും. അതിനാണ് ഞാൻ അങ്ങനെ ഒരു മറുപടി പറഞ്ഞത്. അപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുകയും ബൈബിൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാഴ്ചപ്പാട്, എനിക്ക് കിട്ടിയ ഒരു അനുഭവം, അത് സുവിശേഷം മറ്റുള്ളവർ പങ്കുവെക്കണം എന്ന് എനിക്ക് ഒരു ഉത്തമ ബോധ്യം എൻ്റെ മനസ്സിലുണ്ടാകുകയും ദൈവം എന്നെ ഈ സുവിശേഷ വേലയ്ക്ക് നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടാകുകയും ചെയ്തതിൻ്റെ പരിണിതഫലമായിട്ടാണ് ഞാനൊരു സുവിശേഷ പ്രവർത്തകനായി അല്ലെങ്കിൽ ഒരു സുവിശേഷം പറയാനായിട്ട് രംഗത്ത് വന്നത്. കഴിഞ്ഞു, ഇനി സംസാരിക്കില്ലോ. അപ്പൊ ഇതാണ് താങ്കളുടെ അപ്പൊ ഇതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. അതായത് താങ്കള് യേശുക്രിസ്തുവിന്റെ ദർശനം താങ്കൾക്കുണ്ടായി, യേശുക്രിസ്തു താങ്കളോട് പറഞ്ഞു സുവിശേഷം പറയാൻ പറഞ്ഞു, അങ്ങനെ സുവിശേഷം. ഏത് വർഷമാണ് താങ്കളോട് ഇങ്ങനെ യേശുക്രിസ്തു സുവിശേഷം പറയാൻ പറഞ്ഞത്? ഏകദേശം മാസമൊന്നും ഡേറ്റും സമയമൊന്നും പറയണ്ട, ഏത് വർഷമാണ്? അതിപ്പോ ഞാനിപ്പോ ബ്രദറിനോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല സഹോദര. ഇപ്പൊ നമുക്കറിയാം ഇത്രയും വലിയ, ഞാൻ എന്റെ ലൈഫിൽ എനിക്ക് 44 വയസ്സായി. ഈ 44 എനിക്ക് 44 വയസ്സായി. 1979 എന്റെ ജന്മം. കണ്ടോ, അതെ, നമ്മൾ രണ്ടുപേരും സെയിം പിച്ച്. ഈ 44 വർഷത്തിനിടയ്ക്ക് ഞാൻ ഇതുവരെ യേശുക്രിസ്തു നേരിട്ട് കണ്ടിട്ടില്ല, ഓണസ്റ്റ്ലി കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇത് എങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് അറിയാവുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്. കാരണം ഇത് അൾട്ടിമേറ്റ് സാധനമാണ്. അൾട്ടിമേറ്റ് ദർശനം കിട്ടി. ഇതാണ് ഏറ്റവും വലിയ ദർശനം. ഇതിലും വലിയ ദർശനമില്ല. അപ്പൊ ഇത് കിട്ടിയ വർഷം പോലും നിങ്ങൾ നല്ല എളിമയുള്ള ഒരാളാണ്, ഞാൻ അത് അംഗീകരിക്കുന്നു. അപ്പൊ നമുക്ക് മുമ്പിലോട്ട് പോവാം. താങ്കൾ ബൈബിൾ വായിച്ചപ്പോഴും താങ്കൾക്ക് എന്തോ വെളിപ്പാട് കിട്ടിയെന്നാണ്. എന്ത് വെളിപ്പാടാണ്? ഈ വെളിപ്പാട് മാത്രത്തിലൂടെയാണോ താങ്കൾ പോയത്, അതോ ആരെങ്കിലും താങ്കളെ ഇതുപോലെ ഇങ്ങനെ പോയി സുവിശേഷം പറയാൻ പറഞ്ഞ ഏതെങ്കിലും സഭ നിങ്ങളെ ആക്കി വെച്ചോ? എന്താണ് അതിന്റെ ഒരു കണക്ക്? എന്നെ ഒരു സഭയും എന്നോട് സുവിശേഷം പോയി പറയാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു സഭയുടെയും കമന്റേഷൻ ഇല്ല. അല്ല, ഒരു സഭയുടെ, അതായത് താങ്കൾക്ക് തന്നെ തോന്നി, അല്ലെങ്കിൽ പറഞ്ഞു ക്ഷമിക്കണം, താങ്കളോട് യേശുക്രിസ്തു നേരിട്ട് ആവശ്യപ്പെട്ടു സുവിശേഷം പറയാൻ. രണ്ടാമത് താങ്കൾ ബൈബിൾ വായിച്ചപ്പോൾ താങ്കൾക്ക് ദർശനം കിട്ടി. ഈ രണ്ട് കാര്യത്തിൽ കൂടിയാണ് താങ്കൾ. അല്ല, ഞാൻ പറയട്ടെ, എനിക്ക് ബൈബിൾ വായിച്ചതിൽ നിന്നും പഠിച്ചതിൽ നിന്നും എനിക്ക് ലഭിച്ച അറിവനുസരിച്ച് അതിന് ഞാൻ ഇതിനെ ഒരു വെളിപ്പാടെന്ന് പറഞ്ഞു. വെളിപ്പാടെന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു വെളിപ്പാടെന്ന് പറഞ്ഞത്. കാരണം നിങ്ങളുടെ അടുത്ത ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. അപ്പൊ എനിക്ക് അവിടുന്ന് ലഭിച്ച ഒരു അറിവ്, ആ അറിവും ദൈവം എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചു എന്നുള്ള എൻ്റെ ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് ഒരു സുവിശേഷകനാകാൻ എന്നെ പ്രേരിപ്പിച്ചത്. മനസ്സിലായി. രണ്ട് കാര്യമാണ്. ഒന്ന്, ദൈവം വിളിച്ചു. രണ്ട്, താങ്കൾക്ക് തിരിച്ചറിവ് ലഭിച്ചു. ഇത് യാതൊരു സഭയായിട്ടോ വേറെ വ്യക്തികളുടെ ബന്ധമില്ല, ദൈവമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്, സീതാ കണക്ഷൻ, നേരിട്ട് ബന്ധമാണ്. ദൈവമായിട്ട് നേരിട്ട് ബന്ധം
കോയി അല്ല ആപ്പസ് മേ ബീച്ച് മേ കോയി നീ ആരുമില്ല നടുക്ക്. ദൈവമായിട്ട് നേരിട്ട് ബന്ധം, ദൈവം തിരിച്ചറിവ് തന്നു, കണക്ഷനായി. അങ്ങനെയാണ് താങ്കൾ സുവിശേഷ വേലക്കാരൻ. ഇത് സത്യത്തിൽ ഇതങ്ങ് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആൽബർട്ട് ഓടിയനെ. ഇതങ്ങ് പറഞ്ഞാൽ മതിയാവും. ദൈവമായിട്ട് നേരിട്ട് കണക്ഷൻ, നേരിട്ട് ബന്ധം. അല്ല ബ്രദറെ, ഞാന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് എന്റെ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത്. സഹോദരൻ, ഞാൻ അതിനെ എതിർത്തില്ല. നിങ്ങൾ ഇത്ര നേരം എന്റെ ഞാൻ അനുഭവമാണ് നിങ്ങളുടെ ഒരു കാര്യത്തിലും ഞാൻ അതിന്റെ അകത്ത് ആൽബർട്ട് യോഹനൻ ഓടുവോ ഓടാതിരിക്കുവോ അത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. സുഹൃത്തെ, ഞാൻ താങ്കൾ പറഞ്ഞ നിങ്ങൾ ഈ റീപ്ലൈ ഒന്നും കൂടെ കേൾക്കണം. ഞാൻ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തെ ചോദ്യം പോലും ചെയ്തിട്ടില്ല. ഒരു കാര്യത്തെ പോലും നിങ്ങൾ ദയവ് ചെയ്ത് ഞാനൊരു അഭ്യർത്ഥന നടത്തുവാണ്. ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന അതുപോലെ തിരിച്ചു പറയല്ലാതെ ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല. ചോദ്യം ചെയ്ത ഈ രീതി അല്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ ഫേസ് വാല്യൂയിൽ എടുക്കുകയാണ്. തിരിച്ച് ചോദ്യമേ ചെയ്യുന്നില്ല. നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യം അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കാം. ഓക്കെ. അപ്പൊ യേശു ക്രിസ്തു താങ്കളോട് ഡയറക്റ്റ് പറഞ്ഞു സുവിശേഷം പറയാൻ പോകണം. താങ്കൾക്ക് ബൈബിൾ വായിച്ചപ്പോൾ താങ്കൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് താങ്കൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. ശരിയല്ലേ? ഞാൻ ഈ പറഞ്ഞ തെറ്റുണ്ടോ? തെറ്റില്ല. ഇത്രേ ഉള്ളൂ. ഇത്രയും പറഞ്ഞാൽ മതി. ആൽബർട്ട് ഓടും. ആൽബർട്ട് കണ്ടം വഴി ഓടും. കാരണം ഈ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഡയറക്റ്റ് ദൈവദർശനം ലഭിച്ചിട്ടുള്ള ഒരു വളരെ അപൂർവം പേരിലുള്ള ഒരാൾ. എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ 47 വയസ്സായപ്പോൾ എനിക്കിതുവരെ സംഭവം കിട്ടിയിട്ടില്ല. അപ്പോൾ താങ്കള് ദൈവത്തെ, യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ട ഒരാളാണ്. പൗലോസിന് അങ്ങനെ ദർശനം ലഭിച്ചിട്ടുണ്ട്. പിന്നെ വളരെ ഈ സ്തെഫാനോസ് മരിക്കുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ വളരെ അപൂർവം പേർ. പിന്നെ 500-ലധികം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിട്ടുണ്ട് യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം, പുനരുദ്ധാനത്തിന് ശേഷം. അപ്പൊ അങ്ങനെ വളരെ എന്താണ് സെലക്റ്റഡ് ഫ്യൂ കിട്ടിയ ആൾക്കാർക്ക് ഉള്ള ഒരാളാണ് താങ്കൾ. പിന്നെ നമ്മുടെ ദിനകരൻ, DGS ദിനകരൻ ഇതുപോലെ കണ്ടിട്ടുള്ളതായിട്ട് എനിക്കറിയാം. പിന്നെ നമ്മുടെ ബെന്നിഹിൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വളരെ ചുരുക്കം പേരിലുള്ള ഒരു ക്ലാസ്. ഞാനിത് പറയുമ്പോ നമ്മുടെ ലോറൻസ് മാസ്റ്റർ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത് ഒരു പ്രാവശ്യം പുള്ളിയുടെ കട്ടിലിന്റെ താഴെ സൈഡിൽ അല്ല, അതായത് അതും പറയാം. ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾ എന്നെ ട്രോൾ ചെയ്യും. സഹോദരൻ, ഇത് എന്താണ്? നിങ്ങൾ എന്താ ഞാൻ ഇത്? അല്ല, ഞാൻ പറയാം. ഞാൻ നിങ്ങളെ എവിടെയാണ് ട്രോൾ ചെയ്തത്? ഞാൻ എവിടെയാണ്? നിങ്ങൾ പറഞ്ഞ കാര്യം യേശു ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ കണ്ടില്ല എന്ന് പറയണം. എനിക്ക് മനസ്സിലാവണല്ലോ. ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾ കണ്ടില്ല എന്ന് പറയണം. അതാണ് ബ്രദർ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ദൈവത്തെ കണ്ടു, ദൈവം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ സുവിശേഷം പറയാം. അതായത് ചോദ്യം 1, ആരാണ് ക്രിസ്തു? ആദ്യത്തെ ചോദ്യങ്ങൾ നിങ്ങളെടുത്ത് ഞാൻ ചോദിക്കുന്ന ആൽബർട്ടിന്റെ ചോദ്യങ്ങളാണ്. ആരാണ് ക്രിസ്തു? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത് പറയാനുള്ള അധികാരം കിട്ടിയത്? എന്താണ് നിങ്ങളുടെ സുവിശേഷം? ദൈവം ഈ സുവിശേഷം പറയാൻ നിങ്ങൾക്ക് എന്താണ് പെർമിഷൻ? അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ വളരെ രസകരമായ, എനിക്ക് നേരിട്ട് ലഭിച്ച അധികാരം, അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതെ, വേറെ കണക്ഷൻ ഒന്നുമില്ല. ഡയറക്റ്റ് ദൈവം തമ്പുരാൻ പറഞ്ഞു. അങ്ങനെ താങ്കൾ പറഞ്ഞു. അപ്പൊ വളരെ ഇപ്പൊ ഇത് കൂടാതെ അതിനുശേഷം യേശു ക്രിസ്തുവിന്റെ ഈ സുവിശേഷം പറയാൻ മാത്രമുള്ളോ ഈ പറഞ്ഞ ദർശനം, അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളെടുത്ത് ഇപ്പം ഈ പുതിയ ഡോക്ട്രിനൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ദൈവത്തിൽ നേരിട്ട് കിട്ടിയതാണോ, അതോ ഇതുപോലെ തന്നെ എവിടെന്നെങ്കിലും വായിച്ചതാണോ, അതെയോ ദൈവം തമ്പുരാൻ നേരിട്ട് പറഞ്ഞാണോ? അത് എങ്ങനെയാണ് അത് കിട്ടുന്നത്? ഡോക്ട്രിനൽ വെളിപ്പാടുകൾ, ഇപ്പൊ ഉപദേശപരമായ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കത് ബ്രദർ ചോദിച്ച ചോദ്യം മനസ്സിലായില്ല. ഇപ്പൊ ഉപദേശപരമായ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താങ്കളും പഠിപ്പിക്കുന്ന. കാരണം താങ്കളൊരു ഇതിനകത്ത് കണ്ടു, വെളിപ്പാട് പ്രവചനം പ്രവചനം പഠിക്കാം വളരെ തുച്ഛമായ ചെലവിൽ നിന്നാണ് പറഞ്ഞൊരു ഞാൻ ജസ്റ്റ് ഒരു പരസ്യം കണ്ടു. അപ്പൊ അതിനകത്ത് ഇപ്പൊ താങ്കൾക്ക് പ്രവചനപരമായ കാര്യങ്ങളൊക്കെ പറയാൻ കഴിവുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ പ്രവചനപരമായ കാര്യങ്ങളൊക്കെ പറയാനുള്ള ആ ഒരു ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? അത് താങ്കളെ ഇതുപോലെ നേരിട്ട് കിട്ടുന്ന ദർശനമാണോ, അതോ എവിടെയെങ്കിലും ബുക്ക് വായിച്ചുള്ള അറിവാണോ? അതെങ്ങനെയാണ്? അല്ല, ഞാൻ പ്രവചനം പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അകത്ത്. ഇല്ല, ഞാനും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് ഈ ഒരു കാഴ്ചപ്പാട് എവിടെ നിന്നാണ് കിട്ടിയത്? താങ്കൾക്ക് എവിടെ നിന്നാണ് ഈ ദർശനം കിട്ടിയത്? അല്ല, ചില ആളുകൾ പ്രവചനം പഠിപ്പിക്കുന്നു. തുച്ഛമായ അത് ഒരു പരസ്യം കണ്ടിരുന്നു. തുച്ഛമായ ഒരു എമൗണ്ട് കഴിഞ്ഞാൽ എങ്ങനെ ഭാവിയെ കുറിച്ച് പറയാം എന്ന് പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു ക്ലാസ് ഒരാൾ എടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും പിന്നെ ഇത്
ദൈവ ഒരു സഹോദരൻ ഒരു കാര്യം പിന്നെ ഈ മനസ്സിലാക്കി. വെളിപ്പാടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഉം. അപ്പൊ ബ്രദർ ചോദിച്ച ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ഉം. ബ്രദർ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ആ വിഷയം, എനിക്കറിയില്ല ബ്രദർ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ദൈവം മനുഷ്യനോട് സംസാരിക്കും എന്ന് താല്പര്യം minute, ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഓരോ ആവശ്യങ്ങളും എന്തെങ്കിലും വായിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രവചനം തന്നെ അങ്ങനെ പെടാതെ. ആയിക്കോട്ടെ, അപ്പൊ ഞാൻ ദൈവം മനുഷ്യനോട് സംസാരിക്കും എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എന്റെ ജീവിതത്തിൽ ഞാനും വിശ്വസിക്കും. പക്ഷെ എന്റെ അടുത്ത് ഇതുപോലെ ഡയറക്റ്റ് സംസാരിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ തീർച്ചയായിട്ടും സംസാരിക്കും. കാരണം ദൈവം മുമ്പ് സംസാരിച്ചില്ല, ഇപ്പൊ സംസാരിച്ചൂടെ? ദൈവം അത് ദർശനങ്ങളിലൂടെ സംസാരിക്കുമെന്നും ഞാൻ കൃത്യമായിട്ട് വിശ്വസിക്കുന്നു. ഞാനും വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ്, അടുത്തൊരു കാര്യം. ഞാനും അത് ഇതിക്കുള്ള എങ്ങനെയാ ക്ലിയർ ആയിട്ടോ? ഞാനും വിശ്വസിക്കുന്നു. എന്റെ അടുത്ത് ഇത്രയും നാളായിട്ട് 44 വർഷമായിട്ട് എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു. ഞാൻ ഇതിക്കുള്ള എങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു? എന്റെ ദൈവത്തിന് അത് കഴിയും, ഇല്ലേ? ദൈവമാണെങ്കിൽ അത് കഴിയും. ദൈവത്തിന് ഏത് സമയത്തും സംസാരിക്കാൻ പറ്റും. ദൈവത്തിന് ആരോട് സംസാരിക്കാൻ പറ്റും. എനിക്ക് അതിനകത്ത് വിശ്വസിച്ചാൽ പിന്നെ ഞാൻ ദൈവവിശ്വാസിയേ അല്ല, അവിശ്വസിച്ച്. അപ്പൊ എനിക്കത് കുഴപ്പമില്ല. എന്നോട് ഇതുവരെ ഈ 44 വയസ്സിന്റെ ഇടയ്ക്ക് എന്റെ അടുത്ത് ഇതുവരെ സംസാരിച്ചിട്ടില്ല അങ്ങനെ ഡയറക്റ്റ്. അപ്പൊ ഞാൻ നമ്മളെക്കാളും കൂടുതലുള്ള ഒരാളാണ്. എന്തോ പറ്റി? ചോദിച്ചോ ബ്രദറെ. അപ്പൊ നമ്മള് ഈ ബ്രദർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് അജി പോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി ചോദിച്ച ഒരു ചോദ്യം പോലും ഇതിന്റെ അകത്തില്ല. ഇത് ആൽബർട്ട് യോഹന്നാൻ എന്ന് പറഞ്ഞ ഒരാള് അവിടെ റോഡിൽ നിന്ന ആൾക്കാരെ. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ആൽബർട്ട് യോഹന്നാന്റെ അടുത്ത് പേഴ്സണലി ഈ വീഡിയോ പുള്ളി ഈ സുവിശേഷന്മാരെ തടസ്സപ്പെടുത്തിയ ദിവസം അന്ന് രാവിലെ എന്റെ ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ രാവിലെ ഞാൻ അങ്ങനെ വിളിച്ചു. ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ ചെയ്തു, ഇതിനൊരു മറുപടി കൊടുക്കുക. അതിനുശേഷം ഞാൻ അങ്ങനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആൽബർട്ടിനും ഞാനും, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആൽബർട്ടും ഞാനും നല്ല എനിക്ക് 2 വർഷമായിട്ട് അറിയാവുന്നതാണ്. അങ്ങോട്ടും അറിയാൻ പാടില്ലാത്ത ആൾ. ഇപ്പൊ കേൾക്കാവോ? ആൽബർട്ടും ഞാനും അറിയാൻ പാടില്ലാത്ത ആൾക്കാരല്ല. അപ്പൊ ഞാൻ ആൽബർട്ടിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഓക്കെ, നമുക്ക് എന്നാ ഈ വിഷയത്തിൽ താങ്കൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതുപോലെ ഇരുന്ന് ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ താങ്കളോട് ചോദിച്ചില്ല, ഇതേ ചോദ്യം ആൽബർട്ട് എന്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാനിരുന്ന് മറുപടി പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞില്ല, നീ റോഡിൽ വാ എന്ന് പറഞ്ഞു. താങ്കൾ ഇതിന്റെ ഹിസ്റ്ററി അറിയാൻ പാടില്ല, ഞാൻ പറഞ്ഞു. റോഡിൽ വാ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഓക്കെ, റോഡിൽ വരേണ്ട ആവശ്യമില്ല സഹോദര, നമ്മള് സഹോദരന്മാരല്ലേ, നമുക്ക് അല്ല, അത് ആ കാലം കഴിഞ്ഞു. നീ റോഡിലുള്ളൂ, നീയൊക്കെ സുവിശേഷം പറഞ്ഞാൽ തടസ്സപ്പെടുത്തും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോയത്. അത് സഹോദരൻ അറിയാമായിരുന്നു. അല്ല, ഞാൻ ആൽബർട്ടിനോട് സംസാരിച്ചപ്പോൾ ആൽബർട്ട് യോഹന്നാൻ എന്നോട് പറഞ്ഞാണല്ലോ, ആര് സുവിശേഷം പറയുന്നില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനല്ല സഹോദരൻ എന്ന് എന്നോട് പറഞ്ഞാണല്ലോ. താങ്കള് ഞാൻ ക്രിസ്തുവിൽ സഹോദരനായിട്ട് താങ്കൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ടോൺ മൊത്തമായി കേട്ടോ. ഞാനൊരു ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇനി ക്രിസ്തുവിൽ സഹോദരനായിട്ട് ഞാൻ താങ്കളോട് സംസാരിക്കും. ഇത്ര നേരം ഞാൻ ആൽബർട്ടായിട്ട് പറഞ്ഞെങ്കിൽ ഈ ക്രിസ്തുവിൽ ഒരു സഹോദരനായിട്ട് സംസാരിക്കാം. ഞാൻ ആൽബർട്ടിനോട് പറഞ്ഞ കാര്യം, സഹോദര, നമ്മൾ തമ്മിൽ പ്രശ്നത്തിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ആൽബർട്ട് എന്റെ അടുത്ത് സംസാരിക്കുന്നത് വീഡിയോ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ കിട്ടും. എന്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. എന്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, നമുക്ക് സംസാരിക്കാം. പുള്ളി പറഞ്ഞു, ഇല്ല, നീ റോഡിൽ വാ, നമുക്ക് അവിടെ സംസാരിക്കാം. റോഡിൽ വരുമ്പോ തടയും എന്ന് പറഞ്ഞപ്പോ ഈ റോഡില് അവന് മനസ്സിലാവുന്ന ഭാഷയിൽ, അവനെന്ന് പറഞ്ഞ് ക്ഷമിക്കണം, ആൽബർട്ടിന് മനസ്സിലാവുന്ന ഭാഷയിലാണ് അവിടെ പോയി സഹോദരന്മാര് സുവിശേഷം പറഞ്ഞു. മനസ്സിലായോ? അതല്ലാതെ ഈ ആൽബർട്ടിന്റെ വീടിന്റെ മുമ്പിൽ ഇവിടെ കൊടി വയ്ക്കാൻ വേണ്ടി നമുക്ക് സൂക്കേടൊന്നുമില്ല. മനസ്സിലായോ? യാതൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരല്ല ഇവിടെ ഇരിക്കുന്നത്. നമ്മളവിടെ പോയത് സൂമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ സംസാരിക്കാൻ ആൽബർട്ട് ഇല്ല, റോഡിൽ വാ കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴാണ് സുവിശേഷം റോഡിൽ പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വാ എന്ന് പറഞ്ഞപ്പോഴാണ് സുവിശേഷന്മാർ. താങ്കൾക്ക് അത് ഞാനീ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? തെളിവ് വരാൻ വേണി. അല്ല, ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ആൽബർട്ടുമായിട്ട് അന്ന് ആ ലൈവ് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നൊരു വാക്കുണ്ട്. അവരാദ്യം എന്റെ വീടിന്റെ അടുത്തല്ല വന്നത്, വീടിൽ നിന്ന് 1/2 കിലോമീറ്റർ മാറിയാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ ആ പറഞ്ഞ വാക്ക് തെറ്റായി പോയി. ആൽബർട്ട് യോഹന്നാന്റെ വീട്ടിലല്ല. ഒരുപക്ഷെ ബ്രദർ എന്റെ ആ വീഡിയോ കേട്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ അങ്ങോട്ട് വന്നു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ പറഞ്ഞ തെറ്റാണെന്ന് ഞാൻ അപ്പൊ തന്നെ ഞാൻ ആ വീഡിയോയിൽ തിരുത്തി പറയുന്നുണ്ട്. ഇനി അതിന്റെ ഒരു നാൾ വഴി ഞാൻ പറഞ്ഞുതരാം.
മനസ്സിലായി. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറയല്ലോ, ഇപ്പൊ ആൽബർട്ട് യോഹന്നാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ഇന്റൻസിറ്റി താങ്കൾക്ക് മനസ്സിലായി, ഏത് രീതിയിലുള്ള മറുപടിയാണ് കൊടുക്കണ്ടേ എന്നുള്ള കാര്യം താങ്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ജസ്റ്റ് ഒരു സാമ്പിൾ ആണ്. അതിനുശേഷം നമ്മളവിടെ ചോദിച്ച ചോദ്യം, ഓക്കെ, ആൽബർട്ട് യോഹന്നാൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ആൽബർട്ട് ചോദിക്കൂ സുവിശേഷം എന്താണെന്ന് ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ നമുക്ക് അത് വേണ്ട, നമുക്ക് ചർച്ച വെക്കാന്ന് പറഞ്ഞു. ചർച്ച വെക്കാന്ന് പറഞ്ഞപ്പോൾ 1 by 1 ധൈര്യം ഉണ്ടെങ്കിൽ വാ. ദൈവകൃപയാൽ നമ്മുടെ സഹോദരന്മാര് ഇവനെയൊക്കെ വിറ്റ കാശുള്ളവരാണ്. ആൽബർട്ട് പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പാൾമാരാണ് നമ്മുടെ സഹോദരന്മാർ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു ഓക്കെ 1 by 1 എങ്കിൽ ചർച്ച അങ്ങനെയെങ്കിൽ അങ്ങനെ. മനസ്സിലായത്? അങ്ങനെയാണ് ചർച്ച. നല്ല ആൽബർട്ട് യോഹന്നാന്റെ വീട്ടിൽ പോയി അവന്റെ നടുമുറ്റത്ത് പോയിട്ട് സുവിശേഷം പ്രസംഗിക്കാനുള്ള വാശിയൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. അത് സഹോദരൻ മനസ്സിലാക്കണം. പിന്നെ ആൽബർട്ട് യോഹന്നാനെ ഇത് വിളിക്കുന്നതിനും, അതായത് ഈ ഡിബേറ്റിന്റെ മുമ്പ് തലേ ദിവസം മുതൽ ഒരു 3 ദിവസം എനിക്കറിയാം, ഇതിന്റെ ഓരോ നാളുകളിലും എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാണ്, പലതവണ വിളിച്ചു. പലതവണ ഇങ്ങനെ ഫോൺ എടുക്കില്ല. മനസ്സിലായോ? അപ്പൊ ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ആൽബർട്ട് യോഹന്നാൻ വരില്ല എന്നുള്ളത് നമുക്കറിയാലോ അല്ലേ? നമ്മൾ പറയില്ലേ, കാള പാല് വെക്കുമ്പോൾ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പുള്ളി വരില്ല എന്നുള്ള കാര്യം ഒബ്വിയസ് ആണ്. ഒന്ന്, പുള്ളിയുടെ വീട്ടിൽ പോയി സുവിശേഷം പറയാന്നുള്ള നേർച്ച ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. പുള്ളി വെല്ലുവിളിച്ചിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ ചെയ്ത മറുപടി, ഇവിടെ പറയാൻ നിനക്ക് ആരുടാവും എന്ന് ആലോചിക്കുക. ഒരു സാമാന്യ മര്യാദ. നിങ്ങൾ പറയാൻ നീ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാടാ, അവിടെ ചെന്ന് കഴിഞ്ഞ് പറയാം, നീ ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നേ നീ ചോദിക്കുന്നത്? എന്തോ ഒരു വൃത്തികെട്ട പരിപാടിയാണ്. അല്ലാതെ ഞാൻ ആൽബർട്ട് യോഹന്നാനോട് പറഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമായിരുന്നല്ലോ. ഇപ്പൊ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് താങ്കൾക്ക് ഒരു ചോദ്യം ചോദിക്കാമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുന്നു അതിൻ്റെ അകത്തുണ്ട്. ഞാൻ പറയാൻ വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അവിടെ നമ്മൾ സുവിശേഷം പറയാൻ ചെന്നു. അപ്പൊ പുള്ളി പറഞ്ഞു ഓക്കെ നമുക്ക് ചർച്ചയാവാം. അപ്പോഴാണ് പുള്ളി ചർച്ചയ്ക്ക് സമ്മതിച്ചതും. എന്റെ കാഴ്ചപ്പാട്, ഇനി എന്റെ ഒരു ഒബ്സർവേഷൻ ആണ്, ഇറ്റ് മേ ബി റോങ്, ഐ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂ. എന്റെ ഒരു ഒബ്സർവേഷനിൽ ആൽബർട്ട് യോഹന്നാൻ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. ഗ്ലോറിയസ് ഗോസ്പലുകാർ അതിന് താല്പര്യം. കാരണം ആൽബർട്ട് യോഹന്നാൻ ഇപ്പോ എയറിലാണെങ്കിൽ ശൂന്യാകാശത്ത് പോകുന്ന അറിയാവുന്നതുകൊണ്ട് ബുദ്ധിമാന്മാരായ ഗ്ലോറിയസ് ഗോസ്പലുകാർ പറഞ്ഞു അത് വേണ്ട, നീ പോകണ്ട എന്ന് പറഞ്ഞതിന്റെ പ്രകാരം പുള്ളി ഫോൺ എടുത്തില്ല. അതുവരെ ഫോൺ എടുത്തുകൊണ്ടിരുന്ന പുള്ളി ഫോൺ എടുക്കണ്ടായി. അതുകൊണ്ട് സഹോദര, ഇത്രയാണ് കാര്യം. ആൽബർട്ട് ചർച്ചയ്ക്ക് വരില്ല എന്നുള്ള കാര്യം ആ ചർച്ചയ്ക്ക് ഒരു 3 ദിവസം പോകുന്നു. അപ്പൊ ഒരു പ്ലാൻ ബി ആയിട്ടായിരിക്കണം അവർ. ഞാൻ പേഴ്സണലി വാഴ വെച്ചതിന് ഞാൻ എതിരാണ്. കാരണം അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ചിലർക്ക് അതേ പറ്റൂ. നമ്മൾ 2 പോർഷൻ നോക്കണമല്ലോ. ഇപ്പൊ നമ്മളെ സംഘടനയെപ്പെട്ട ആളല്ല, എന്നാലും അത് ഒഴിവാക്കാമായിരുന്നു. കുറച്ചുകൂടെ വേറെ രീതിയിൽ ചെയ്യാമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ മാതിരി അതൊരു വേറൊരു സിറ്റുവേഷനിലോട്ട് പോയി. നമുക്കത് ഒരു ആർഗ്യുമെന്റ് സേക്കിന് പറയാം. താങ്കളുടെ ആ ഒരു ക്രിറ്റിസിസത്തെ ഞാനൊരു പരിധി വരെ വാഴ വെക്കുന്നു എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഇവർക്ക് ഇതേ പറ്റും. കാരണം അല്ലെങ്കിൽ ഇവർക്ക് ഇതേ പറ്റൂന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഇവർക്ക് ഇതേ പറ്റൂന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇവർക്ക് പറയാം, സഹോദര ചർച്ചാ വിഷയം വെച്ചത് ശരിയായില്ല, നമുക്കത് ഇവരൊക്കെ 10 വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതാണ് എൻ്റെ സഹോദരൻ. നിങ്ങളെ പോലെ നിങ്ങളും ഈ മിനിഞ്ഞാന്ന് പറഞ്ഞല്ലേ ഞാൻ നിങ്ങളെ കാണുന്നതന്നെ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഈ സംഘടനയ്ക്കെതിരെ നിങ്ങൾ സംസാരിച്ചപ്പോൾ KVP എന്ന് പറഞ്ഞ സംഘടനയ്ക്കെതിരെ സംസാരിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ പേര് കേൾക്കുന്നത്. അതുവരെ ഞാൻ നിങ്ങളെ കേട്ടില്ല. ഇവരങ്ങനെയല്ല, 10 വർഷം 12 വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരാണ്. അപ്പൊ അവർക്ക് സഹോദര ഈ വിഷയമല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റാവുന്നേ ഉള്ളൂ. സ്ലീഹന്മാർ പ്രസംഗിച്ച സുവിശേഷം ശരിയോ എന്നുള്ളതിന് പകരം സുവിശേഷം പ്രസംഗിക്കുന്നത് ശരിയോ, ടൈറ്റിൽ ശരിയായില്ലേ അല്ലേ? നിങ്ങൾ സ്ലീഹന്മാർ എന്നുള്ള വാക്കാണ് പ്രശ്നമെങ്കിൽ ആ സ്ലീഹന്മാർ എന്നുള്ള വാക്ക് എടുത്ത് കളഞ്ഞാൽ ടൈറ്റിൽ ശരിയല്ലേ? അല്ലേ പ്രശ്നം? സുവിശേഷം പ്രസംഗിക്കുന്നത് ശരിയോ, ഇതല്ലേ ചോദ്യം. ആ സ്ലീഹന്മാർ എന്നുള്ളത് ഞാൻ എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? അല്ല, ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ബ്രദർ താങ്കളുടെ ഒരു ചാനലിൽ അദ്ദേഹത്തെ വിളിച്ചിരുത്തി ഈ വിഷയങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത? എന്താണ്? പുള്ളി എന്നെ ബ്ലോക്ക് ചെയ്ത് ഓടിയേക്കണെയാണ്. പരസ്യമായിട്ട് ലൈവിന്റെ സമയത്ത് ബ്ലോക്ക് ചെയ്ത് ഓടിയ ആളോട് പുള്ളി എന്റെ അടുത്ത് വരും നിങ്ങൾ വിചാരിക്കണ്ടോ? ഞാൻ അദ്ദേഹത്തെ നിങ്ങളുടെ ചാനലിൽ കൊണ്ടുവന്നാലോ? ഞാൻ നിങ്ങൾക്ക് ഒരു 5000 രൂപയും തരും. അല്ല, പൈസ ഒന്നും തരുന്ന കാര്യമല്ല പറഞ്ഞത്. ഞാൻ താങ്കളുടെ ചാനലിൽ ഞാൻ പൈസ തരൂന്നല്ലേ പറഞ്ഞേ? പൈസ തരണ കാര്യമല്ലോ പറഞ്ഞു. പൈസ തരും, 5000 രൂപയും തരും. പുള്ളിനെ ഞാൻ ചോദിക്കുന്നത് ഇവിടെ 2 മണിക്കൂർ ഞാനൊരു ചലഞ്ച് ഏറ്റെടുക്കാം. പറഞ്ഞേക്ക്, ഇവിടെ 2 മണിക്കൂർ ഇരുന്നാൽ ഒരു 5000 രൂപയും തരും. അല്ല, ഞാൻ അത് കുഴപ്പമില്ല, പൈസയുടെ കാര്യമൊന്നുമല്ല നമുക്ക് പറഞ്ഞിട്ട്.
ഞാൻ ചോദിക്കുന്നത് ചുമ്മാ ഓടരുത്, ഞാനൊരു ചലഞ്ച് വന്ന് അതേമാതിരി വാലും പൊക്കി ഓടരുത്. ഒരു 2 മണിക്കൂർ ഇതുപോലെ ഇപ്പൊ നമ്മൾ ഇരുന്നില്ലേ, ഞാൻ താങ്കളുടെ അടുത്ത് ഇവിടെ കാര്യമൊക്കെ പറഞ്ഞാലും ഞാൻ അല്ല ബ്രദറെ, ഇപ്പൊ ബ്രദർ എന്നെ അറിയത്തില്ല കേട്ടോ. ഇനിയിപ്പം ഞാൻ പറയുന്ന ആശയം പിന്നെ ചിലപ്പോൾ തെറ്റാണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ കൃത്യം ഉത്തരം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഇറങ്ങി പോവില്ല. ഇപ്പൊ ബ്രദർ എന്നെ എത്ര മണിക്കൂർ ഇവിടെ ഇരുത്തിയാലും ഇപ്പൊ ബ്രദറിനോട് ചോദിച്ച പല ചോദ്യങ്ങളും ഒരുപക്ഷെ ബ്രദർ ചിന്തിച്ച ഒരു ഉത്തരം അതിന് കിട്ടിയില്ല എന്നാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഞാനതൊന്ന് പഠിക്കാൻ ഒരു അനുഭവമായിട്ട് എടുത്തു. കാരണം എനിക്കത് ഞാൻ താങ്കൾ പറഞ്ഞു ബ്രദർ ഒരു മിനിറ്റ്, ഒറ്റ തന്നെ. എനിക്കതൊരു അനുഭവമാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതൊരു എനിക്കൊരു പുതിയ അനുഭവമാണ്. അപ്പൊ ഞാൻ ആദ്യം ക്ലബ് ഹൗസിൽ ചെന്നപ്പോൾ എനിക്കൊരു പുതിയ അനുഭവമാണ്. ഞാനത് പഠിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ എനിക്ക് പറയാൻ ഉത്തരം പറഞ്ഞില്ല എന്നോർത്ത് എന്നെ ആൾ വിമർശിച്ചാൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കും. പിന്നീട് ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നീട് വരും. അല്ലാതെ ഞാൻ ഇതിൻ്റെ അകത്ത് നിർത്തി വെച്ചിട്ട് പോകില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു ചോദ്യം, താങ്കളുടെ അടുത്ത് ഈ ഇദ്ദേഹത്തെ ഒരു ചർച്ചയ്ക്കായിട്ട് ഞാൻ കൊണ്ടുവന്നാൽ താങ്കൾ ഞാൻ പറഞ്ഞു 5000 രൂപ 5000 രൂപ എത്ര പേരുണ്ട് കണ്ടോ? ഞാനിപ്പോ ഫേസ്ബുക്കിലോട്ട് നോക്കുന്നില്ല, കുറച്ച് പേരുണ്ട്, എന്തായാലും 10-20 പേര് എന്തായാലും ഉണ്ടോ, എനിക്കറിയില്ല എത്ര പേരുണ്ട്, ഞാൻ ഈ സൂമിലാ നോക്കണുള്ളതുകൊണ്ട്. അപ്പൊ ഇത്രയും പേരെ മുമ്പിൽ വെച്ചൊരു 5000 രൂപ മറ്റേ താങ്കളുടെ അക്കൗണ്ട് ബ്രദർ സംസാരിക്കുന്നത് പോലെയാണെങ്കിൽ അദ്ദേഹം വരും. കാരണം മറ്റുള്ളവര് സംസാരിക്കുന്ന പോലെ ഒരു ശൈലിയല്ല ബ്രദറിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാനത് മനസ്സിലാക്കിയിട്ട്. മറ്റുള്ളവര് അതിൻ്റെ അകത്ത് ശകലം പ്രശ്നത്തിലൂടെ ഒക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ബ്രദറിന്റെ സംസാര ശൈലി വെച്ച് അദ്ദേഹം തീർച്ചയായിട്ടും വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾക്ക് ലാഭമില്ലേ 5000 രൂപ കിട്ടിയില്ലേ? അല്ല, അത് വേണ്ട ബ്രദർ, എനിക്ക് അങ്ങനെ അതിന്റെ ആവശ്യമില്ല. വേണ്ട പൈസ കുഴപ്പമില്ല, വേണ്ട, ഓക്കെ, അത് പുള്ളിനെ കൊണ്ടുപോകാം. അല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ താങ്കളെ ഇനിയിപ്പോ താങ്കൾ അടുത്ത ചോദ്യം ചോദിക്കാണ്ട് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞതുള്ളൂ, താങ്കൾ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞു തീർന്നില്ല. ഞാൻ പറയാൻ വന്ന കാര്യം, ഞാൻ അദ്ദേഹത്തെ താങ്കളുടെ ചാനലിൽ കൊണ്ടുവരാം. വെരി ഗുഡ്, വളരെ ബ്രേവ് ആയിരിക്കും. കാരണം ഇദ്ദേഹത്തിന്റെ ഗുരുഭൂതനായിരിക്കുന്ന സാക്ഷാൽ ഷിബു പിടിയേക്കല് വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പുള്ളി വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു താങ്കളുടെ പേരിൽ ഒരു കേക്ക് പറഞ്ഞേ, താങ്കൾ പറഞ്ഞ ചാരിറ്റിക്ക് താങ്കൾക്ക് പൈസ വേണ്ട, എനിക്ക് മനസ്സിലായി. താങ്കൾ പറയുന്ന ചാരിറ്റിക്ക് എന്റെ വക പുള്ളിനെ കൊണ്ടുവന്ന 5000 രൂപ. അല്ല ഞാൻ ചോദിക്കട്ടെ, അവര് വരുന്നില്ലെങ്കിൽ അവർ ആ പറയുന്ന വിഷയത്തിൽ അവർക്ക് കോൺഫിഡൻസ് ഇല്ലെന്നുള്ളതല്ലേ എന്റെ അർത്ഥം? സഹോദരൻ, അവര് വരട്ടെ, നിങ്ങൾക്ക് അവർക്ക് ആ വിഷയത്തിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് വരില്ല? എനിക്കറിയില്ല അവരെന്തുകൊണ്ട് വരില്ല. ഞാൻ ഈ ഷിബു പിടിയേക്കലിനെ ഞാൻ വെല്ലുവിളിച്ചല്ല, പുള്ളി പറഞ്ഞ അതേ കാര്യം ഞാൻ ഏറ്റെടുത്തു. പുള്ളി പറഞ്ഞ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ ഷിബു പിടിയേക്കലിനെ ക്ലബ് ഹൗസിൽ കണ്ടു. ഞാൻ തല്ലുണ്ടാക്കാനില്ല എന്നാ പുള്ളി പറഞ്ഞ അവസാനം. അപ്പൊ ഷിബു പിടിക്കൽ വിടും, നമുക്ക് ആൽബർട്ടിനെ എണ്ണനെ ആൽബർട്ട് എണ്ണനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ചാരിറ്റിക്ക് എന്റെ വക 5000 രൂപ പോരെ? ഓക്കെ, ഞാനതൊരു ചാലഞ്ച് ആയിട്ട് പോകരുത്. വന്നൊരു ഇതുപോലെ ഇപ്പൊ നമ്മൾ ഏകദേശം 2 മണിക്കൂറാവണം. 2 മണിക്കൂർ ഇതുപോലെ ഇരുന്ന് സംസാരിക്കണം, ഇറങ്ങി ഓടരുത്. ഞാൻ പുള്ളിനോട് ഒരു മോശമായിട്ടും പറയില്ല, ആൽബർട്ടിന് അറിയാം ഞാൻ വളരെ മാന്യമായിട്ട് തന്നെ സംസാരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്ര നേരം പറഞ്ഞിട്ട് സഹോദര ഞാൻ എന്റെ ഷോയിൽ സംസാരിച്ചോട്ടെ എന്നല്ലേ ചോദിച്ചത്? ഞാൻ നിങ്ങളുടെ അടുത്ത് വെള്ളം വെച്ചോ? നിങ്ങൾ എന്തെല്ലാം പറഞ്ഞിരുന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചോട്ടെ എന്നല്ലേ ചോദിച്ചോളൂ, അല്ല ഞാൻ അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ നിങ്ങളെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കണമില്ല. ഞാൻ പറഞ്ഞ കാര്യം, അവിടെ നടന്ന കാര്യം സഹോദര ഇതാണ്. അതായത് നമ്മുടെ അടുത്ത് ചലഞ്ച് ചെയ്തു, നീയൊക്കെ പറഞ്ഞ സുവിശേഷം റെലവന്റ് ആണോ? അതെ എന്ന് പറയാൻ നട്ടലുള്ള കുറച്ച് ചെറുപ്പക്കാരോടെ ചെന്നു. മനസ്സിലായോ? അവനറിയാം കാലേ വാരി അടിക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് പുള്ളി വന്നില്ല. ഇനി ആൽബർട്ട് ഇവിടെ വരുവാണെങ്കിൽ ഇതേ ബഹുമാനത്തോടു കൂടി തന്നെ ഇവിടെ ഈ സ്റ്റേജിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി നമ്മുടെ ഗസ്റ്റാണ്. അതുവരെയൊക്കെയുള്ള കാര്യം വേറെ. അത് ആൽബർട്ടിനെ അറിയാം, ഷിബോണ്ണനും അറിയാം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബഹുമാനത്തോടെ തന്നെ പുള്ളിനെ ട്രീറ്റ് ചെയ്യും 101%. അത് ഞാൻ അഷ്യൂർ ചെയ്യാം. താങ്കളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ താങ്കളുടെ അടുത്ത് വളരെ മാന്യമായിട്ട് സംസാരിക്കുള്ളൂ. താങ്കൾ എന്റെ ഒരു അഭ്യർത്ഥന, താങ്കൾ ഇതൊന്ന് റീപ്ലേ അടിച്ച് കേൾക്കണം. I was never confronting you. I was never questioning you. Simply I was asking you. ഒന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ ഒരു അവകാശവാദത്തെ തെറ്റാണെന്നോ അത് ശരിയല്ല അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. I was simply asking some questions basically. അപ്പൊ അത്രയും മാത്രമേ ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആൽബർട്ടിനെ കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ക്രിസ്തീയ വിശ്വാസത്തിനും ആ ഒരു സ്നേഹത്തിൽ ഞാൻ പറയാണ്, സുവിശേഷം പറയുമ്പോൾ അതിന് തടസ്സങ്ങളുണ്ടാവും. സുവിശേഷം പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ തടസ്സങ്ങളുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം എന്നെ പേഴ്സണലായിട്ട് ധാരാളം പേര് ഫേസ്ബുക്കിൽ അബ്യൂസ് ചെയ്തു. നെവർ എവർ നമ്മൾ തിരിച്ചവരോട് മറുപടി പറയല്ല. നമ്മൾ അവരോട് മറുപടി പറയാറേ ഇല്ല. കാരണം പേഴ്സണൽ അറ്റാക്കിന് മറുപടി പറയാൻ പോയാൽ അതിനെ സമയം ഉണ്ടാവും.
But somebody is questioning your gospel. Somebody is questioning your faith. Somebody is questioning your doctrine. You may answer it. അപ്പൊ നമ്മൾ കൂടി പറയും അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ വേറെ എൻ്റെ ഇടയ്ക്ക് കയറുന്നുണ്ട്. ആൽബർട്ട് അവിടെ പറഞ്ഞ എന്തെല്ലാം വൃത്തികേടുന്നു നമ്മളിവിടെ മറുപടി പറഞ്ഞിട്ടില്ല. നമുക്ക് അതിന്റെ താല്പര്യമില്ല. അപ്പൊ ഞാൻ താങ്കളോട് പറയാൻ ഉള്ള കാര്യം, അവിടെ നടന്ന കാര്യം, ആൽബർട്ട് വരാതിരുന്നത് ആൽബർട്ടിന് അറിയാം അവിടെ വന്നാൽ എന്താ സംഭവിക്കാന്നുള്ളത്. ഇപ്പൊ ആൽബർട്ട് ആ മീറ്റിംഗിൽ വന്നായിരുന്നല്ലോ, പുറത്തു വരെ ഉണ്ടായിരുന്നു. അത് അകത്തോട്ട് കയറി വരാതെ ഞാൻ പറഞ്ഞില്ല, അവർക്ക് വർഷങ്ങൾ പഴക്കവും പരിചയമുള്ളവരാണ് ഇവരല്ല. ഇപ്പൊ സുഭാഷ് പാസ്റ്റർ എന്ന് പറഞ്ഞാലും നമ്മുടെ യവൻ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ അനിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞാലും ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാളുകളെ പരിചയമുള്ളവരവരൊക്കെ. ഞാൻ ഇവരുടെ ഒന്നും പേരെടുക്കണമെന്ന് വിചാരിച്ചല്ല. അപ്പൊ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ്. മനസ്സിലായോ? ഈ പറയുന്ന ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ട് പല രീതിയിൽ അറിയാവുന്ന ആൾക്കാരാണ്. പക്ഷെ നേരിട്ട് ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ കൂടെ 10-12 വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാർ. ഇവരൊന്നും ശത്രുക്കളൊന്നും അല്ല. ഈ പറഞ്ഞ ബിന്നി എന്ന് പറഞ്ഞവൻ ഒരു പെന്തക്കോസുകാരനാണ്. 4-5 തലമുറ പെന്തക്കോസുകാരനാണ്. അപ്പൊ ഇവരൊന്നും അങ്ങോട്ട് ശത്രുക്കളൊന്നുമല്ല. എന്തുകൊണ്ടാണ് വരാത്തത്? they know exactly. അപ്പൊ അതുകൊണ്ട് അവിടെ നടന്ന കാര്യം എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇന്നിപ്പോ വേറൊരു സഹോദരനോട് സംസാരിച്ച് നിർത്തിയുള്ളൂ. ഇന്ന് സുവിശേഷത്തിനെതിരെയുള്ള ശത്രുക്കള് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ലിറ്റ്മസ് 23 എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ഇവരുടെ. ആ പരിപാടിക്കകത്ത് യേശുക്രിസ്തുവിനെ പറ്റി പച്ചയായ നുണകൾ. ആ നുണ പറഞ്ഞ ആളെ ഇതുപോലെ ചാനലിൽ ഞാൻ കൊണ്ടുവന്ന് അയാളെ സംസാരിപ്പിച്ചു. അയാള് അഡ്മിറ്റ് ചെയ്ത് ലാസ്റ്റ് പുള്ളി പറഞ്ഞു നീ വരാന്ന് പറഞ്ഞാ പോയത്. ആ നുണ ഇപ്പൊ അവര് ലിറ്റ്മസിന്റെ ആ വീഡിയോ കോളാമ്പി എന്ന് പറഞ്ഞ ചാനൽ ഇട്ടിട്ട് 7 ലക്ഷം പേര് കണ്ടു. 7 ലക്ഷം. അത് നുണയാണ്. പീപ്പിൾ ആർ നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്. ഈ നുണ കേൾക്കുമ്പോൾ അതിനെ പ്രതികരിക്കാൻ ആർക്കും സമയമില്ല. എല്ലാവർക്കും വേണ്ടത് ഇന്റേണൽ ഫൈറ്റ് ആണ്. അയാൾ ചെയ്ത് ശരിയായില്ല, ഇയാൾ ചെയ്ത് ശരിയായില്ല. യഥാർത്ഥ ശത്രുക്കൾ പുറത്തിരിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ ഇസ്ലാമിന്റെ പക്ഷത്തു നിന്നും വേറെ പല പക്ഷങ്ങളിൽ നിന്നും എതിർപ്പുകൾ വരുമ്പോൾ അതിനെതിരെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു സംഘടനയെ ഐ എം നോട്ട് വാച്ചിങ് എനിബഡി. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താ ചെയ്യണേ? യു ഫൈൻഡ് യുവർ വേ. നിങ്ങളുടെ പണി, നിങ്ങളുടെ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആൻഡ് ഗോ. മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കാതെ ജസ്റ്റ് ഡു സംതിങ്. ഹിന്ദിയിൽ നമ്മൾ എങ്ങനെയാ പറയണത്? അന്ധകാരത്തെ പഴിക്കുന്നതിനേക്കാളും നല്ലത് ദിയ ജലാൻ അച്ചായ, അങ്ങനെയല്ലേ പറയുന്നത് നമ്മൾ? ദിയ ജലാൻ അച്ചായ. അപ്പൊ ഒരു ചെറിയൊരു ചെറാത് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാം. സോ അതല്ലാതെ ഇപ്പൊ നമ്മൾ നാട്ടുകാരെ മുഴുവൻ, ഞാനിപ്പോ നിങ്ങളെ കൺഫ്രണ്ട് ചെയ്യുമൊന്നുമല്ലേ. ദിസ് ഈസ് ദ പ്രോബ്ലം. ഇതാണ് ഇവിടെയുള്ള കേരളത്തിലെ ക്രൈസ്തവരുടെ ഇപ്പൊ ലെബനനിലൊക്കെ നിങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുക. ദിസ് ഇസ് എക്സാക്ട്ലി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ലെബനൻ എന്താണോ, ലെബനന്റെ ഹിസ്റ്ററി പഠിച്ചാൽ മതി. കേരളം എന്താണ്, ഇങ്ങോട്ടാ പോകുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് വിത്ത് ഓൾ റെസ്പെക്ട് നമുക്ക് ഇനിയും ചർച്ചകൾ നടത്തണം. ഇതിപ്പോ ഞാനൊരല്പം ഒച്ചയൊക്കെ എടുത്ത് സംസാരിച്ചത് അല്ല, അത് കുഴപ്പമില്ല ബ്രദറെ. ബ്രദർ ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കാനാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ അന്ന് നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ബ്രദറെ. ഞാൻ പറയാം, ആ ഒരു ചർച്ച നടന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നീ മേഘം എന്നാ പറയുള്ളൂ. ഇതിന്റെ അകത്ത് സംഭവിച്ച ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. ഇതിന്റെ അകത്ത് സംഭവിച്ച് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോ അതിനെതിരെ പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തു. അപ്പൊ അതിന് ഞാൻ മറുപടി പറഞ്ഞു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ 2 ദിവസം, അതായത് ഇന്നും രാവിലെയും എന്നെ കുറച്ച് ആളുകൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാജു തോമസ് നിങ്ങളുടെ വഴി അതല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോകുന്നത് അത് നിങ്ങളുടെ ഒരു ഭാവിക്ക് ശരിയല്ല. കാരണം നിങ്ങൾ ഇന്ന് അങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ചില ആളുകൾ നമ്മളെ അതിനകത്ത് തിരുത്താൻ ശ്രമിച്ചു. എന്താണ്, നിങ്ങൾ ഇതിന് ഈ ക്രിറ്റിസിസത്തിന്റെ ഒക്കെ പുറകെ പോകരുത്. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആത്മീയത്തെ തന്നെ ബാധിക്കും. അപ്പൊ അങ്ങനെയും ചില ആളുകൾ. പക്ഷെ ഞാൻ എന്താണ് അതിൻ്റെ അകത്ത് പറയാൻ വന്നത്, ഇവര് ആ ചർച്ച പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആൽബർട്ട് വന്നില്ല തന്നെ സംബന്ധിച്ച്. അപ്പൊ ഇത് വളരെ പ്രതീക്ഷയോട് നോക്കിയിരുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അതിൻ്റെതായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ല ഞാൻ അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാനോ ഇതാണ് വേണ്ടത്. ഇത് അങ്ങനെയാണെങ്കിൽ താങ്കൾ ചെയ്യേണ്ടിയിരുന്നത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും ചില കാര്യങ്ങൾ പഠിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞല്ലോ, ഞാൻ ഈ സുഭാഷ് കുമാർ മണിയൻ ബ്രദറെ മിനിഞ്ഞാന്ന് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ബ്രദറെ എനിക്ക് നിങ്ങളെ ഒരു രീതിയിലും എന്തു ചെയ്യുക സമൂഹത്തിൽ കൊച്ചാക്കി കാണിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല.
പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ മുമ്പിൽ നിർവാഹമില്ല ചെയ്യാതിരിക്കാൻ. എനിക്കിതിന് മറുപടി പറയണം. അതിനുള്ള മറുപടിയെ ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അവസാനം നമ്മള് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ അത് ആ ഇങ്ങനെ പറഞ്ഞു. വിഷയം വിട്ടു. ഞാൻ പറഞ്ഞില്ല, അത് നിങ്ങളും മറ്റേ ആ സംഘടന, ഞാൻ പറഞ്ഞ അവരുടെ ഒന്നും പേര് പറഞ്ഞാൽ അവര് മോശമായിട്ടല്ല, അവരുടെ സംഘടനയുടെ പേര് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ. അപ്പൊ അവരുടെ പേര് പറയേണ്ട ആവശ്യമില്ല നമുക്ക്. നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ വന്ന കാര്യത്തിലുള്ളൂ, അവരുടെ ജോലി ചെയ്യട്ടെ സഹോദര. അവരുടെ ജോലി അവർ ചെയ്യട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജോലി, നിങ്ങൾ പറഞ്ഞ വീഡിയോ യൂട്യൂബ് എന്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളത് ചെയ്യും. നമ്മൾ അവരെല്ലാം വിമർശിക്കാം. നിങ്ങൾ ചോദിച്ചു, ഞാൻ അവരുടെ ചാനലിൽ പോയി അവരുടെ കമന്റ് എഴുതുന്നു, അവരെ ഞങ്ങളുടെ ചാനലിൽ വന്ന് കമന്റ് ചെയ്തു, അതെന്താന്ന് ചോദിച്ചാൽ ഞാനതൊരു ക്രൈസ്തവ സ്നേഹത്തിലാണ് കാണും. നിങ്ങളും നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ ഞാൻ നിങ്ങളുടെയും അടുത്ത് വരും. മനസ്സിലായോ? ഇപ്പൊ ഞാനൊരു ചാനലിടും, എന്റെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ പോയിന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തോലിക്കരായ എത്രയോ സഹോദരന്മാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഈ വേറെ വിഷയങ്ങൾ വരുമ്പോൾ അവര് നമ്മളെ എതിർവശത്ത് വരുന്നു. അതങ്ങനെയാണ് വേണ്ടത്. മനസ്സിലായി? നിങ്ങളുടെ ബ്രദറിന്റെ വീഡിയോക്കകത്ത് താഴെയും ബ്രദറിന്റെ വീഡിയോയുടെ താഴേക്കകത്തും ഞാൻ കുറെ കമന്റുകൾ, അതിലൊരു കമന്റ് ആണല്ലോ ബ്രദർ ഞാൻ അയച്ചു തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് കമന്റുകൾ എഴുതുന്ന നോക്കി മുമ്പോട്ട് പോയാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ടെൻഷൻ മാത്രം പല ആൾക്കാർ പല രീതിയിൽ സംസാരിക്കുമല്ലോ. അപ്പൊ അതൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ നിങ്ങളും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ശത്രുത ഇതിനകത്ത് നല്ലതല്ല. കാരണം ഈ സുവിശേഷത്തിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ കണ്ണിങ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ഏകദേശം ഒരു ടേസ്റ്റ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതാണ് ചോദ്യങ്ങൾ, മനസ്സിലായോ? അപ്പൊ ഇതിന് ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം പറഞ്ഞാൽ പോരാ. ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം അവന് മനസ്സിലാവുന്ന ഭാഷയിൽ, ഞാൻ അത് ഇച്ചിരി കൊളോക്കിയല പറഞ്ഞ, മനസ്സിലാവുന്ന ഭാഷയിൽ മറുപടി. അപ്പോൾ ഞാൻ ബ്രദറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, എത്ര നാളായി ഈ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുമ്പോൾ ഞാൻ അവരെ അംഗീകരിച്ചുകൊണ്ടല്ല, എന്നാലും പറയണം, ചിലപ്പോ വാഴ വെക്കേണ്ടി വരും. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, മനസ്സിലാവുന്ന ഭാഷയിൽ കേക്ക്, ഞാൻ പറയട്ടെ, കൊളോക്കിയലായിട്ട് പറയാണ്, ചിലപ്പോ മനസ്സിലാവണമെങ്കിൽ നമ്മൾ വാഴ വെക്കേണ്ടി വരും. അല്ല, അത് വാഴ വെച്ചോണ്ട് അംഗീകരിച്ചോണ്ട് പറയല്ല, ഞാനത് അംഗീകരിച്ചോണ്ട് പറയല്ല. ചിലപ്പോ വാഴ വെച്ചോണ്ട് അവർക്ക് അത് മനസ്സിലായോ? വേണ്ടെന്ന രീതിയിൽ മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മനസ്സിലായെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എത്ര നാളായി ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ആരംഭിച്ചിട്ട്? ഇന്ന് വരെ ഇതിനൊരു തീരുമാനം എത്തിയിട്ടുണ്ടോ? ആരോട് എത്ര തീരുമാനം? എത്ര നാളായി ആൽബർട്ട് യോഹന്നുമായിട്ട് ചർച്ച നടത്തുന്നു? ചർച്ച നടത്തിയിട്ട് ആൽബർട്ട് യോഹന്നാൻ ആദ്യമാണ് പിക്ചറിൽ വരുന്നത്. ഹി വാസ് നോട്ട് ഈവൻ ഇൻ ദ പിക്ചർ. ആൽബർട്ട് യോഹന്നാൻ എന്ന് പറഞ്ഞ വ്യക്തി ഫസ്റ്റ് ആണ് ഇത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ജിജി ആശാന് കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു വീഡിയോ ഇട്ട, പുള്ളിയുടെ എല്ലാ വീഡിയോയും കൂടെ കൂട്ടിയായി 1.3 മില്യൺ കണ്ടിട്ടുള്ള 13 ലക്ഷം പേരാണ് ആ വീഡിയോ ഉണ്ട്. അപ്പൊ നല്ല അല്പമല്ലാത്ത അസൂയുണ്ട് പുള്ളിക്ക്. അപ്പൊ അതുകൊണ്ടാണ് ആൽബർട്ട് യോഹന്നാൻ ഇനി ഒരിക്കലും ആ ചർച്ചയെ വരണമെന്ന് നമ്മുടെ ആശാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ആൽബർട്ട് യോഹന്നാൻ എന്ന് പറഞ്ഞ ആള് പിക്ചറിലൂടെ മനസ്സിലായില്ല, ബ്രദർ പറഞ്ഞ മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞേ. എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ഇനി പറഞ്ഞാൽ ശരിയാവില്ല. അത് ചില കാര്യങ്ങൾ ബ്രദർ പറഞ്ഞില്ലേ ഒരു വീഡിയോ 1.3 മില്യൺ ആരണ്ട് കണ്ടു എന്ന് ബ്രദർ പറഞ്ഞില്ല. വീഡിയോ, പുള്ളിയുടെ ഒരു വീഡിയോ IBC മലയാളത്തിൽ ആൽബർട്ടിന്റെ 1.3 മില്യൺ 13 ലക്ഷം പേര് കണ്ടു. നമ്മൾ ആ വീഡിയോയ്ക്കാണ് സഹോദരൻ മറുപടി പറയാൻ. അത് ചിലപ്പോൾ വാഴ വയ്ക്കേണ്ടി വരും. അവന് മനസ്സിലാവുന്ന ഭാഷയിൽ അവന് മനസ്സിലാകണമെങ്കിൽ വാഴ വെക്കേണ്ടി വരും. അതുകൊണ്ട് ആശാൻ അല്പം ദേഷ്യമുണ്ട്. കാരണം പുള്ളിയുടെ എല്ലാ വീഡിയോ കൂടെ കൂട്ടിയാൽ ഈ 13 ലക്ഷം വീഡിയോ വ്യൂസ് ഇല്ല. അപ്പൊ ആശാനേക്കാളും വലുതായില്ലേ ശിഷ്യൻ, അത് തന്നെ ശിഷ്യൻ. അപ്പൊ അതിൻ്റെ അല്പമല്ലാത്ത പ്രശ്നം പുള്ളിക്കുണ്ട്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും പുള്ളി ചർച്ചയ്ക്ക് പോരുന്നത്. അതെനിക്കറിയത്തില്ല, അത് അവര് തമ്മിലുള്ള പ്രശ്നം, അതെനിക്ക് അറിയില്ല. എനിക്ക് ഈ ഷിബു പീഡിക്കൽ ബ്രദറായാലും ആരായാലും എനിക്ക് അവരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. പിന്നെ എനിക്ക് അങ്ങനെ കണക്ഷൻ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ സഹോദരൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത് അവര് എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു. അതൊക്കെ ഒരു സ്പോട്ട്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു വിഷയം ഞാൻ എടുക്കുന്നില്ല. അത് അദ്ദേഹം മോർ ദാൻ കേപ്പബിൾ. ആ സംഘടന അവർക്ക് താങ്കളോട് സംസാരിക്കാൻ അദ്ദേഹം മോർ ദാൻ കേപ്പബിൾ. അതിനുള്ള ആൾക്കാരുണ്ട്. ഞാനതൊന്നുമല്ല. ഞാനൊരു സൗഹാർദ്ദ സംഭാഷണം. എന്താണ് ആൽബർട്ട് യോഹന്നാന്റെ സ്റ്റൈല്, അതിനെങ്ങനെ മറുപടി പറയും. ഇപ്പൊ താങ്കൾക്ക് മനസ്സിലായില്ലേ? താങ്കൾ പറഞ്ഞു വളരെ ഞാൻ വിത്ത് ഓൾ റെസ്പെക്ട്, നിങ്ങൾ പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ് സഹോദരൻ. നിങ്ങൾ പറഞ്ഞതിലൊന്നും തെറ്റല്ല. പക്ഷേ ഇതുപോലെ സംസാരിക്കുന്നതിന്റെ അടുത്ത് പറയുന്ന മറുപടി, ഈ നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം, സുവിശേഷം എന്താന്ന് ചോദിക്കുമ്പോൾ തിമോത്തിയോസിന്റെ ലേഖനമൊന്നും കൂട്ടിയിട്ട് കാര്യമില്ല. അവന് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം മറുപടി പറയാം. അത്ര മാത്രമാണ് ഞാൻ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. ഐ ഹോപ്പ് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഒരു ശുഭാപ്തി ഒരു വിശ്വാസത്തോടു കൂടി, അതായത് ആൽബർട്ട് യോഹന്നാനെ താങ്കൾ കൊണ്ടുവരും. താങ്കൾ പറയുന്ന ചാരിറ്റിക്ക് 5000 രൂപ. അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ചാണ് അദ്ദേഹം വരും.
വരണ്ട. കാരണം അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുള്ള ഹിന്ദിയിൽ ചിന്താഗതിക്ക് അനുസരിച്ചാണ് അദ്ദേഹം വരും എന്നാണ് ഞാൻ ഹിന്ദിയിൽ ഇങ്ങനെ വിശ്വസിക്കുന്നത്. ഒരു ഇനി ചൊല്ലുണ്ട്, ഞാൻ വിശ്വാസം. മനസ്സിലാക്കാത്ത ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഹിന്ദിയിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, വിശ്വാസമേ ദുനിയ കായം എന്ന് പറയും. അതായത് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നോട് അദ്ദേഹം പറഞ്ഞത് ഈ ആരുടെ കൂട്ടത്തിൽ വേണമെങ്കിലും ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്, നിങ്ങൾ വിളിക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിൽ ഞാൻ വരാൻ തയ്യാറാണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. നല്ലത്. ഇനി അദ്ദേഹം ഈ പറഞ്ഞിട്ട് ഇനി അദ്ദേഹം വരാതിരിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഗ്യാരണ്ടി ഇല്ല. എങ്കിലും ഞാൻ താങ്കളുടെ ചാനലിൽ തന്നെ അദ്ദേഹത്തെ ഒരു ലൈവിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം എന്ന് മാത്രമേ എനിക്ക് അതിൻ്റെ അകത്ത് പറയാനുള്ളൂ. ആൽബർട്ട് യോനാനെ കൊണ്ടുവന്നാൽ ആഭാരിയും അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ വളരെ അതെ അതെ. കാരണം അല്ലാതെ ഞാൻ പറയുന്നത് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവണം. ഇപ്പൊ ബ്രദറിന്റെ ചാനൽ വന്നിരുന്നാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം തന്നെ ഇതിനും അദ്ദേഹത്തോട് ചോദിക്കും. ഞാൻ അതിനേക്കാളും നല്ലൊരു സാധനം വെക്കാം നമുക്ക്. ഈ ആൽബർട്ട് ഇപ്പൊ എന്റെ ചാനലിൽ വരാൻ പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്റെ ചാനലിൽ വരാൻ പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ബ്രദറിന്റെ ചാനലിൽ പുള്ളിനെ കൊണ്ടുപോകാം. അപ്പൊ ബ്രദർ അതിന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട്, കാരണം എന്റെ ചാനൽ വരുമ്പോ പുള്ളിക്ക് ഒരു ഇച്ചിരി അല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്നെ ഫേസ്ബുക്കില്, മെസ്സഞ്ചറില്, പിന്നെ എന്താണ് എവിടെയെങ്ങാണ്ടൊക്കെ പുള്ളി ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ എന്നെ പുള്ളി കാണാൻ പറ്റില്ല, പുള്ളി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള വേറെ പ്രശ്നമൊന്നുമല്ല, ചെറിയൊരു അസ്കിതയുണ്ട്. എന്താണെന്ന് അറിയില്ല. ഞാൻ എന്നാ പുള്ളിയുടെ അടുത്ത് ഒന്നും തന്നെ പറഞ്ഞിട്ടുമില്ല. അതാണ് ഏറ്റവും വലിയ രസം. അപ്പൊ ഏതായാലും പുള്ളീനെ ബ്രദറിന്റെ ചാനലിൽ കൊണ്ടുപോവാ. അത് കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ പ്രശ്നമില്ലോ. എന്റെ ചാനൽ വരുമെങ്കിൽ പിന്നെ ഞാൻ പറയാം പുള്ളി ധൈര്യശാലി. അത്രയും ധൈര്യമൊന്നും ആൽബർട്ടിനില്ല. പുള്ളി ചോദിച്ചു നോക്ക്. ഇനിയിപ്പോ ആദ്യം പുള്ളിയോട് ചോദിക്കണം, എന്റെ ചാനൽ വരുമെന്ന് ചോദിക്കണം. പുള്ളി ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി എന്റെ അടുത്ത് വരട്ടെ. ഇല്ല, അത്രയും ധൈര്യമില്ല, എനിക്ക് സഹോദരന്റെ അടുത്ത് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വരാം. അപ്പൊ അതാകുമ്പോ നമുക്ക് താങ്കളെ ഒരു പ്രാവശ്യം ഓൾറെഡി വന്നതല്ലേ, അത് കുറച്ചും കൂടെ പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒറ്റ കാര്യം പറയണേ, ഇറങ്ങി ഓടരുത്. പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ്, എന്നെ ഫോൺ വിളിക്കുന്നു. അങ്ങനെ ഓടേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ ഞാൻ സഹോദരൻ അയച്ചുതരാം. ഞാൻ പുള്ളി ഓടിയ ഓട്ടം ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്, ഇപ്പൊ ബ്രദർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി തരുന്നു, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിന് ബ്രദർ മറുപടി പറഞ്ഞു. പിന്നെ ഇറങ്ങി ഓടേണ്ട ആവശ്യം എന്താണ് വരുന്നത്? അപ്പൊ അത് അങ്ങനെയാണ്. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന്, അല്ലെങ്കിൽ എന്റെ അഭിപ്രായം ഇതാന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ഞാനിപ്പോ ബ്രദറിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ അഭിപ്രായം ഇതാണ്, ഇതിൽ കൂടുതൽ എനിക്കൊരു മറുപടി പറയാനില്ല എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹത്തിന്. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. നിങ്ങളുടെ മനസ്സിൽ സാക്ഷാൽ ഇസ്രായേലി വലിയ കപടമില്ലാന്നല്ല, നിങ്ങൾ ഉള്ള കാര്യം പറഞ്ഞു. ഈ പുള്ളി അങ്ങനെയല്ല, പുള്ളിക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട്. അതുകൊണ്ടല്ലേ പുള്ളി ഫേസ്ബുക്കും കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ഓടിയത്. ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്റെ ആവശ്യമുണ്ട്? പുള്ളിക്ക് ഡയറക്റ്റ് വന്നെടുത്ത് പറയാം, ആജീവ് പറയാം. പുള്ളി പറയുന്നുണ്ട്, ആജീവ് പറയാം, നിങ്ങൾ എനിക്ക് ശരിക്കും നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ ശേഷം പുള്ളി ആ ഫേസ്ബുക്ക് കട്ട് ചെയ്ത് ഓടേണ്ട കാര്യം ഉണ്ടാകും, മെസ്സഞ്ചർ കട്ട് ചെയ്ത് ഓടേണ്ട കാര്യം ഉണ്ടാകും. നാണക്കേടായി പോയില്ലേ? എല്ലാവരും കണ്ടില്ലേ? ഞാൻ അയച്ചുതരാം പുള്ളി ഓട്ടം. അതിനുശേഷം ഫോൺ വിളിച്ചാൽ എടുക്കാൻ പറ്റാം, പുള്ളി എന്നെ ബ്ലോക്ക് ചെയ്തു, നമുക്ക് വിളിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. സഹോദരൻ എനിക്ക് വിശ്വാസമാണ്, സഹോദരൻ പുള്ളിനെ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എന്നോട് അദ്ദേഹം പറഞ്ഞ വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ബ്രദർ എന്നോട് പറയുന്ന ഒരു വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എന്നെ സംസാരിക്കാൻ ചില ആളുകളൊക്കെ എഴുതി സാജു തോമസ് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിവിടെ മനഃപൂർവ്വം ഇരിക്കുകയാണ് ഇന്ന് താങ്കളുടെ കൂടെ നിന്ന് സംസാരിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ ശരിയായാലും തെറ്റായാലും വിജയിച്ചാലും പരാജയപ്പെട്ടാലും എന്താ ബ്രദറെ വിജയവും പരാജയവും? നമ്മൾ വിജയവും പരാജയത്തിനാണോ ഇരിക്കുന്നത്? അല്ല, ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കാൻ 100% തയ്യാറുള്ള സന്നദ്ധനുള്ള വ്യക്തിയാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് നിങ്ങളുടെ ഭാഗത്ത് സഹോദരൻ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ പറഞ്ഞതിൽ തെറ്റൊന്നും ഉള്ളതായിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണ്, നിങ്ങളൊരു ശുദ്ധ മനുഷ്യനാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റുമല്ല. ഇപ്പൊ ബൈബിൾ എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ മറുപടി ഒന്നും തെറ്റല്ല. നിങ്ങൾ വിശ്വാസം എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതൊന്നും തെറ്റല്ല. ഞാൻ പറഞ്ഞത് ആ ടൈപ്പ് മറുപടി അല്ല ആൽബർട്ട് അർഹിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു എളിയ പ്രതീക്ഷ. ആൽബർട്ടിന് മനസ്സിലാവുന്ന ഭാഷ വേറെയാണ്, ഗ്ലോറിയസ് ഗോസ്പലിന് മനസ്സിലാവുന്ന ഭാഷ വേറെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ നിലപാട് സ്വീകരിച്ചത്. ഐ സിൻസിയർലി ഹോപ്പ്. അല്ല, ഞാൻ പറയുന്നത് നമ്മളൊരു ചർച്ച വെക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സഹോദരനെ, മറ്റേ ബാംഗ്ലൂരുള്ള സഹോദരനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ശേഷം മുതൽ ഇന്ന് ഇരിക്കുന്ന 2023 വരെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ അകത്തുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പറ്റുന്ന ആളുകളെ നമുക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മളിത് പറയൂല. ഇപ്പൊ AD 313 കോൺസ്റ്റൈൻ ചക്രവർത്തി ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഈ വിഷയം വന്നു കഴിഞ്ഞപ്പോ പലരെയും നമ്മൾ ചിന്തിച്ചു ഇങ്ങനെ. അപ്പൊ അതിനകത്ത് ഏറ്റവും മുൻകൈ എടുത്തത് നിങ്ങൾ അറിയുമായിരിക്കും, ഒരുപക്ഷെ ചിലർക്ക് അറിയില്ലായിരിക്കും, സാം കല്ലട പാസ്റ്റർ ആണ് ഇതിൻ്റെ അകത്ത്. ഞാൻ സാം കല്ലട പാസ്റ്റർ വിളിച്ചു.
നമുക്ക് ഇത് ഈ വൃത്തികേടിന് കാരണം ഇത് സുവിശേഷത്തെ സ്നേഹിക്കുന്ന ആർക്കും ഇത് കേട്ട് കഴിയുമ്പോൾ ഇതിന് മറുപടി കൊടുക്കണം തോന്നും. എനിക്ക് തോന്നി. അപ്പൊ നിങ്ങൾക്ക് തോന്നുമായിരിക്കും എന്ന് വിചാരിക്കണം ആത്മാർത്ഥമായിട്ട്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ റീപ്ലൈ ഇട്ടിട്ട് ഒരു മറുപടി ഇട്ടിട്ടാണ് ഞാൻ കല്ലട പാസ്റ്റർ വിളിക്കുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഞാൻ പുള്ളിയോട് വിളിച്ചു. ഇപ്പൊ ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഇത് അങ്ങനെ ഒരു സംഭവം ഇതുവരെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ 2-3 നേരം നമ്മുടെ മനസ്സിൽ വിചാരിച്ചു. അത് ഞാൻ പറഞ്ഞല്ല, പുള്ളി എന്നെ പറഞ്ഞാണ്. നമുക്ക് ഇവിടെ അവരെടുത്താലോ ഇവരെടുത്താലോ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ വിഷയത്തിൽ നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ദൈവകൃപയാൽ ഒരാള് നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോ കസ്തൂരിമാൻ സുഗന്ധാന്വേഷിച്ച് നടക്കുന്നവർ നമ്മൾ എന്തിനാ പുറത്തു പോകണേ? അങ്ങനെയാണ് ആ സഹോദരനെ തീരുമാനിച്ചത്. അദ്ദേഹം അവിടെ വന്നു. മനസ്സിലായി? അപ്പൊ അത് വലിയ ഇതൊന്നുമല്ല. പക്ഷെ ദൈവം തമ്പുരാൻ അവിടെ പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞ അതിനകത്ത് പോരായ്മകളൊക്കെ ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നു. പക്ഷെ ഇന്റൻഷൻ വാസ് ക്ലിയർ. എന്താണ് ഇന്റൻഷൻ? സുവിശേഷത്തോടെ ഒരാൾ എതിരി നിന്നു. എന്താണാ നിന്റെ സുവിശേഷം? എന്താണാ നിനക്കത് പറയാനുള്ള അധികാരം എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്കത് പറയാൻ അധികാരമുണ്ട് ചേട്ടാ എന്ന് പറയണം എന്നുള്ള അവരുടെ ഇന്റൻഷൻ എനിക്ക് യാതൊരു സംശയമില്ല. ഐ ആം 100% ഷുവർ. ചെയ്തതിലൊക്കെ തെറ്റായും പോരായ്മകളൊക്കെ ഉണ്ടാവാം. നിങ്ങൾ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു? ഒന്നുമല്ല, സപ്പോർട്ടൊന്നും അല്ല. സപ്പോർട്ടല്ല അത്. നിങ്ങൾ ചെയ്താലും ഞാൻ നിങ്ങളോട് മനസ്സിലായോ? നിങ്ങൾ ചെയ്താലും ഞാൻ ഈ കാര്യത്തിൽ നിങ്ങളോട് അത് അവരോടുള്ള പ്രത്യേകം മമതയ കാര്യമൊന്നുമല്ല. അവരോട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ ഞാൻ പലപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ദർ ഓൾ ഇൻഡിപെൻഡന്റ് പീപ്പിൾ. നമ്മൾ ആരപ്പം എനിക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ വേറെ എവിടെ നിൽക്കുന്നു, നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു. എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ശ്രമിച്ചു നോക്ക്. പലരും ശ്രമിച്ചിട്ടുണ്ട്, നടക്കില്ല. അപ്പൊ അതൊന്നും നടക്കണമെന്നുള്ള കേസല്ല. അപ്പൊ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ആ ഒരു സ്നേഹത്തിൽ, ആ ഒരു ബഹുമാനത്തിൽ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബഹുമാനത്തിലാണ് ഇതുപോലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളും സുവിശേഷ വേലകളും നടക്കുള്ളൂ. ഇവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് വിട്ടുവീഴ്ച ഉണ്ടാവും. ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് പെന്തക്കോസ്തുകാരുടെ വെള്ള സാധനത്തിലാണ്. ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ടല്ല. ഇറ്റ്സ് എ റെസ്പെക്ട്. ആ റെസ്പെക്റ്റിലാണ് സംസാരിക്കുന്നത്. കാരണം സുവിശേഷത്തിന് വേണ്ടി ഇത്രയും അധികം ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അവരാണ് മെയിനായിട്ട്. അതിനകത്ത് അതാണ് കാര്യം. അവർ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ ശരിയാണോ? ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. ബട്ട് ദർ ആർ സർട്ടൻ കോമൺ പ്രിൻസിപ്പിൾസ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്നൊന്നും നമ്മൾ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എനിക്ക് നിങ്ങളെ അധികം പരിചയമില്ല. എന്ത് തന്നെയായാലും ലൈക്ക് യുവർ അക്കൗണ്ടബിലിറ്റി ഗോഡ്. ഞാൻ മറ്റൊരുത്തിന്റെ ദാസനെ വിധിക്കാൻ ആളുമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കോന്നിയിലെ വിഷയത്തിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഐ നോ ദർ ഇന്റൻഷൻ വാസ് ക്ലിയർ. സുവിശേഷത്തിനോട് ഒരു വെല്ലുവിളി, ആ വെല്ലുവിളിക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, ഞാൻ അതിന് സ്ട്രെസ് ചെയ്ത് പറയാണ്, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മറുപടി. നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ നിർത്തിയാലോ സഹോദരൻ? കാരണം ഇതാണ് അതിൻ്റെ ഒരു നമുക്ക് നമ്മുടെ ആൽബർട്ടിനെ കിട്ടുമെന്ന് നോക്കാം. താങ്കളുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ആൽബർട്ടിന്റെ ആശയങ്ങൾ അദ്ദേഹത്തോട് തന്നെയാണ് ചോദിക്കേണ്ടത്. തന്നെയാണ് ഇതിന് മറുപടി പറയുന്നത്. തീർച്ചയായിട്ടും. അല്ല, നമ്മൾ ഇവിടെ ഇരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതാണ് എന്റെ ഒരു അഭിപ്രായം. താങ്കൾക്ക് ആൽബർട്ട് വരും എന്നുള്ളത് ഇപ്പൊ താങ്കൾ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് വിശ്വാസമായത്. അതുപോലെ നമുക്കറിയില്ല ആൽബർട്ട് വരില്ല എന്ന് നമുക്കറിയില്ല. ഞാനിതൊരു ജസ്റ്റ് ഒരു എന്താണ് ആൽബർട്ടിന്റെ രീതി. ആയിക്കോട്ടെ. അല്ല, എന്റെ ചോദ്യം ആൽബർട്ടിന് അദ്ദേഹം പറയുന്ന ആശയങ്ങളെ സ്ഥാപിക്കാൻ കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആൽബർട്ട് വരികയില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൽബർട്ട് വരുന്നേ, നമുക്ക് ഞാൻ പറഞ്ഞില്ല, വിശ്വാസമേ ദുനിയ കായമേ ഭായി. പുള്ളി വരും, വരാണ്ടൊന്നും ഇരിക്കില്ല, പുള്ളി വരും. അപ്പൊ നമുക്ക് ആ ഒരു പ്രതീക്ഷയോടെ നിർത്തിയാലോ? രണ്ടൊക്കെ കാണുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നില്ല എത്ര പേരാണ്. എല്ലാവർക്കും നന്ദി. ഇത് അവിടെ കിടക്കും. ഞാനിത് സൂമിലും അതിങ്ങനെ ഉണ്ട്. എല്ലാവരെയും ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് സന്തോഷം. നമുക്ക് നിർത്തിയാലോ? ആയിക്കോട്ടെ. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ